ഡ്രാമയുടെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി പാർട്ട് 1 എപ്പിസോഡ്സ് ഒന്ന് കാണുക. എങ്കിൽ മാത്രമേ കഥ നിങ്ങൾക്ക് മനസ്സിലാവൂ. അപ്പോൾ കണ്ടു കാണും എന്ന പ്രതീക്ഷയിൽ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചെങ്ങിനെയാണ്. ചെങ്ങാണെങ്കിൽ വു അവനെ അവോയ്ഡ് ചെയ്യുന്നതും അവർക്കിടയിലേക്ക് ഇപ്പോൾ ഡോക്ടർ ജിയാങ് എന്ന ഒരു പുതിയ കഥാപാത്രം വന്നിരിക്കുന്നതും അയാൾ അവനെ ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചതും ഒക്കെ കാരണം വല്ലാണ്ട് അപ്സെറ്റ് ആയി ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരിക്കുകയാണ്. ആ സമയത്ത് അതേ സ്ഥലത്ത് ചെങ്ങിനെ പ്രപ്പോസ് ചെയ്ത ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ചെങ്ങിന്റെ അവസ്ഥ കണ്ട് അവന്റെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ നോക്കുമ്പോൾ അവൻ ആകെപ്പാടെ വല്ലാത്ത വിഷമത്തിലാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ ഇവിടെയുള്ള കാര്യം അവൾ വേഗം തന്നെ ജിങ്ങിനെ അറിയിക്കുന്നു. അങ്ങനെ ജിങ് അവിടെ എത്തി ആ പെൺകുട്ടിയുടെ സഹായത്തിൽ ചെങ്ങിനെ പുറത്തു കൊണ്ടുപോകാൻ നോക്കുമ്പോ ജിങ്ങിനെ കാണുന്ന ചെങ്ങിന് അത് വൂ ആണെന്ന് തോന്നുന്നുണ്ട്. അവൻ വേഗം തന്നെ കെട്ടിപ്പിടിച്ച് കരയാനായി തുടങ്ങുന്നു. ഒരുവിധമാണ് അവനെ അവിടെ നിന്ന് ജിങ് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോഴേക്കും സെങ്ലി അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുകയാണ്. ഡോക്ടർ ജിയാങ്ങിന്റെ കാര്യമെല്ലാം വൂ ഇങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങൾ നല്ല ജോഡിയാ, എന്റെ അഭിപ്രായത്തില് നമ്മൾ എത്രയൊക്കെ പ്രായം നോക്കണ്ട എന്നിങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പൊ നിന്റെ മുന്നിൽ ഡോക്ടർ ജിയാങ് എന്നൊരു ഓപ്ഷനും കൂടി ഉള്ളത് കൊണ്ട് ചെങ്ങിനേക്കാൾ നിനക്ക് ഡോക്ടർ ജിയാങ് തന്നെയാണ് ചേരുന്നതെന്ന് ഞാൻ പറയൂന്ന് മായി പറയുന്ന സമയത്ത് സെങ്ലിക്ക് എങ്ങനെ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ആ കാര്യത്തിലില്ല. വൂവിന്റെ ലൈഫാണ്, അതുകൊണ്ട് വൂ തന്നെ അവൾക്ക് പറ്റിയ ആളെ ഡിസൈഡ് ചെയ്യട്ടെ എന്ന മട്ടില് സെങ്ലി മിണ്ടാതിരിക്കുന്നു. ഈ സമയം വൂ എല്ലാവരും പറയുന്ന കണക്ക് തനിക്ക് പറ്റിയ ആളാണ് ഡോക്ടർ ജിയാങ് എന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോ അപ്പോ നിനക്ക് ചെങ്ങാണോ നിനക്ക് മാച്ച് ആയിട്ടുള്ള ആളായി തോന്നുന്നതെന്ന് സെങ്ലി തിരക്കുമ്പോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്കെന്തോ ആരെയും തോന്നുന്നില്ല, എനിക്ക് ഒന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോ സ്വല്പം ബോധം വരുന്ന ചെങ്ങ് വൂവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജിങ്ങിന്റെ അടുത്ത് പൊട്ടിക്കരയാണ്. വൂ തന്നെ ഇങ്ങനെ അവർ ഒരിക്കലും ചേരാത്തവരാന്ന് പറഞ്ഞ് അകറ്റാൻ നോക്കുന്നു. അതിന്റെ ഇടയിൽ ഇതേ പുതിയൊരു കഥാപാത്രം കൂടി വന്ന് ഒന്നാമതെ വൂവിനെ തനിക്ക് കിട്ടുക എന്നത് റിസ്ക് ആണെങ്കിൽ അത് കുറച്ചുകൂടെ റിസ്കിയർ ആക്കി എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ സങ്കടപ്പെടുന്ന സമയത്ത് നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, ഇനിയിപ്പോ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ നീ അല്ല ഒരു തീരുമാനം എടുക്കേണ്ടത്, വൂ ആണ്. നിന്നെ കൊണ്ട് ഈ റിലേഷൻഷിപ്പിന് വർക്ക്ഔട്ട് ആവാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ വൂവിന്റെ കയ്യിലാണെന്ന് പറഞ്ഞ് ജിങ് സംസാരിക്കുമ്പോ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചേരാത്തവരാണെന്ന് തോന്നിയോന്നെല്ലാം അവൻ ജിയാങ്ങിന്റെ അഭിപ്രായം ചോദിക്കുമ്പോ അങ്ങനെ എന്റെയോ അല്ലെങ്കിൽ വേറൊരാളുടെയോ അഭിപ്രായമല്ല നിന്റെ ലൈഫിൽ കാര്യമാവേണ്ടത്. നിനക്ക് അവളോടുള്ള ഫീലിങ്സ് റിയൽ ആണെന്ന് നിനക്ക് തന്നെ ബോധ്യം ഉണ്ടെങ്കിൽ അതിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. നിനക്കറിയോ എന്റെ അച്ഛനും അമ്മയും പ്രണയിച്ച് വിവാഹിതരായതാ. എന്റെ അച്ഛൻ ഫിസിക്സില് പുലിയായിരുന്നു, അമ്മ പക്ഷെ അത്ര വലിയ പഠിത്തൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ഗ്രാമത്തിലെ പെൺകുട്ടിയാണ്. ഇവരുടെ ഈ റിലേഷൻ എന്റെ മുത്തശ്ശിക്കും അതുകൊണ്ട് തന്നെ എന്റെ മുത്തശ്ശനും ഒന്നും തീർത്തും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ ആരുടെയും വാക്ക് കേൾക്കാതെ അച്ഛനും അമ്മയും അവരുടെ പ്രണയത്തിൽ വിശ്വസിച്ച് അവരങ്ങനെ മറ്റൊരു നാട്ടിലേക്ക് പോയി വിവാഹിതരായി അവിടെ ഹാപ്പിയായി ജീവിച്ചു. അവരുടെ സ്നേഹം നിറഞ്ഞ ആ ജീവിതത്തിന്റെ അടയാളമാണ് ഞാനെന്ന് പറഞ്ഞ് ജിങ് പറയുമ്പോ ശേഷം അച്ഛനും അമ്മയും എന്ത് ചെയ്യും, അവർക്ക് എന്ത് സംഭവിച്ചെന്നല്ല ചെങ്ങ് തിരക്കുമ്പോ അവരൊരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. എന്റെ അച്ഛനാണ് ആദ്യം ലാബിൽ നടന്ന അപകടത്തിൽ മരണപ്പെട്ടത്. എന്റെ അച്ഛൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്റെ അമ്മ ഇന്ന് കണ്ടേനെ. അവർ സന്തോഷമായി ഒരുപാട് നാള് പരസ്പരം സ്നേഹിച്ച് കൊതി തീരാതെ ജീവിച്ചേനെ എന്ന് കരുതി ഗ്രാമത്തിൽ നിന്നുള്ള എന്റെ അമ്മയെ സിറ്റിയിൽ വളർന്ന എന്റെ അച്ഛന് ചേരില്ല, അച്ഛന്റെ വിദ്യാഭ്യാസത്തിനൊത്ത വിദ്യാഭ്യാസം അമ്മയ്ക്കില്ല എന്നിങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് അകറ്റാൻ നോക്കിയവരുടെ വാക്ക് കേട്ട് അവർ ഒന്നിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ലോകത്ത് ഇത്രയും മനോഹരമായ പ്രണയം ഉണ്ടാകുമെന്ന് തന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അവരുടെ മരണശേഷമാണ് അവർ പണ്ടപ്പോഴോ അയച്ചിരുന്ന ലവ് ലെറ്റർ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്റെ കണ്ണിൽപ്പെട്ടത്. ഞാനത് വായിച്ചപ്പോഴാണ് അവരുടെ ഇഷ്ടം എത്ര ഡീപ്പായിരുന്നു, എത്ര പ്യോർ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോഴാണ് ഇങ്ങനെയും പ്രണയങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞെന്നൊക്കെ പറയുന്ന ചെങ്ങിനെ അവന്റെ പ്രണയത്തില് വിശ്വാസം അർപ്പിച്ച് മുറുകെ പിടിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാനായി തന്നെയാണ് പറയുന്നത്. നീ ഗീവ് അപ്പ് ചെയ്യാതെ അങ്ങനെ ഇരുന്നാൽ തീർച്ചയായും ഒരു ദിവസം അവൾക്ക് നിന്നെ മൈൻഡ് ആക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മോനിപ്പോ സങ്കടപ്പെടാതെ എന്നല്ല ജിങ് സമാധാനിപ്പിക്കുമ്പോഴാണ് അവനും മനസ്സിലൊരു ഹോപ്പ് വീണ്ടും വരുന്നത്. അങ്ങനെ ചെങ്ങിനെ ആശ്വസിപ്പിച്ച ശേഷം വീണ്ടും ആ ബുക്ക് ജിങ് ഇരുന്ന് വായിക്കുകയാണ്. അതിൽ യുവിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സെങ്ലി പിന്നീട് അങ്ങോട്ടുള്ള കുറെ അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്നത്. യുവി എപ്പോഴും ഒന്നും അവൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് തിരക്കുകളൊക്കെ കാരണം അവധി വരുമ്പോൾ മാത്രം, അതായത് ഒരു വർഷം അവധിയൊക്കെ കൂടി കണക്ക് കൂട്ടിയെടുത്ത ഒരു മാസം പോലും തികച്ച് അവനെ കാണാൻ സാധിക്കുമായിരുന്നില്ല എന്നെല്ലാം അവൾ ആ ബുക്കിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ അതൊക്കെ വായിക്കുന്ന ജിങ്ങിന് വീണ്ടും അവരുടെ ആ ഒരു ലോകത്തേക്ക് ചെന്നുപെട്ട ഒരു ഫീലാണ്. ഇപ്പതേ അവൻ അവിടെ കാണുന്നത് യുവി സെങ്ലിക്ക് ഒരു ഗിഫ്റ്റ് നൽകുന്നതാണ്. അവൻ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവളുടെ താക്കോലുകളെ സൂക്ഷിക്കാനായി പറ്റിയ ഒരു ചെയിനാണ്. എപ്പോഴും വീടിന്റെ താക്കോലും ഒക്കെ സെങ്ലി കൊണ്ട് കളയും. പിന്നെ അതിന്റെ പുറകെ നടക്കുന്നത് തന്നെ അവൾക്ക് വലിയൊരു തലവേദനയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവളുടെ ആ ഒരു തലവേദനയ്ക്കുള്ള നല്ലൊരു സൊല്യൂഷൻ ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഒരിക്കലും
താക്കോൽ ഇതുപോലെ ചെയിനിലിട്ട് അത് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യത്തെ പറ്റി സെങ്ലിയും ചിന്തിച്ചിരുന്നില്ല. അവൾക്ക് ആ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവരിവിടെ ഹാപ്പിയായി നിൽക്കുന്ന കാഴ്ചയൊക്കെ പുസ്തകം വായിച്ച് ഇമാജിൻ ചെയ്യുന്ന ജിങ്ങിന്റെ മനസ്സിൽ ഭയങ്കര സങ്കടം വരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന് ഫ്രഷ് ആയിരിക്കുന്ന ചെങ്ങനെയാണ്. അവന്റെ ഹാങ് ഓവർ ഒക്കെ മാറിയിരിക്കുന്നു. അവനിപ്പോ ജിങ്ങിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ ജിങ്ങിന്റെ കിച്ചണിലെ ഏപ്രൺ ഗേൾസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുമ്പോൾ ഇതെന്റെ ആന്റി ഇവിടെ മേടിച്ചു വെച്ചാ, ഞാൻ മേടിച്ചു വെച്ചൊന്നും അല്ലാന്ന് ജിങ്ങും പറയുന്നുണ്ട്. എന്തായാലും ഡോക്ടർ പോയി കുളിച്ചിട്ട് വാ, ഡോക്ടർക്ക് എന്റെ വക നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എനിക്ക് ഇന്നലെ ആ ഒരു അവസ്ഥയില് മോട്ടിവേഷൻ ഒക്കെ തന്നതല്ലേ, പിന്നെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാതെ ഡോക്ടറിന്റെ വീട്ടില് ഡോക്ടറിന്റെ ബെഡിൽ കിടക്കാനായി അനുവാദം തന്നതല്ലേ, എന്നെ അത്രയും കെയർ ആയി നോക്കിയല്ലേ എന്നല്ല അവൻ പറയുമ്പോഴാണ് ജിങ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ആലോചിക്കുന്നത്. ആക്ച്വലി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നത് സത്യമാണ്, പക്ഷെ ബെഡിലൊന്നും കിടത്തിയില്ല. അവൻ തന്നെയാണ് ബെഡിൽ കയറി കിടന്നതും പിന്നെ അവിടെ കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങിയതും ഒക്കെ. ജിങ് ആണെങ്കിൽ പാവം, അവൻ ബെഡിൽ കിടന്നത് കൊണ്ട് സോഫയെ കിടക്കേണ്ടി വന്നു. പക്ഷെ സോഫയെ കിടന്ന് അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് നന്നായി ഉറങ്ങാനേ പറ്റില്ല. ഉരുണ്ടും ഒക്കെ ഉറങ്ങാനായി നോക്കിയെങ്കിലും ഉറക്കം വരാതെ താഴെ വീഴുക മാത്രമായിരുന്നു മെച്ചം. ആ ഒരു കാര്യം ഓർക്കുന്നവൻ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നുണ്ട്, അടുത്ത തവണ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം പറ്റി ഡ്രിങ്ക്സ് അടിച്ച് ലെക്ക് കേട്ടാല് നീ ഇവിടെ വന്നോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്റെ ബെഡിൽ കിടന്നു പോരുത്, മര്യാദയ്ക്ക് സോഫയിൽ പോയി കിടന്നേക്കണമെന്ന്. ഓ അപ്പോ ബെഡിൽ കിടന്നാലേ കുഴപ്പമുള്ളൂ, അടുത്ത തവണയും ഞാൻ ഇതുപോലെ ഒരു അവസ്ഥയിൽ എത്തിയാല് എന്റെ കൂടെ നിൽക്കാൻ ബ്രോ കാണൂന്നല്ലേ അതിന്റെ അർത്ഥം. അത് മതിയെന്ന് പറഞ്ഞ് അവൻ ആ ഒരു കാര്യത്തെ ആ രീതിയിൽ എടുത്ത് അങ്ങ് ഹാപ്പി ആവുന്നു. അവൻ എന്തായാലും വൂ കാരണം ഇനിയും തനിക്ക് വിഷമം വരും, ഇനിയും താൻ ഡ്രിങ്ക്സ് അടിക്കേണ്ടി വരും, എന്നാലും വിട്ടുകൊടുക്കാതെ ഇനിയും അവളുടെ പിറകെ നടക്കും എന്നുള്ള കാര്യത്തില് ഉറപ്പുണ്ടല്ലോ. ഇതേ സമയം വൂവിന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്. വൂ അങ്ങോട്ടേക്ക് അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും അച്ഛനെയും അമ്മയും നോക്കി അവിടെ ജിയാങ് നിൽപ്പുണ്ടായിരുന്നു. ജിയാങ് ആണ് വളരെ കെയറോടെ അദ്ദേഹത്തെ ബെഡിൽ നിന്ന് വീൽ ചെയറിൽ ഇരുത്തുന്നതും അവരുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മോന് ഡ്യൂട്ടി കാണില്ലേ, മോൻ പൊക്കോ, വൂ വന്നല്ലോ, ഇനി അവള് കാര്യങ്ങൾ നോക്കിക്കോളൂന്ന് വെറുതെ ഡോക്ടർ ജി അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന രീതിയിൽ വൂവിന്റെ അച്ഛനും അമ്മയൊക്കെ പറയുമ്പോ അതൊന്നും കുഴപ്പമില്ല, ഞാനും വൂവും എന്നിങ്ങനെ എന്തോ ഒന്ന് പറയാൻ വരുന്ന അദ്ദേഹം അത് മുഴുവിപ്പിക്കാതെ, അല്ല ഞങ്ങള് കൊളീഗ്സ് ആണല്ലോ അതുകൊണ്ട് ഈ ചെയ്യുന്നതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ഇവിടെ നടത്തുന്ന ഈ സഹായങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ കാറിൽ ഇവരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് അവരെ കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഓടി നടന്ന് ജിയാങ് ഇവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോ വൂ അതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കാണ്. വൂവിന്റെ അമ്മയാകട്ടെ നല്ല ഡോക്ടറാ, അതിലുപരി നല്ല ഒരു പയ്യനാ. ഈ 33 വയസ്സില് എത്രയോ വലിയ പൊസിഷനിൽ ആൾ എത്തിയിരിക്കുന്നത്, നല്ല കഴിവുള്ള നല്ല സ്വഭാവ ഗുണമുള്ള പയ്യനാണെന്നല്ല ഡോക്ടർ ജിയാങ്ങിനെ അങ്ങ് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട കണക്ക് വൂവിനോട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം സെങ്ലി കോഫി ഷോപ്പിൽ നിൽക്കുമ്പോഴേക്കും അവളെ കാണാനായി അവിടെ യുവി എത്തുന്നുണ്ട്. അവനെ കാണുമ്പോ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലോ കാണുന്നത്. അവനെ ആദ്യമായി കണ്ട ഓർമ്മകളൊക്കെ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ആയി വരാണ്. അവനും അവളെ കണ്ട് തലയിലൊക്കെ സ്നേഹത്തില് തലോടിയ ശേഷം നീയും ഒരുപാട് അങ്ങ് മാറിപ്പോയെന്നും പറഞ്ഞ് അവളോട് സംസാരിക്കുന്നു. അപ്പോഴാണ് അവൾ പല്ലിൽ കമ്പിയിട്ടിരിക്കുന്നത് കാണുന്നത്. ഇതെപ്പോ സംഭവിച്ചെന്ന് യുവി തിരക്കുമ്പോ അമ്മയുടെ നിർബന്ധം കാരണം ഇട്ടതാണെന്ന് അവളും പറയുന്നു. അങ്ങനെ എന്തായാലും കുറച്ചു നേരം അവളുടെ കഫേ ഒന്ന് കണ്ട ശേഷം അവൻ അവളുടെ കൂടെ റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. രണ്ടുപേർക്കും സംസാരിച്ചിരിക്കാനായി അവൻ അവിടെ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ ഒരു ഫ്രണ്ടും കൂടി വരാനുണ്ട്, ഫ്രണ്ടിന് ഞാൻ നിന്നെ പരിചയപ്പെടുത്താൻ പോവാണെന്നല്ല. അവളാകട്ടെ അതൊക്കെ കേൾക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല താൻ ഇനി എന്താണ് ഫേസ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തെ പറ്റി. എന്തായാലും അവിടെ ഇരിക്കുന്ന ടീം അവിടുത്തെ മനോഹരമായ വ്യൂവിലായിരുന്നു സെങ്ലിയുടെ ശ്രദ്ധ മുഴുവൻ. ഞാനും എന്റെ ഫ്രണ്ട്സും ഈ റെസ്റ്റോറന്റിൽ വന്ന് ഫുഡ് കഴിക്കണം, ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ആസ്വദിക്കണമെന്ന് ഒരുപാട് വിചാരിച്ചിട്ടുള്ളതാ. പക്ഷെ ഇവിടെ എപ്പോൾ ഞങ്ങൾ വരാന്ന് പ്ലാൻ ചെയ്താലും അപ്പോഴൊന്നും സ്ലോട്ട് കിട്ടാറില്ല. ഇതിപ്പോ എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്ന് അവൾ യുവിയോട് തിരക്കുമ്പോ ഞാനൊരു 3 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ബുക്ക് ചെയ്തതാ, അപ്പൊ പിന്നെ കിട്ടാതിരിക്കില്ലല്ലോ എന്ന് അവൻ പറയുന്ന സമയത്ത് 3 മാസങ്ങളോ, അപ്പോ നിങ്ങൾ അമേരിക്കയിലായിരുന്നപ്പോഴേ ഇത് ബുക്ക് ചെയ്തോ എന്ന് അവൾ അവനോട് വലിയ അത്ഭുതത്തിൽ ചോദിക്കുകയാണ്. കാരണം അമേരിക്കയിലായിരുന്നു യുവി ഉണ്ടായിരുന്നത്. അവൻ കഴിഞ്ഞ ദിവസം മാത്രമാണ് തിരിച്ച് നാട്ടിലേക്ക് വന്നത്. അവിടെ വെച്ച് ഈ ദിവസം ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെന്ന് അവൻ ബുക്ക് ചെയ്തു എന്നത് അവൾക്ക് ഭയങ്കര ഒരു അമ്പരപ്പ്. അത് കേൾക്കുന്നവൻ പിന്നല്ലാതെ നിന്റെ കൂടെയും പിന്നെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ വരുന്ന ഫ്രണ്ട്, അവന്റെ കൂടെയൊക്കെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണമെന്ന് ഞാനും ഈ റെസ്റ്റോറന്റിനെ പറ്റി അറിഞ്ഞപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചതാ, അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്ത് വെച്ചു എന്ന് പറയാണ്. അല്ല ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ആളെന്തിയെ കാണാൻ ഹാൻസം ആണോ എന്നല്ല അവൾ ചുമ്മാ ഒരു തമാശയായി ചോദിക്കുമ്പോ പിന്നെ നല്ല ഹാൻസമാ, അല്ലെങ്കിലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ പോലെ ഹാൻസം അല്ലാതിരിക്കുമ്പോ എന്ന് പറയുന്ന യുവി അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഡേറ്റ് അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ജിങ് വരുന്നത്. യുവി ജിങ്ങിനെ കണ്ടപാടെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. ആ സമയത്താണ് യുവിയുടെ കൂടെ ഇരിക്കുന്ന സെങ്ലിയെ ജിങ് ഇങ്ങനെ വരുന്ന കാഴ്ച സെങ്ലിയും കാണുന്നത്.
രണ്ടുപേരും ഷോക്കാവുന്നു. യുവിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ജിങ് ആണോന്ന് സെങ്ലി അന്തം വിട്ടു പോകുമ്പോ സെങ്ലി ഏതോ കസിന്റെ കൂടെ പോവാണെന്നല്ലേ പറഞ്ഞു. ആ കസിൻ യുവി ആണോന്നും അവനും അന്തം വിടുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരെയും പരിചയപ്പെടുത്താന്ന് വിചാരിച്ച് യുവി ഒരുങ്ങുമ്പോഴേക്കും രണ്ടുപേരുടെ നോട്ടം ഭാവം കാണുമ്പോൾ ഇവർക്കിടയിൽ പരിചയമുണ്ടെന്ന് മനസ്സിലാക്കുന്ന അവൻ നിങ്ങള് മുന്നേ പരിചയക്കാരാണോ എന്ന് തിരക്കുമ്പോ ഞാനാണ് സെങ്ലിയുടെ ഡെന്റിസ്റ്റ് എന്ന് ജിങ് പറയുന്നുണ്ടെങ്കിലും അവന്റെ മുഖത്തൊരു വല്ലാത്ത ഭാവം അവളോടുണ്ട്. എന്നാലും ഞാൻ വിളിച്ചിട്ട് എന്റെ കൂടെ വരാതെ ഇവന്റെ കൂടെയാണോ ഫുഡ് കഴിക്കാൻ പോയത് എന്ന ഒരു കുശുമ്പ്. നിങ്ങള് അമേരിക്കയിൽ ഒന്നിച്ചുണ്ടായിരുന്നവരാണോ എന്ന് തിരക്കുമ്പോ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചു, ഒന്നിച്ച് ഒരേ സ്ഥലത്ത് സ്റ്റേ ചെയ്തു എന്നത് മാത്രമല്ല ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നെല്ലാം ജിങ്ങിനെ പറ്റി യുവി പറയുന്ന ആ ഒരു സമയം തന്നെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ടുള്ള സമയമാവുന്നുണ്ട്. നമുക്ക് ആദ്യം സെങ്ലിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞ് യുവി മെനു കാർഡ് എടുത്ത് സെങ്ലിയുടെ അഭിപ്രായം പോലും ചോദിക്കാതെ അവൾക്ക് ഏതൊക്കെ ഫുഡ് ആയിരിക്കും ഇഷ്ടം എന്നതൊക്കെ പറയാണ്. ഞാൻ ഗ്രാജുവേറ്റ് ആയ ഒരു സമയത്ത് ഇവൾക്ക് ഒരു ട്രീറ്റ് കൊടുത്തിരുന്നു. അന്ന് ഇവൾ 50 ഓയിസ്റ്റേഴ്സിനാണ് ഒറ്റ ഇരിപ്പിനിരുന്ന് കഴിച്ചു തീർത്തതെന്നല്ല. സെങ്ലിയെ പറ്റിയുള്ള രസകരമായ തന്റെ ഓർമ്മകൾ യുവി അവിടെ ഇരുന്ന് പങ്കുവെക്കുമ്പോൾ അതൊന്നും സെങ്ലിക്ക് എത്ര രസകരമായിട്ട് തോന്നില്ല. അവൾക്ക് ജിങ്ങിന്റെ മുന്നിൽ ഇതൊക്കെ പറഞ്ഞ് നാണം കെടുത്താണോ എന്നുള്ള ആ ഒരു ഫീൽ ആണ് വരുന്നത്. എന്താ മുഖം മാറിയത്, വിഷമായോന്നെല്ലാം അവൻ കളിയാക്കിയ ആ ഒരു സംസാരത്തെ പറ്റി അവളോട് തിരക്കുന്നു. അങ്ങനെ ഇവരിരുന്ന് സംസാരിക്കുമ്പോൾ ഇതെല്ലാം ഇരുന്ന് കേൾക്കുന്ന ജിങ്ങിന് ബൾബ് കത്തുന്നുണ്ട്. സെങ്ലി ആ ബുക്കിൽ എഴുതിയിരുന്ന അവളുടെ ഫസ്റ്റ് ക്രഷ്, അവളുടെ കസിൻ യുവി ഇവനാണ്. ഈ പേര് കേട്ടപ്പോ ഒന്നും തന്നെ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ യുവിയാണ് സെങ്ലിയുടെ ആ ഒരു ക്രഷ് എന്ന് ഒട്ടും തന്നെ ജിങ് വിചാരിച്ചിരുന്നില്ല. കാരണം ഒരേ പേര് എത്രയോ പേർക്ക് വരുമല്ലേ. പക്ഷെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോഴാണ് അവൻ ആ സത്യം തിരിച്ചറിയുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ സെങ്ലിക്ക് പൊതുവേ ഹോസ്പിറ്റലിൽ പോകുന്നത് പേടിയാണ്. പ്രത്യേകിച്ച് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുന്നത് അവൾക്ക് ഭയങ്കര പേടിയാ. എന്നിട്ട് ഇവളിങ്ങനെ പല്ലി കമ്പിയിട്ടല്ലോ എന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യാന്നല്ല. യുവി ചിരിക്കുമ്പോ ആ പേടിയിൽ ഒരു മാറ്റം ഇല്ല, നല്ല പേടി തന്നെയായിരുന്നു. ചെറിയ കൊച്ചിനെ പോലെ ഇരുന്ന് കരയായിരുന്നു എന്നല്ല ജിങ്ങും പറയുമ്പോ ഒന്ന് നിർത്തോ, രണ്ടുപേരും ഇപ്പൊ മത്സരിച്ചാണല്ലോ എന്നെ കളിയാക്കുന്നതെന്ന് സെങ്ലി അവരോട് കംപ്ലൈന്റ് പറയുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അടുത്തതായി ഒരു ഡിഷ് ഉണ്ടായിരുന്നു. അയ്യോ ഈ വാങ്ങിച്ചത് തന്നെ കഴിച്ചു തീർത്തിട്ടില്ല, എന്റെ വയറ് ഫുള്ളാവുന്നു, എന്തിനിങ്ങനെ ഓർഡർ ചെയ്യുന്നത് എന്നെല്ലാം അവൾ തിരക്കുമ്പോ ഞാൻ ഇത് നിനക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാ, എന്തായാലും നീ അത് തുറന്ന് നോക്ക്, ഇഷ്ടാവോന്ന് അറിയില്ല, എന്തായാലും നീ അത് നോക്കുന്നൊക്കെ പറഞ്ഞ് യുവി നിർബന്ധിക്കുമ്പോ സെങ്ലി അത് തുറന്ന് നോക്കുമ്പോ അതിലൊരു ഗിഫ്റ്റ് ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിപ്പോ പെട്ടെന്ന് ഗിഫ്റ്റ് എന്ന് അവൾ തിരക്കുമ്പോ പെട്ടെന്നോ, ഞാൻ നിനക്ക് പണ്ടും ഗിഫ്റ്റുകൾ തരാറുള്ളതല്ലേ, നീ അതെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്ക് എന്നവൻ നിർബന്ധിച്ച് അവളെ കൊണ്ട് അത് തുറപ്പിക്കുമ്പോഴാണ് അതിലൊരു താക്കോലിന്റെ മോഡലിലുള്ള പെൻഡന്റും ഒരു ചെയിനും ഉള്ളത് അവൾ കാണുന്നത്. നമ്മുടെ പണ്ടത്തെ ഓർമ്മയ്ക്കായിട്ട് നിനക്ക് ഇതാണ് എനിക്കിപ്പോ ഗിഫ്റ്റ് തരാനായി തോന്നിയത്. പണ്ട് നീ സ്ഥിരം താക്കോല് കളഞ്ഞിരുന്നതും ഞാൻ നിനക്ക് ഒരു ചെയിൻ അതിന് ഗിഫ്റ്റ് ചെയ്തതൊക്കെ ഓർമ്മയില്ലേ എന്നെല്ലാം അവൻ തിരക്കുമ്പോ താൻ ആ ബുക്കിൽ വായിച്ച കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇത് കേട്ടിരിക്കുന്ന ജിങ്ങിന്റെ മനസ്സിലേക്ക് വരുന്നത്. അന്ന് അത് കൊടുക്കുമ്പോ നിനക്ക് എനിക്ക് നല്ല കാശൊക്കെ ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച ശേഷം നല്ലൊരു കീ പെൻഡന്റ് ഉള്ള ചെയിൻ ഞാൻ ഗിഫ്റ്റ് ചെയ്യുമെന്ന് അവൻ അന്നേ പറഞ്ഞിരുന്നു. ഇപ്പൊ അവൻ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചെയിൻ അവൻ പറഞ്ഞത് പ്രകാരം തന്നെ സെങ്ലി കഴുത്തിലെടുത്തിടുമ്പോ നല്ല ഭംഗിയുണ്ടെന്ന് യുവി കോംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനുശേഷം അടുത്തിരിക്കുന്ന ജിങ്ങിനോട് പറയടാ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് അവന്റെ അഭിപ്രായം തിരക്കാണ്. ഓ കൊള്ളില്ലാന്ന് ജിങ് എടുത്തടിച്ച് പറയുമ്പോ എടാ നീ പണ്ടത്തെ കണക്ക് തന്നെയാണല്ലോ, ഒരു മാറ്റം ഇല്ലല്ലോ, മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു വിചാരിക്കാതെ നീ എന്തിങ്ങനെ അഭിപ്രായം പറയുന്നത്, ഇവൻ അത് കൊള്ളൂലാന്ന് നിനക്ക് തോന്നിയാൽ പോലും കൊള്ളാമെന്നൊന്നും പറഞ്ഞുകൊണ്ടെന്നെല്ലാം യുവി തിരക്കുമ്പോ എനിക്കങ്ങനെ കള്ളം പറഞ്ഞ ശീലമൊന്നുമില്ല, കൊള്ളില്ലെങ്കിൽ ഞാൻ കൊള്ളില്ലാന്ന് തന്നെ പറയുമെന്ന് ജിങ് തന്റെ മനസ്സിലെ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഡ്രിങ്ക്സ് ഒഴിക്കുമ്പോ യുവിക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ച് ജിങ് അവന് കുറച്ച് മാത്രം ഡ്രിങ്ക്സ് ഒഴിക്കുമ്പോ ഇങ്ങനെ പോരാ നെയ്യും നന്നായി കുടിക്കണമെന്ന് പറഞ്ഞ് യുവി അവനും കുറെ ഒഴിക്കുന്നു. ഇത് കാണുന്ന സെങ്ലി നിങ്ങൾ മാത്രം കുടിക്കാണോ, എനിക്കും കൂടി താന്ന് പറഞ്ഞ് ഡ്രിങ്ക്സ് അവൾക്കും കൂടി എടുക്കാൻ നോക്കുമ്പോ വേണ്ട നീ ഡ്രിങ്ക്സ് കുടിക്കണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും അവളെ തടുക്കാണ്. ജ്യൂസ് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് യുവി പറയുന്ന ആ ഒരു സമയം ഒരു ഡെന്റിസ്റ്റ് എന്ന രീതിയിൽ അവളോട് നീ പല്ലിലെ ക്ലിപ്പ് ഊരി വെച്ചിട്ട് കുറച്ചധികം നേരമായി അതെടുത്തിട്ട് വെറുതെ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാൻ നിൽക്കണ്ടെന്ന് അഭിപ്രായം പറയുന്നു. അങ്ങനെ എന്തായാലും ഇവരിങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ച് ഫിറ്റ് ആയ ശേഷം വീണ്ടും ആ പെൻഡന്റ് കൊള്ളാം കൊള്ളില്ല എന്ന കാര്യത്തില് അവർക്കിടയിൽ തർക്കാവുന്നു. പെൻഡന്റ് നല്ലതാണെന്ന് യുവി പറയുമ്പോ എന്തിനു കൊള്ളാമെന്ന് ജിങ് പറയുന്നു. നീ എന്താ എന്റെ ടേസ്റ്റിനെ കളിയാക്കി ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങിച്ചത്, അതിങ്ങനെ കൊള്ളില്ലാന്ന് വീണ്ടും നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഇരുന്ന് പറയുന്നതെന്ന് യുവിക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ സംസാരിക്കുന്നതിൽ അവർക്കും ഒരു ഇത് തോന്നില്ല. അവരങ്ങനെ വഴക്കുണ്ടാക്കാനായി ആ ഒരു പെൻഡന്റിന്റെ പേരില് അവിടെ തുടങ്ങുന്ന സമയത്താണ് ഇതെല്ലാം കണ്ട് ഇവന്മാരുടെ ഇടയിൽ പെട്ടുപോയല്ലോ എന്ന് ടെൻഷൻ ആവുന്ന സെങ്ലിയെ നമ്മൾ കാണുന്നത്. അവൾ അങ്ങനെ ആ വഴക്ക് നിർത്താനായി എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ് ഒരു ഐഡിയ. അതൊന്ന് നിർത്താനായി അവിടെയുള്ള മനോഹരമായ ആ വ്യൂവിനെ പറ്റി സെങ്ലി സംസാരിക്കുന്നു. അത് കേട്ടപാടെ യുവി ആകട്ടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അതെ എന്ത് മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞ് കണ്ണെടുക്കാതെ നോക്കിയിരിക്കുമ്പോ അത് ജിങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. അവിടെയാന്ന് പറഞ്ഞ് ജിങ് യുവിയുടെ
തലയങ്ങ് തിരിച്ചു വെക്കുന്നു. ഇവിടെ അങ്ങനെ രസകരമായി കാര്യങ്ങൾ പോകുന്ന ഈ സമയത്താണ് തന്റെ ഒരു ഫ്രണ്ട് ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് ഈ വീക്കെൻഡ് പോയാലോ എന്ന് ചോദിച്ച് ഡെങ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്നത്. വൂവും മായും ഒക്കെ പോകാൻ റെഡിയാണ്. സെങ്ലിക്കും ആ മെസ്സേജ് കണ്ട് പോകണമെന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചോ, ഞാനും എന്റെ ഫ്രണ്ട്സിനെ വിളിക്കാന്നില്ല ഡെങ് പറയുമ്പോൾ എനിക്ക് അങ്ങനെ വേറെ ആൾക്കാരെ വിളിക്കാൻ താല്പര്യമില്ല, നമ്മുടെ ഗ്യാങ് എനിക്ക് ഇഷ്ടമെന്ന് മായി പറയുന്നുണ്ടെങ്കിലും ആ സമയം സെങ്ലിയോട് ഡെങ് പ്രത്യേകം യുവി നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലേ, അതുകൊണ്ട് നീ ഒന്ന് അവനെ വിളിക്ക്, ഞങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി താ എന്നൊക്കെ പറയാണ്. അത് കേട്ടപാടെ യുവിയോടും ജിങ്ങിനോടും എങ്ങനെ ഇപ്പോ റിസോർട്ടിന്റെ കാര്യം പറയാ, യുവിയോട് മാത്രം ചോദിച്ചാ നീ ജിങ്ങിനെ മാത്രം വിളിച്ചോണ്ട് പോയാ യുവി ഇതറിഞ്ഞ അതും പ്രശ്നമാവും. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാതെ അവൾ രണ്ടുപേരോടും ഒറ്റയടിക്ക് ചോദിക്കാന്ന് കരുതുന്നുണ്ട്. അവര് വരില്ല, എന്തെങ്കിലും തിരക്ക് പറയുമെന്ന പ്രതീക്ഷയിലാണ് ചോദിക്കുന്നത്. ഈ വീക്കെൻഡ് ഇങ്ങനെ ഒരു റിസോർട്ടിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് തിരക്കായിരിക്കും അല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴേക്കും രണ്ടുപേരും ഒരു തിരക്കും ഇല്ലാന്ന് പറഞ്ഞ് ഷടപടയെന്ന് പോകാനായിട്ട് സമ്മതം അറിയിക്കുമ്പോ ഇനി അവിടെ വന്നു കിടന്ന് ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നായിരുന്നു സെങ്ലിയുടെ ടെൻഷൻ. അങ്ങനെ പിന്നീട് അതിനൊക്കെ ശേഷം തിരിച്ച് റൂമിലേക്ക് എത്തുന്ന ജിങ് സെങ്ലിയുടെ ആ ഒരു ബുക്ക് വീണ്ടും വായിച്ചു നോക്കാണ്. അതിൽ അവളുടെ നാട്ടിൽ നിന്ന് തിരിച്ച് വിദേശത്തേക്ക് യുവി പോയ ശേഷം അവൻ എഴുതിയ ഒരു കത്തിനെ പറ്റിയാണ് പരാമർശിച്ചിരിക്കുന്നത്. യുവിക്കാണ് സെങ്ലി ആ ഒരു കത്ത് എഴുതിയതെങ്കിലും ആ കത്ത് ലഭിച്ചത് യുവിയുടെ ഫ്രണ്ടിനായിരുന്നു. ആ ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവൾ ആ പാരഗ്രാഫിൽ അത് എഴുതുന്ന ആ സമയത്ത് അത് വായിക്കുന്ന ജിങ്ങിന് ആ ഒരു കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇത്തവണ അവന് അത് നടക്കുന്ന സ്ഥലത്ത് ചെന്ന് നിന്ന് ഒരു കാഴ്ചക്കാരനായി കാണുന്ന കണക്കല്ല വായിക്കുമ്പോൾ അനുഭവം വരുന്നത്. അവന്റെ പഴയ ചില കാര്യങ്ങൾ ആലോചിക്കാണ്. കാരണം ഇതിലിപ്പോ പറയുന്ന ഓരോ കാര്യങ്ങളും അവന്റെ ലൈഫിൽ നടന്നതാണ്. കാരണം യുവിക്ക് സെങ്ലി എഴുതിയ ആ ഒരു കത്ത് അന്ന് ലഭിച്ചത് ജിങ്ങിനായിരുന്നു. വെള്ളം വീണ് ആകെ നനഞ്ഞു കുതിർന്ന് ഹൗസ് ഓണർ ഇതിന്റെ ടു അഡ്രസ് ഒക്കെ മാഞ്ഞ നിലയിൽ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ആർക്കുമാണ് എന്തായാലും നോക്കിയേക്കെന്ന് പറഞ്ഞ് ജിങ്ങിനെ ആയിരുന്നു ആ കത്ത് ഏൽപ്പിച്ചത്. ജിങ് അത് തനിക്കാണോ യുവിക്കാണോ വന്നത് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അത് പൊട്ടിച്ച് വായിച്ചിരുന്നു. നമ്മൾ തമ്മിൽ ഇപ്പൊ കാണാതായിട്ട് 3 വർഷങ്ങളായിരിക്കുന്നു. ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓരോ സമയത്തും വല്ലാണ്ട് മിസ് ചെയ്യുന്നു. ആ പാട്ടൊന്നിച്ച് കേട്ട ആ കാര്യങ്ങള് ഇപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും വഴക്കിടും, അത് കേൾക്കുമ്പോഴും ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് യുവിക്ക് സെങ്ലി എഴുതിയ ആ ഒരു കത്ത് ഇപ്പൊ ബുക്കിൽ വായിക്കുന്ന സമയത്ത് ജിങ്ങിന് ഇവളെ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന യുവിയുടെ ഫ്രണ്ട് താനാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അന്ന് അവനത് അറിയില്ലല്ലോ. അവൻ അന്ന് ആ കത്ത് വായിച്ച ശേഷം വേഗം തന്നെ അതിൽ കൊടുത്തിരുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. ഞാൻ യുവിയുടെ ഫ്രണ്ടാണ്, നിങ്ങൾ ഈ അഡ്രസ്സിലോട്ട് ലെറ്റർ വല്ലതും അയച്ചിരുന്നു എന്ന് കോൾ അറ്റൻഡ് ചെയ്ത് മറുതലക്കലുള്ള പെൺകുട്ടിയോട് ജിങ് തിരക്കുമ്പോൾ അയച്ചിരുന്നു എന്ന് അപ്പുറത്ത് കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സെങ്ലി പറഞ്ഞിരുന്നു. ഞാൻ യുവിയുടെ റൂംമേറ്റ് ആണ്, യുവി ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് അവൻ പഠന ആവശ്യങ്ങൾക്കൊക്കെ മാറിപ്പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു എന്നായിരുന്നു ജിങ് പറഞ്ഞിരുന്നത്. ഞാൻ വേണമെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ അഡ്രസ്സിലേക്ക് ഈ ലെറ്റർ ഫോർവേഡ് ചെയ്യാമെന്ന് ജിങ് പറയുമ്പോ വേണ്ട, അത് ഇപ്പൊ ചെയ്യണ്ട, ആ ലെറ്റർ എനിക്കൊന്ന് റിട്ടേൺ ചെയ്തേക്ക്. ഇപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായത്, യുവിക്ക് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. അവന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ചപ്പോ അവരാ കാര്യം പറഞ്ഞത്. അതറിയാതെയാണ് ഞാൻ ഈ ലെറ്റർ ഒക്കെ എഴുതിയത്. എന്തായാലും യുവിയുടെ കയ്യിൽ കിട്ടാഞ്ഞ ഭാഗ്യം. യുവി ഇനി ഇതിനെ പറ്റി അറിയണ്ട. ഞാൻ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയ കാര്യവും യുവിയോട് ദയവ് ചെയ്ത് പറയരുതെന്ന് സെങ്ലി ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ വായിച്ച് അതൊക്കെ ഓർത്തിരിക്കുന്ന ജിങ്ങിനെ കണക്ക് തന്നെ അപ്പോ യുവിയുടെ ബെസ്റ്റ് ഫ്രണ്ടും അവന്റെ റൂംമേറ്റും ഒക്കെ ജിങ് ആണെങ്കിൽ തീർച്ചയായും ജിങ് ആയിരിക്കില്ലേ അന്ന് ഞാൻ അയച്ച കത്ത് വായിച്ചിട്ടുണ്ടാവുക, ജിങ് ആയിരിക്കില്ലേ അന്ന് എന്നെ ഫോൺ ചെയ്ത് ആ ലെറ്ററിന്റെ കാര്യം സംസാരിച്ചത് എന്നൊക്കെ ഓർക്കുന്നവൾക്ക് അപ്പോൾ താൻ യുവിയെ ക്രഷ് അടിച്ച കാര്യം ജിങ്ങിന് വ്യക്തമായിട്ടുണ്ട്. എന്നിട്ട് ജിങ് എന്താ തന്നോട് അതിനെപ്പറ്റി ഒരു വാക്ക് പോലും ചോദിക്കാത്തത്, തന്നോട് അതിന്റെ ദേഷ്യമായിരിക്കും അവനെന്നെല്ലാം അവളിങ്ങനെ മനസ്സിൽ ഭയങ്കരമായി ടെൻഷൻ ആവുന്നു. അങ്ങനെ അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ജിങ്ങിന് ഫോറിനിലേക്ക് ഒരു 6 മാസത്തെ സർവീസിന് പോകാനായിട്ട് ഓഫർ ലഭിക്കുന്നു. പോകണോ വേണ്ടോ എന്ന് ഒരു തീരുമാനം പറയാൻ സാധിക്കാതെ ജിങ് ഇരിക്കുകയാണ്. കാരണം ആഫ്രിക്കയിലേക്കാണ് പോകേണ്ടത്, 6 മാസം അവിടെ നിൽക്കണം. അതുകൊണ്ട് തന്നെ അവൻ എന്ത് പറയുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിച്ച് അടുത്ത ആഴ്ചക്കുള്ളിൽ ഒരു തീരുമാനം പറഞ്ഞാൽ മതിയെന്ന് ആ സീനിയർ ഡോക്ടർ ജിങ്ങിനോട് പറയുന്നു. അങ്ങനെ ജിങ് അവിടെ നിന്ന് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന വഴി സെങ്ലിയെ റോഡിൽ കാണുന്നു. അവൾ എവിടേക്കാണ് പോകുന്നത് എന്ന് അറിയാനായി അവളെ ഫോളോ ചെയ്ത് പോവാണ്. സത്യം പറഞ്ഞാല് പെട്ടെന്ന് ഇങ്ങനെ സെങ്ലിയെ കണ്ടപ്പോ ജിങ്ങിന്റെ മനസ്സിൽ ഭയങ്കരമായ സന്തോഷം തോന്നിയെങ്കിലും അവളെ ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് അവൾ ഇഷ്ടപ്പെടുന്നത് യുവിയാണോ, പണ്ട് അവനോടുള്ള ഇഷ്ടം അവൾക്ക് ഇപ്പോഴും ഉണ്ടോ, അവൾ ഇപ്പോഴും അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നിങ്ങനെയെല്ലാം ഭയങ്കരമായ ടെൻഷനും സങ്കടവും വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസമാട്ടെ വൂവിന്റെ 27ാമത്തെ ബർത്ത്ഡേ ആണ്. കൊളീഗിന്റെ കൂടെ ലഞ്ച് കഴിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ഡോക്ടർ ജിയാങ് എത്തുന്നുണ്ട്. ഡിന്നറിന് കൂടെ വരാനായിട്ട് വിളിക്കുമ്പോ സോറി, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വൂ പറയുന്ന സമയം വീക്കെൻഡോ അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഡോക്ടർ ജിയാങ് തിരക്കുമ്പോൾ ഞാൻ എന്റെ പേരൻസിന്റെ കൂടെയാ വീക്കെൻഡിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. ഓക്കെ അപ്പോ എന്തെങ്കിലും പ്രത്യേകമായി ബർത്ത്ഡേക്ക് പ്രസന്റ് ആയി വേണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവൾ സംസാരിക്കാൻ വലിയ താല്പര്യം കാട്ടുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ ആള് നിന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് പോകുന്ന സമയം എന്തോ ഒന്ന് ഓർത്ത് കണക്ക് അടുത്തേക്ക് ചെന്ന് വൂ ഡോക്ടർ ജിയാങ്ങിനോട് ചെങ്ങനെ കണ്ടു വല്ലതും സംസാരിച്ചിരുന്നോ എന്ന് തിരക്കാണ്. സംസാരിച്ചു, നിങ്ങൾ തമ്മിൽ മാച്ച് അല്ലാത്ത ആളുകളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആള്
ഭയങ്കര ഗമയില് പറയുമ്പോ അതൊക്കെ പറയാൻ നിങ്ങൾ ആരാണെന്നുള്ള മട്ടിലായിരുന്നു അവളുടെ മറുപടി. അതെന്താ ഇപ്പൊ അങ്ങനെ പറയുന്നത്? ആ ചെറിയ പയ്യൻ പുറകെ നടക്കുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്ന കരുതി ഞാൻ ഹെൽപ്പ് ചെയ്തതല്ലേ ഉള്ളൂ എന്ന് മട്ടില് ഡോക്ടർ ജിയാങ് റെസ്പോണ്ട് ചെയ്യുമ്പോ എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം, താൻ എന്റെ കാര്യത്തിൽ ഇടപെടാൻ ആരുമല്ല എന്നവൾ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താ? എന്തായാലും ആ പയ്യനെ ഇഷ്ടമാണെന്ന് മാത്രം ദയവ് ചെയ്ത് പറയരുത്. അവൻ നിങ്ങളെക്കാൾ എത്ര വയസ്സ് ഇളയതാണ്, അവൻ ഇപ്പോഴും പഠിക്കാണ്, നിങ്ങൾ തമ്മിൽ ഒട്ടും മാച്ച് ഇല്ലാന്നല്ല അവളുടെ മറുപടിക്കായി കാത്തു നിൽക്കാതെ ജിയാങ് അങ്ങ് പടപടാന്ന് പറഞ്ഞു വിടുമ്പോ ഞങ്ങൾ ചേരുവോ ഇല്ലയോ, എന്തായാലും അതിനെപ്പറ്റി നിങ്ങളോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ബൗണ്ടറി മറികടന്ന് എന്റെ കാര്യങ്ങളിൽ നിങ്ങൾ തലയിടുകയും വേണ്ട. ഇനി മേലാൽ എന്നോട് സംസാരിക്കാനോ എന്റെ കാര്യങ്ങളിൽ ഇടപെടാനോ വന്നേക്കരുതെന്ന് ഡോക്ടർ ജിയാങ്ങിന്റെ മുഖത്ത് നോക്കി രണ്ടെണ്ണം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു തന്റെ ഓഫീസ് റൂമിലേക്ക് വു പോകുന്നത്. അവിടെ എത്തുമ്പോഴാട്ടെ ചെങ്ങിന്റെ ഭാഗത്ത് നിന്ന് അവൾക്ക് ഒരു ബ്രാൻഡഡ് പേഴ്സും ഒപ്പം ഒരു ബർത്ത്ഡേ കാർഡും ഇരിപ്പുണ്ട്. കാർഡ് എടുത്ത് അവൾ വായിക്കുമ്പോൾ ഡോക്ടർ വു ഹാപ്പി ബർത്ത്ഡേ, ഈ വർഷവും ഡോക്ടർ നല്ല ക്യൂട്ട് ആയിരിക്കും ഒരു സ്മൈലിയോടൊപ്പം അവന്റെ ഒരു കുഞ്ഞു കുറിപ്പ് അതിൽ കാണുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ടെൻഷനൊക്കെ മാറി വു പെട്ടെന്ന് ഭയങ്കരമായി ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചെങ്ങ ബാസ്കറ്റ് ബോൾ കളിച്ച് ബോൾ വന്ന് മുഖത്തിടിച്ച് ചെറിയൊരു വേദന ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വു അങ്ങോട്ടേക്ക് വരുന്നത്. വുവിനെ അപ്രതീക്ഷിതമായി അവിടെ കാണുമ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. നിനക്ക് നേരെ ചൊവ്വയെ നിന്നൂടെ, എന്തിനിങ്ങനെ ശ്രദ്ധയില്ലാതെ ഓരോന്നും കാട്ടുകൂട്ടി വേദനിക്കുന്നതെന്ന് ചോദിച്ച് അടുത്തിരിക്കുന്ന വുവിന്റെ കയ്യിൽ താൻ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു കവറൊക്കെ ഇരിക്കുന്നത് കണ്ട് ഇത് തിരിച്ചു തരാൻ വന്നതാണോ? എങ്കിലേ വേണ്ട, ഞാനിത് തിരിച്ചെടുക്കില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എനിക്കിത് വേണ്ട, നീ പഠിക്കുന്ന ഒരു പയ്യന, നീ എന്തിനിങ്ങനെ ബ്രാൻഡഡ് ആയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കാശ് വെറുതെ കളയുന്നതെന്ന് വു ചോദിക്കുമ്പോ എനിക്കിപ്പോ കുറച്ച് മെച്ചുവേർഡ് ആയിട്ട് ഒരു 10-30 വയസ്സുള്ള പയ്യൻ ചെലവാക്കുന്ന കണക്ക് ചെലവാക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഞാനിപ്പോ പഠിച്ച് നല്ലൊരു ജോലി നേടി നല്ല രീതിയിൽ ഡോക്ടർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്ന രീതിയിൽ കാശുകാരനായി മാറും. പിന്നെ ഞാനിവിടെ പഠിക്കാനായി വന്നിരിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും കാശ് പൊട്ടിച്ചല്ല, മറിച്ച് സ്കോളർഷിപ്പിലാണ്. പിന്നെ ഇത് തിരിച്ചു കൊടുക്കുന്ന കാര്യം നടക്കത്തേയില്ല. അതിന്റെ ബില്ലൊക്കെ എന്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയിന്നല്ല അവൻ ചുമ്മാ ഒരു കള്ളം പറയുമ്പോ അവനിത് തിരിച്ചു വാങ്ങില്ല എന്ന് വൂനും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവിടെ സംസാരിക്കുന്ന സമയത്തും ചെങ്ങ് എത്രത്തോളം അവൻ വൂവിനെ ഇഷ്ടപ്പെടുന്നു എന്നതും അവൾ എന്തൊക്കെ കാണിച്ചാലും ആ സ്നേഹം മനസ്സിൽ നിന്ന് മാറില്ല, പിറകെ നടക്കും എന്നതും വ്യക്തമാക്കുന്നുണ്ട്. വൂ അതൊക്കെ കേട്ട് തലയ്ക്ക് ഒരു കിഴുക്ക് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും എപ്പോഴത്തെ പോലെ ദേഷ്യപ്പെട്ടു പോകുന്നില്ല. അവന്റെ അടുത്തിരുന്ന് ചിരിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസമാട്ടെ വീക്കെൻഡില് അവർ ആ റിസോർട്ടിലേക്ക് പോവാണ്. ആരൊക്കെയാണ് പോയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 7 പേരുണ്ട്. നമ്മുടെ സെങ്ലി, വു, മായി, സെങ്ലിയുടെ സ്റ്റെപ്പ് ബ്രദർ ഡെങ്, യുവി, ജിങ്, ഒപ്പം നമ്മുടെ ചെങ്ങും. അവിടെ എത്തിക്കഴിയുമ്പോഴാകട്ടെ ലഗേജ് എടുത്ത് വെക്കുന്ന കാര്യത്തില് നമ്മുടെ ജിങ്ങും യുവിയും സെങ്ലിയെ സഹായിക്കാനായി നിൽക്കാണ്. ഞാൻ എടുത്തു വെക്കും, അല്ലല്ല ഞാൻ എടുത്തു വെക്കുന്നു പറഞ്ഞ് അവര് സെങ്ലിയുടെ ലഗേജില് വടംവലി നടത്തുമ്പോ ആരും എടുത്തു വെക്കണ്ട, ഞാൻ എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞ് അവളത് സ്വന്തമായിട്ട് എടുക്കുന്നു. അങ്ങനെ അവിടെ എത്തിയൊന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോ അതിലും വലിയ പ്രശ്നം. ജിങ്ങും യുവിയും മത്സരിച്ചാണ് സെങ്ലിയെ കഴിപ്പിക്കാനായി നോക്കുന്നത്. അതിന്റെ ഇടയിൽ കുറച്ച് ചൂട് ഭക്ഷണമൊക്കെ യുവി പണ്ട് സെങ്ലിക്ക് ചൂട് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാ എന്ന ആ ഒരു ഓർമ്മയിൽ കഴിപ്പിക്കാൻ നോക്കുമ്പോ ഇപ്പോ സെങ്ലി അതൊന്നും കഴിക്കാൻ പാടില്ല, അവൾക്ക് മോണയ്ക്ക് പ്രശ്നം വരും, ഒപ്പം നല്ല ഭയങ്കര സ്പൈസി ഹോട്ട് ഫുഡൊന്നും അവള് കഴിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മര്യാദയ്ക്ക് അവള് ഫുഡ് കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ടീം. യുവിക്ക് ജിങ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അവനൊരു ഡെന്റിസ്റ്റ് ആയതുകൊണ്ടും അവൾ അവന്റെ പേഷ്യന്റ് ആയതുകൊണ്ടും അതിന്റെ ഷോ ഓഫ് ആണ് എന്ന് തോന്നുന്നുള്ളൂ. അല്ലാതെ ജിങ്ങിന് ഒരു ഇഷ്ടം സെങ്ലിയോട് ഉണ്ടെന്ന കാര്യമൊന്നും യുവിക്ക് കത്തുന്നുമില്ല. അങ്ങനെ ഫുഡ് കഴിപ്പിന് ശേഷം ഇവർക്ക് സ്റ്റേ ചെയ്യാനായി റൂം സെലക്ട് ചെയ്യുമ്പോൾ ജിങ്ങിന് യുവിയെ തന്റെ റൂമിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവൻ ആ ഗ്യാപ്പില് സെങ്ലിയോട് സംസാരിക്കാൻ പോയാൽ അറിയില്ലല്ലോ. പക്ഷെ യുവിയെ ജിങ്ങിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും മുന്നേ നമ്മുടെ ചെങ്ങ് ഞാൻ ജിങ്ങിന്റെ റൂമിലാണെന്ന് പറഞ്ഞ് ജിങ്ങിനെ തന്റെ റൂംമേറ്റ് ആക്കുന്നു. അങ്ങനെ യുവിയും ഡെങ്ങുമാണ് ഒന്നിച്ചൊരു റൂമിലാവുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ചെങ്ങ് ഒരു കോൾ അറ്റൻഡ് ചെയ്യാനായി പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരും നിന്ന് സംസാരിക്കുകയാണ്. നമുക്ക് ഇവിടെ അടുത്തുള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഡെങ് പറയുമ്പോൾ ഞാനില്ല, ഞാനിവിടെ ഗെയിം കളിക്കാൻ പോവാണെന്ന് വു പറയുന്നുണ്ട്. ഓഹ് ഇവിടെയും വന്നിട്ട് ഗെയിം കളിയോ, നീ ഒന്ന് വാന്ന് പറഞ്ഞ് സെങ്ലി വിളിക്കുമ്പോൾ ഇല്ല എനിക്കൊരു മൂഡില്ല, ഞാൻ ഗെയിം കളിക്കാൻ പോവാണെന്ന് വു വീണ്ടും പറയുന്ന സമയത്ത് ശരി ഞാനും ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കാൻ പോവാണെന്ന് ചെങ്ങും പറയുന്നുണ്ട്. ഈ സമയം ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോന്ന് അവിടെ ഇതൊക്കെ കേട്ട് നിന്നിരുന്ന യുവി സെങ്ലിയോട് അടക്കം പറയുന്നത് മായും ഡെങ്ങും കേൾക്കുന്നുണ്ട്. വുവിനെയും ചെങ്ങിനെയും ഒപ്പം സെങ്ലിയെയും യുവിയെയും മായും ഡെങ്ങും ഒന്നിച്ച് നിന്ന് കമന്റ് അടിക്കുന്നത് കേൾക്കുന്ന സെങ്ലി നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന കണ്ടാലും എന്തോ ഉണ്ടെന്ന് തോന്നല്ലോ എന്ന് അവരൊരു കപ്പിളാണെന്ന രീതിയിൽ അവൾ കളിയാക്കുമ്പോ ഓ പിന്നെ പ്രേമിക്കാൻ പറ്റിയ ഒരു മോന്ത കണ്ടേച്ചാലും മതിയല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം കമന്റ് അടിക്കുന്നു. അങ്ങനെ ഇവർ അവിടെ ഐസ് സ്കേറ്റിംഗ് ചെയ്യാനായി പോവാണ്. അതിന് റെഡി ആവുന്ന സമയത്ത് എല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യണം, പിന്നത്തെ മെമ്മറി അല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞ് ക്യാമറ സെങ്ലിയുടെ കയ്യിൽ യുവി കൊടുക്കുന്നു. അങ്ങനെ ഇവര് നിന്ന് സംസാരിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു കട്ടൂറും ആവുണ്ടായിരുന്ന രീതിയിൽ ജിങ് എഴുന്നേറ്റ് പോകാനായി നോക്കുന്നുണ്ട്. ആ സമയം സെങ്ലി ജിങ്ങിനോട് നമുക്കൊരു ടീമായാലോ, ഈ യുവി എന്നെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞ് ജിങ്ങിനെ അങ്ങനെ അവോയ്ഡ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനായി ഒരു കുശലം പറയാണ്. ഈ സമയം ജിങ് പക്ഷെ വലിയ മൈൻഡ് ഒന്നും ആക്കുന്നില്ല, കാരണം അവന്റെ ഉള്ളിലും സെങ്ലി യുവിയെ ഇഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ കയറിയിട്ടുണ്ട്. അങ്ങനെ അവർ ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്ന സമയത്തായിട്ട് സെങ്ലി ബാലൻസ് തെറ്റി
വീഴാനായി പോകുമ്പോ ജിങ് അവളെ സേഫ് ആയി പിടിച്ചു നിർത്തുന്നു. പക്ഷെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സമയത്ത് അവരൊരു കറങ്ങി നല്ല റൊമാൻറ്റിക് ആയ ഒരു പോസ്റ്ററിലാണ് വന്ന് നിൽക്കുന്നത്. സെങ്ലിയുടെ കയ്യിൽ ആ സമയം ക്യാമറ ഉണ്ടായിരുന്നത് കൊണ്ട് അതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ഇവരിങ്ങനെ കറങ്ങി നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒരു പോസ് ഒക്കെ കൊടുത്ത് നിൽക്കുമ്പോൾ അത് കാണുന്ന യുവിക്ക് ടെൻഷൻ ആവുന്നു. അവൻ വേഗം ഇവരുടെ അടുത്തേക്ക് വരാനായി ശ്രമിക്കുമ്പോഴേക്കും അവൻ തെന്നി അടിച്ച് വീഴാണ്. ഉരുണ്ട് പരണ്ട് ഒരു സ്ഥലത്ത് ചെന്നിങ്ങനെ ചത്ത് കണക്ക് കിടക്കുമ്പോ തട്ടി വിളിച്ചിട്ടൊന്നും അനങ്ങാതെ അവൻ കിടക്കുന്നത് കണ്ട് രണ്ടുപേർക്കും ടെൻഷൻ ആവുന്നുണ്ട്. വേഗം ആംബുലൻസ് വിളിക്കാനായി ജിങ് ഒരുങ്ങുന്ന സമയത്താണ് പറ്റിച്ചെന്നും പറഞ്ഞ് അവൻ കണ്ണു തുറക്കുന്നത്. രണ്ടുപേരും പിന്നെ അവനെ പറയാൻ ബാക്കിയൊന്നുമില്ല. നീ പേടിക്കണ്ട, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് സെങ്ലിയുടെ അടുത്ത് യുവി സംസാരിക്കുമ്പോൾ അവള് മാത്രമല്ല ഞാനും നന്നായിട്ട് പേടിച്ചെന്ന് പറഞ്ഞ് ജിങ്ങും അവരുടെ ഇടയിൽ സംസാരിച്ച് നിൽക്കാണ്. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഗെയിം കളിക്കാനായി തന്റെ റൂമിലേക്ക് വൂച്ചെങ്ങനെ ക്ഷണിക്കുന്നു. അവനൊരു മടിയുണ്ട്, നമുക്ക് ലോബിയിൽ വല്ല ഇരുന്ന് ഗെയിം കളിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അകത്തേക്ക് വരാനായി പറഞ്ഞ് അവൾ അവനെ റൂമിലേക്ക് വിളിക്കുമ്പോൾ ഡോറ് ലോക്കായി പോവാതിരിക്കാനായി അവൻ ആ രീതിയിലാണ് ഡോർ അടയ്ക്കുന്നത്. അതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കെന്തോ ഒരു പേടിയും മടിയെന്ന് അവൾ തിരക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയുടെ റൂമിൽ ഇങ്ങനെ വരുന്നത്, അതിന്റെ മടിയാണെന്ന് അവൻ പറയുമ്പോൾ നീ എന്നെ ഒരു സിസ്റ്റർ ആയിട്ട് കണ്ടോ, അപ്പൊ പിന്നെ മടിയുടെയും പേടിയുടെയും ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ കാണാൻ കഴിയില്ല. ഞാൻ ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്നതിൽ കുറഞ്ഞ വേറെ ഒന്നും എനിക്ക് കാണാൻ കഴിയില്ല എന്ന് അവൻ പറയുമ്പോൾ അവൻ കാണാതെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം ഒരു ഫോൺ വു അവന് ഗിഫ്റ്റ് ചെയ്യുന്നു. ഇതെന്തിനാണെന്ന് അവൻ തിരക്കുമ്പോൾ നീ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി ആ ബ്രാൻഡഡ് ബാഗ് വാങ്ങിച്ചു തന്നത് ഈ ഗെയിം കളിക്കാനും മറ്റുമായി നല്ലൊരു ഫോൺ വാങ്ങാൻ വെച്ചിരുന്ന കാശിനാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആ ബാഗ് റിട്ടേൺ ചെയ്തിട്ട് നിനക്ക് വേണ്ടി നല്ല ഈ മൊബൈൽ മേടിച്ചോ, ബാക്കി കാശ് നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് അവൾ പറയുമ്പോൾ ബില്ലില്ലാതെ എങ്ങനെ അത് റിട്ടേൺ ചെയ്തു എന്ന് അവൻ തിരക്കുന്നുണ്ട്. ആ ഒരു ബാഗിന്റെ ഷോറൂം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെയുണ്ട്. അവിടുന്ന് തന്നെ ആയിരിക്കും നീ വാങ്ങിച്ചെന്ന് ഗസ് ചെയ്ത് ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച് ബില്ലിന്റെ കോപ്പി എടുത്താണ് റിട്ടേൺ ചെയ്തതെന്ന് അവൾ പറയുന്ന ടീം. എന്നാലും അത് ചെയ്യണ്ടായിരുന്നു, ഞാൻ എന്ത് ആഗ്രഹത്തിൽ വാങ്ങിച്ചു തന്നതാണെന്ന് അവൻ പറയുമ്പോൾ എനിക്കങ്ങനെ ബ്രാൻഡഡ് ബാഗും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ല, എനിക്ക് പിന്നെ നീ ഗെയിമില് കുറെ പോയിന്റ്സ് കളക്ട് ചെയ്തതാ, അത് മതി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടെന്ന് അവൾ പറഞ്ഞങ്ങനെ നിർബന്ധിച്ച് ആ ഫോൺ അവനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. അപ്പോഴേക്കും സ്കേറ്റിങ്ങിന് മായി പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പോകുന്നു പറഞ്ഞു നിന്ന ഡെങ്ങും അവസാന നിമിഷം പോകാതെ മായുടെ അടുത്ത് പൂളിന്റെ അവിടെ ഇരിക്കാണ്. നീ എന്താ പോഞ്ഞെന്ന് അവൾ തിരക്കുമ്പോ ആ സ്കേറ്റിങ്ങിന്റെ അവിടെ ജിങ്ങിന്റെയും യുവിയുടെയും സെങ്ലിയുടെയും ലവ് ട്രയാങ്കിൾ നടക്കായിരിക്കും, എനിക്ക് അതിന്റെ ഇടയിൽ പോകാൻ താല്പര്യമില്ലാന്ന് അവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഏകദേശം ഒരു ധാരണ ഉള്ള ഡെങ് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ പൂളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് മറ്റൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ആക്ച്വലി ഡെങ്ങും മായും മുന്നേ റിലേഷനിലായിരുന്നു. അവര് ബ്രേക്കപ്പ് ആയ ശേഷം പിന്നെ പല റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നോക്കിയാലും അതൊന്നും വർക്കൗട്ട് ആവാതെ വീണ്ടും ഇപ്പൊ രണ്ടുപേരും ബ്രേക്കപ്പുകളിലൂടെ സിംഗിൾ ആയി നിൽക്കാണ്. അങ്ങനെ ആ കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന മൊമെന്റില് മായി മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. അവളെ സേഫ് ആയി പുറത്തേക്ക് എത്തിക്കുന്ന ഡെങ്ങിനെ അവളെന്തോ വളരെ സ്നേഹത്തോടെ നോക്കുമ്പോ അവനും പഴയ ആ ഒരു ഇഷ്ടം പൊടി തട്ടിയെടുക്കാനായി അവളെ കിസ് ചെയ്യാനായി വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവിടേക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പ് കണക്ക് ഇവർ പൂളിലേക്ക് വീണ് നീന്തൽ അറിയാതെ പെടയാണെന്ന് കരുതി ഒരാളെ ഹെൽപ്പ് ചെയ്യാനായി കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കിസ് നടക്കാതെ രണ്ടുപേരും പിന്നെ ആ ടോപ്പിക് അങ്ങ് മാറ്റുന്നു. അപ്പോൾ തീർച്ചയായും ഇവരിനി കപ്പിൾ ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷെ അപ്പോഴും സെങ്ലി ജിങ്ങിനെ സെലക്ട് ചെയ്യുവോ യുവിയെ സെലക്ട് ചെയ്യുവോ എന്നതാണ് വലിയ തലവേദന. കാണുന്നത് ജിങ്ങിനെയാണ്. വെക്കേഷൻ ഒക്കെ അതായത് അവരുടെ ചൈനീസ് ന്യൂ ഇയർ ആയിരുന്നല്ലോ, അപ്പൊ ആ അവധിയൊക്കെ ഫാമിലിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്ത ശേഷം നല്ല ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരിക്കുന്ന ജിങ്ങിന് സെങ്ലിയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ കാണാനായി അവരുടെ കഫേയുടെ അവിടേക്ക് ചെല്ലുന്നു. യുവിയുടെ കൂടെ നാട്ടിലേക്ക് ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോയി എന്നത് മാത്രമേ ജിങ്ങിന് അറിയൂ. അവിടെ യുവിക്കും സെങ്ലിക്കും ഇടയിൽ നടന്ന ആ സംഭാഷണവും ജിങ്ങിനെ സെങ്ലി പ്രണയിക്കുന്നു എന്നത് യുവി അറിഞ്ഞതും നല്ല ചെറുക്കനാണ് ജിങ്ങെന്ന് അവൻ പറഞ്ഞതും ഒന്നും തന്നെ ജിങ്ങിന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ആവുന്ന അവൻ അവിടെ നിന്ന് അവളെ ഫോൺ ചെയ്യുന്നുണ്ട്. അവളിപ്പോഴും സിംഗിൾ അല്ലേ, കമ്മിറ്റഡ് ആയില്ലല്ലോ അല്ലേ എന്ന രീതിയിൽ യുവി കൂടെയുള്ള ആ ഒരു പേടി കാരണം അവൻ അവളോട് ആ രീതിയിൽ സംസാരിക്കുമ്പോൾ ജിങ്ങിന് തന്നെ ഇഷ്ടമാണെന്നും തനിക്ക് ജിങ്ങിനെ ഇഷ്ടമാണെന്നും ഇപ്പൊ സെങ്ലിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവൾ പക്ഷെ അതിനെപ്പറ്റിയൊന്നും അവനോട് സംസാരിക്കുന്നില്ല. അവൾ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ ഒരു പക്ഷെ അവൾ യുവിയുമായി കമ്മിറ്റഡ് ആയി കാണും എന്ന് പേടിയാവുന്ന അവൻ കരയാണ്, കോളും കട്ട് ചെയ്യുന്നു. ഇവനിപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞേ, അവൻ എന്നെ ഇഷ്ടമാണ് ഓപ്പൺ ആയി പറഞ്ഞ പോലെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നുള്ള മട്ടിലായിരുന്നു അവൾക്ക് ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോ തോന്നിയതെങ്കിലും അവൻ തന്നെ വിളിച്ചല്ലോ എന്നോർക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അങ്ങനെ കുറച്ച് ആഴ്ചകളത്തെ ആ ഒരു ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് സെങ്ലി ജിങ്ങിനെ കാണാനായി പോകുന്നു. അപ്പോഴാണ് അറിയുന്നത് ആഫ്രിക്കയിലേക്ക് ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി ജിങ് പോകാനായി ഇരിക്കുകയാണെന്ന്. അവൾക്ക് അത് അറിയുമ്പോൾ ഭയങ്കരമായ ഷോക്കായിരുന്നു. കാരണം കുറെ നാള് പോയി കഴിഞ്ഞാൽ അവനെ കാണാനേ സാധിക്കില്ല. അവൾക്ക് അവനെ കാണാതിരിക്കുന്നത് താങ്ങാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായി അവൾ അപ്സെറ്റ് ആവുന്നു. ജിങ് ആകട്ടെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് സെങ്ലി കമ്മിറ്റഡ് ആയി കാണും എങ്കിൽ താൻ ഒരു ബുദ്ധിമുട്ടായി അവളുടെ മുന്നിൽ പോവരുത്, അല്ലെങ്കിൽ അവളെ കമ്മിറ്റഡ് ആയി മറ്റൊരാളുടെ കൂടെ തനിക്ക് കാണാൻ കഴിയില്ല എന്ന കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. എന്തായാലും ഈ ന്യൂസ് അറിഞ്ഞ സെങ്ലി വേഗം തന്നെ ജിങ്ങിനെ കാണാനായി പോകുന്നു. ഞാൻ ഈ കേട്ടത് ശരിയാണോ, ആഫ്രിക്കയിലേക്ക് പോവാണോ എന്ന് അവൾ തിരക്കുമ്പോ ഞാൻ പോവാ, പേടിക്കണ്ട, ഞാൻ ഇല്ലാത്തപ്പോ സെങ്ലിയുടെ പല്ലിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മറ്റൊരു ഡെന്റിസ്റ്റിനെ ഏർപ്പാടാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് അവൻ
പറയുമ്പോൾ അവൾക്ക് വല്ലാതെ വിഷമാവുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വെറും ഒരു പേഷ്യന്റ് മാത്രമാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല. അല്ല, എനിക്ക് നിന്നോട് പറയാനായിട്ടൊരു അവസരവും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ലാന്ന് ജിങ് പറയുന്ന സമയം പോവാതിരുന്നോടെ, ഡോക്ടർ പോയില്ലേലും അവിടെ പെട്ടെന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, വേറെ ഏതെങ്കിലും ഡോക്ടറിനെ പറഞ്ഞു വിട്ടാ പോരെ എന്നെല്ലാം സെങ്ലി തിരക്കുമ്പോ, ഇല്ല, ഈ പോവാ എന്ന തീരുമാനം ഞാൻ വോളണ്ടിയർ ആയി എടുത്തതാണ്, അതിൽ നിന്നും ഇനി മാറുന്നില്ലാന്ന് അവൻ പറയുമ്പോ അവൾക്ക് ഭയങ്കര സങ്കടം വരുന്നു. താൻ ഇത്രയും വൈകിയാണല്ലോ ഈ ഒരു ന്യൂസ് അറിഞ്ഞത്, മുന്നേ താൻ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ലാന്ന് സങ്കടമാവുന്ന അവൾ സൈക്കിൾ ഓടിക്കുന്നതിന്റെ ഇടയില് മായയെ ഫോൺ ചെയ്ത് അവൾ സംസാരിക്കുന്നുണ്ട്. ജിങ് ഇതുപോലെ പോകുന്ന കാര്യവും ജിങ്ങിന് താനും യുവിയും ഇഷ്ടത്തിലാണോ എന്ന് ഒരു ഡൗട്ട് കാണും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ അപ്സെറ്റ് ആയി പെരുമാറുന്നത്. പക്ഷെ എനിക്ക് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ഒരു അവസരം പോലും തരാതെയല്ലേ ഈ പോകാൻ നിൽക്കുന്നത്, ഇനി ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവൾ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഡെങ്ങിന്റെ കൂടെ ഒരു വോളണ്ടറി സർവീസിന്റെ ഭാഗമായി ഒരു ഓർഫനേജില് സെങ്ലിയും ജിങ്ങും പോയിരുന്നില്ലേ, അവിടെ വെച്ച് ഒരു പയ്യന് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് തന്റെ ചെലവിലും റിസ്കിലും സർജറി ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ജിങ്. ആ പയ്യനെ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് സെങ്ലി കാണുന്നത്. ഇവനെന്ത് ഇവിടെ എന്ന് ചിന്തിച്ചവൾ അവന്റെ പുറകെ പോകാൻ നോക്കുമ്പോ അവൻ സെങ്ലിയെ കണ്ടപാടെ എന്തോ ഒരു കള്ളമുള്ള കണക്ക് വേഗം ഓടി മറയാനായി നോക്കാണ്. സെങ്ലിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വേഗം ആ പയ്യന്റെ പുറകെ ഓടാൻ നോക്കുമ്പോഴേക്കും സെങ്ലി സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീണ് സാരമായി തന്നെ പരിക്കേൽക്കുന്നു. സെങ്ലിയുടെ താടിയൊക്കെ പൊട്ടി നന്നായി രക്തമൊഴുകുന്നുണ്ട്. ഇത് കണ്ട ആളുകൾ ഓടിക്കൂടുന്നു. സെങ്ലിയുടെ ഫോൺ എടുത്ത് അതിൽ കോൾ ലിസ്റ്റിൽ നിന്ന് ഒരു നമ്പറിലേക്ക് അവർ ഡയൽ ചെയ്യാണ്. അത് ഡോക്ടർ ജിങ്ങിന്റെ നമ്പർ ആയിരുന്നു. ഇതുപോലെ ഈ ഫോണിന്റെ ഓണറായ പെൺകുട്ടി ഒരു ആക്സിഡന്റിൽ പെട്ടു, വേഗം എത്തണമെന്ന് പറഞ്ഞ് സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് ജിങ് സെങ്ലിയെ കാണുമ്പോൾ ആകെ തകർന്നു പോവാണ്. കാരണം അത്രയേറെ അവൾക്ക് രക്തം പോകുന്നുണ്ട്. വേഗം തന്നെ അവള് കാറിലെടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിലേക്ക് ജിങ് ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും സെങ്ലി പതിയെ മയക്കത്തിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം വൂവിനെ ഫോൺ ചെയ്ത് ജിങ് ഇതുപോലെ സെങ്ലിക്ക് ആക്സിഡന്റ് പറ്റി, താടിയിലാണ് മുറിവുള്ളത്, സ്റ്റിച്ച് ഇടേണ്ടി വരും, അതിനുവേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനായി പറയുന്നു. അങ്ങനെ അവിടേക്ക് എത്തിക്കുകയും ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഉണരുന്ന സെങ്ലിയോട് സ്റ്റിച്ച് ഇടാൻ പോകുന്ന കാര്യം, സ്റ്റിച്ച് ഇടാൻ പോവാണെന്ന് വൂ പറയുന്നുണ്ട്. സെങ്ലിക്ക് നല്ല പേടിയാവുന്നു. സ്റ്റിച്ച് ഇടുന്നതിന് മുന്നേ അവിടെ ഒന്ന് മരവിപ്പിക്കാനായി ഇഞ്ചക്ഷൻ എടുക്കാനായി ജിങ് വരുമ്പോ സെങ്ലി വല്ലാതെ പേടിക്കുന്നത് കണ്ട് ജിങ്ങിന്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. മുന്നേ തന്നെ സെങ്ലിക്ക് അവൻ ഇതുപോലെ മരവിപ്പിനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അന്നെങ്ങും ഇതുപോലെ കൈ വരച്ചിട്ടില്ല. ഇന്ന് അവൻ അതിന് കഴിയുന്നില്ല. അവൾക്ക് വേദനിക്കുന്നത് അവനെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൂവിനെ കൊണ്ടാണ് ഇഞ്ചക്ഷൻ എടുപ്പിക്കുന്നത്. അങ്ങനെ പിന്നീട് സ്റ്റിച്ച് ഇടാനായി തുടങ്ങുമ്പോൾ സെങ്ലി വല്ലാതെ പേടിക്കുന്നത് കാണുന്ന ജിങ് അവളുടെ കൈ പിടിച്ച് കൂടെ ഉണ്ടെന്ന് സമാധാനിപ്പിക്കുകയാണ്. ഈ വേദന പങ്കിടാനായി ശരിക്കും കഴിയില്ലെങ്കിലും കൂടെ ഒരാളുണ്ട്, തനിക്ക് വേദനിക്കുമ്പോൾ ആൾക്കും വേദനിക്കുന്നു എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കൊരു ധൈര്യം തരും. ഇതിനു മുന്നേ ഇവർ പരിചയപ്പെട്ടതിന് ശേഷം ജിങ് എപ്പോഴൊക്കെ സെങ്ലിയുടെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞ ആ ഒരു കൈ കൊടുത്ത ആ ഒരു മൊമെന്റ്സ് എല്ലാം തന്നെ അവളുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അവൾ ഒന്ന് റിലാക്സ്ഡ് ആവുന്നു. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ പ്രത്യേകം ജിങ് പറയുന്നുണ്ട്, ഇനി മേലാൽ സൈക്കിൾ ചവിട്ടിയേക്കരുതെന്ന്. മറ്റേ ഓർഫനേജിലെ പയ്യനെ കണ്ട കാര്യം സെങ്ലിക്ക് പറയണമെന്നുണ്ടെങ്കിലും അവളോടിപ്പോ സ്ട്രെയിൻ ചെയ്യണ്ടെന്ന് മിണ്ടാതിരിക്കാനായി ജിങ് പറയാണ്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ആ ഓർഫനേജിൽ നിന്ന് ആ പയ്യൻ ചാടിപ്പോയ കാര്യം അറിയുന്ന അധികൃതർ ഡെങ്ങിനെ വിളിച്ചിരുന്നു. ഡെങ് അവിടെ വോളണ്ടറി സർവീസിന് എപ്പോഴും പോകാറുണ്ടല്ലോ. ഡെങ് പോകുമ്പോൾ ഇത്തവണ മായും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഡെങ് അദ്ദേഹത്തോട് ആ പയ്യന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ പയ്യന്റെ അച്ഛനും അമ്മയും മരിച്ചതാണ്, അവന് ആകെ ഒരു മുത്തശ്ശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശന്റെ ആരോഗ്യനിലയൊക്കെ വളരെ മോശമായ ഒരു അവസ്ഥയിലാണ്. അവനെ ഒരു രീതിയിലും നോക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. മിക്കവാറും അവൻ ആ മുത്തശ്ശനെ കാണാനായി നാട്ടിലേക്ക് പോയിരിക്കാൻ ചാൻസ് ഉണ്ടെന്നല്ല പറയുന്നവർ, അന്വേഷിക്കാനായി ആളെ വിട്ടിട്ടുണ്ട്, കിട്ടിയ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരുന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് മായയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നതും അവൾ അത് സംസാരിക്കാനായി പുറത്തേക്ക് ഇറങ്ങുന്നതും. അവിടെ ഒരാളപ്പോ തറ തുടയ്ക്കായിരുന്നു. മായ അത് ശ്രദ്ധിക്കാതെ ആ തുടച്ച ഭാഗത്തൂടെ തന്നെ ആ മോപ്പും തട്ടുന്ന രീതിയിൽ നടന്നു പോകുന്നു. ആദ്യം അയാളത് കാര്യമാക്കുന്നില്ലെങ്കിലും വീണ്ടും അതേ രീതിയിൽ നടന്നു വരുമ്പോ ആൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഹലോ മാഡം, എന്തേ കാണിക്കുന്നതെന്ന് അയാൾ ചോദിക്കുമ്പോ, എന്താ ഒന്നും മനസ്സിലായില്ലല്ലോ എന്ന് മായയും ചോദിക്കുന്നു. ഇവിടെ തുടയ്ക്കുന്ന കണ്ടില്ലേ, പിന്നെ തെക്ക് വടക്ക് നടന്നാൽ എങ്ങനെയാന്ന് അയാൾ തിരക്കുമ്പോ, അയ്യോ സോറി ഞാൻ കണ്ടില്ലാന്ന് മായി പറയുമ്പോ, സോറി ഒന്നും വേണ്ട, തന്നെ അഴുക്കാക്കിയത് ഒന്ന് തുടച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു അയാൾ ആ മോപ്പ് മായയുടെ കയ്യിൽ കൊടുക്കുന്നു. അവൾ അത് തുടച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അടുത്തുള്ള ടോയ്ലറ്റ് ഏരിയയിൽ നിന്ന് ഒരു കൊച്ചു കരയുന്ന ശബ്ദം കേൾക്കുന്നത്. പോയി നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അറിയാതെ ഡ്രസ്സിൽ യൂറിനായി ആ ഒരു കാര്യത്തിൽ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മായി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആ കൊച്ചിനെ കംഫോർട്ട് ചെയ്ത് അവളുടെ ഷർട്ട് ഊരി ആ കൊച്ചിനെ പുറപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് അയാൾ കാണുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് അയാൾ തിരക്കുമ്പോ, ഒന്നുമില്ലാന്ന് പറഞ്ഞ് മായി ഇങ്ങനെ ആ കൊച്ചുമായി പോകുമ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായിരുന്നു. മായി ഒരു അഹങ്കാരിയല്ല, മറിച്ച് ശരിക്കും കാണാതെ അങ്ങനെ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കുന്ന അയാൾ, ഞാൻ ഈ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് വന്ന് ബാക്കി തുടച്ചു തരാന്ന് മായി പറഞ്ഞത് കാര്യമാക്കാതെ അതെല്ലാം തുടച്ചു മാറ്റുന്നുണ്ട്. മായി അത് അറിയാതെ തുടയ്ക്കാനായിട്ട് വന്ന് നോക്കുമ്പോൾ അയാൾ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നു. മായ അവിടെ
നിന്ന് പോകാനേ ഒരുങ്ങുമ്പോഴേക്കും അയാൾ മായ്ക്കൊരു ഐസ്ക്രീം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ പിള്ളേർക്കുള്ള ഐസ്ക്രീം അല്ലേ, അങ്ങനെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്ത് പിള്ളേർ കഴിക്കാനായി കൊണ്ടുവരുന്ന ഈ ഐസ്ക്രീം നമ്മൾ കഴിക്കുന്ന മോശമല്ലേ എന്നല്ല മായ അയാളോട് പറയുമ്പോൾ ഇത് ഇവിടെ ഡൊണേറ്റ് ചെയ്തത് ഞാനാണ്, എന്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നതാ, ഒരു കുഴപ്പമില്ലാന്ന് അയാൾ പറയുമ്പോഴാണ് അയാൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഒന്നും അല്ല, മറിച്ച് ഇതുപോലെ വോളണ്ടറി സർവീസിന് ഇവിടെ വന്നിരുന്ന ഏതോ കാശ് ടീമാണെന്ന് മായ്ക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അയാളാകട്ടെ മായോട് സംസാരിച്ച് വീചാറ്റിൽ ആഡ് ചെയ്യാവുന്നൊക്കെ ചോദിച്ച് കുശലം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് ഡെങ് വരുന്നത്. മായ്ക്ക് അയാളെ വീചാറ്റിൽ ആഡ് ചെയ്യാനൊന്നും താല്പര്യമില്ല. ഇപ്പൊ കണ്ട ഒരാളെ എന്തിനും തനിക്കൊരു താല്പര്യം പോലും തോന്നാതെ വീചാറ്റിൽ ആഡ് ചെയ്യണം എന്ന രീതിയിൽ അവൾ ഇരിക്കുമ്പോഴേക്കും ഈ സംഭാഷണം കേട്ടുകൊണ്ട് ഡെങ് വരുന്നത് കാണുന്നു. അപ്പൊ പിന്നെ ഡെങ്ങിനെ ഒന്ന് അസൂയ പിടിപ്പിക്കാം, അവന് തന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവനിപ്പോ എങ്ങനെ റിയാക്ട് ചെയ്യും, കുശുമെടുക്കോ എന്നൊക്കെ അറിയാനായി അവൾ അയാളെ വീചാറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇഷ്ടപ്പെടാതെ ഡെങ് പോവാം സമയമായി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് മായി കൂടെ പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് കാറിൽ പൊക്കോണ്ടിരിക്കുമ്പോഴും മായി ആൾക്ക് വീചാറ്റിൽ മെസ്സേജ് അയക്കുന്നത് ശ്രദ്ധിക്കുന്ന ഡെങ്, നിനക്ക് ഇതുവരെ ഒരു പാഠം പഠിക്കാറായില്ലേ, ആരെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കാണോ വീചാറ്റിൽ ആഡ് ചെയ്ത് ചാറ്റ് ചെയ്യാനെന്നെല്ലാം അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്കെന്താ ഞാൻ ചാറ്റ് ചെയ്താലെന്ന് അവന് കുശുമുണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരാനായി അവൾ തിരക്കുമ്പോ, അല്ല നീ ചുമ്മാ ഓരോരുത്തന്മാരെ പ്രേമിക്കും, അവന്മാരെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോവും, അപ്പൊ പിന്നെ എന്റെ അടുത്ത് വന്നിരുന്നല്ലേ നീ മോങ്ങുന്നത്, അത് ഞാൻ വേണ്ട സഹിക്കാൻ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് അവൻ പറയുമ്പോ, ഓ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിന്നോട് ഇനി ഞാൻ വന്ന് പറയില്ല പോരെന്ന് ചോദിച്ചു അവൾ അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോഴേക്കും സെംഗ്ലിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ജിങ് തന്നെ നേരിട്ട് അവളുടെ താമസ സ്ഥലത്ത് എത്തിക്കുകയാണ്. നിനക്ക് നല്ല ക്ഷീണം കാണും, വേഗം പോയി കിടന്ന് ഉറങ്ങിക്കോളാനായി പറഞ്ഞു അവളെ അവൻ ഉറങ്ങാനായും പറഞ്ഞു വിടുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഉറക്കമുണരുന്ന സെംഗ്ലി വല്ലാതെ ദാഹിച്ച് വെള്ളം കുടിക്കാനായി ഫ്രിഡ്ജിന്റെ അവിടേക്ക് വന്ന് നിന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജിങ് ഉണ്ടായിരുന്നു. ജിങ്ങിനെ കണ്ടപാടെ സെംഗ്ലിയുടെ കിളി പോകുന്നു. കാരണം അവൾ ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അടിയിൽ പാന്റ് ഇല്ല. അത് നാണം കെട്ട് അവൾ വേഗം അകത്തേക്ക് ഓടിപ്പോകുന്നു. തന്നെ ഇവിടെ കിടത്തിയ ശേഷം ജിങ് പോയിട്ടുണ്ടാവും എന്നാണ് അവൾ കരുതിയത്. പക്ഷെ അവൻ ഇവിടെ ഇരുന്ന് ബുക്ക് വായിക്കായിരുന്നു എന്ന് കണ്ട് അവൾക്ക് ആകെ നാണക്കേട് വന്നു. അവൻ തന്നെ പറ്റി എന്ത് വിചാരിച്ചു കാണുന്നു പറഞ്ഞ് അവൾ അകത്തേക്ക് ഓടിപ്പോകുമ്പോൾ അവൻ എന്തായാലും അവളെ നല്ലവണ്ണം കണ്ടിരുന്നു. ബെഡിൽ വന്നിരുന്നവൾ വേഗം ഒരു ഷോർട്സ് എടുത്തിരുന്നു. ഞാൻ എപ്പോഴും ഈ പാന്റ് ഊരി കളഞ്ഞെന്ന് അവൾ ആലോചിക്കുമ്പോഴാണ് ഉറക്കത്തിന്റെ ഇടയിൽ വല്ലാതെ ചൂടെടുത്തപ്പോ അവളായിട്ട് തന്നെ ഊരി കളഞ്ഞത് ഇപ്പൊ ഓർമ്മയിലേക്ക് വരുന്നത്. എന്നാലും നാണം കെട്ടല്ലോ എന്ന് അവൾക്ക് ഭയങ്കര ടെൻഷൻ. ജിങ്ങിനാണെങ്കിൽ സെംഗ്ലിയെ അങ്ങനെ കണ്ട ശേഷം അവൻ വായിച്ചുകൊണ്ടിരുന്ന ബുക്കിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തായാലും വല്ലം കുക്കി അവൾക്ക് വിശക്കില്ലേന്ന് ഓർത്ത് അവൻ തന്റെ ശ്രദ്ധ തിരിക്കാനും ഒന്ന് കുക്കിങ്ങിന് കയറുന്നു. അപ്പോഴാണ് അടിയിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് സെംഗ്ലിയുടെ വരവ്. അയ്യോ പോയി കാണുന്നു ഞാൻ വിചാരിച്ചു, സോറി, ഞാൻ മാത്രമല്ല ഈ വീട്ടില് സാധാരണ ഉണ്ടാവുള്ളൂ, അപ്പൊ ആ ഓർമ്മയിൽ വന്ന് നിന്നതാണെന്ന് അവൾ പറയുമ്പോ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിനക്ക് ഫുഡ് വല്ലതും കുക്ക് ചെയ്യാൻ വേണ്ടിയാ ഇവിടെ ഇങ്ങനെ നിന്നതെന്ന് അവനും പറയുന്നു. തന്നെ എത്ര കെയർ ചെയ്താണ് ജിങ് നോക്കുന്നത് എന്നത് സെംഗ്ലിയെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. സെംഗ്ലിക്ക് ഒരു സൂപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, ശരി ഇത് കഴിച്ച് റെസ്റ്റ് എടുക്കുക, ഞാൻ ഹോസ്പിറ്റലിൽ പോട്ടെ എന്ന് പറഞ്ഞ് ജിങ് ഇറങ്ങാനായി തുടങ്ങുമ്പോ, പോവല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് സെംഗ്ലി പറയുന്നു. അത് കേട്ടവൻ എന്താണെന്ന് കേൾക്കാനായി അവിടെ നിൽക്കുമ്പോ, എന്നെയും യുവിയെയും പറ്റി എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം യുവിക്ക് ഞാൻ പണ്ടയച്ച ആ ലെറ്റർ വായിച്ചത് ജിങ് ആണെന്ന്, പക്ഷെ അന്നത്തെ പോലെയല്ല ഇന്ന്. അന്ന് സത്യത്തില് എനിക്ക് യുവിയെ ഭയങ്കര കാര്യമായിരുന്നു. എന്നോട് കാണിച്ച ആ ഒരു കെയറും എനിക്ക് നൽകിയ പ്രൊട്ടക്ഷനും ഒക്കെ തന്നെ അന്ന് എനിക്ക് വേറെ എവിടെ നിന്നും ആരും തന്നിട്ടില്ല. യുവി എനിക്ക് അതുകൊണ്ട് ഭയങ്കര കാര്യമായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് യുവിയോട് തോന്നുന്നത് പ്രണയമാണെന്ന് പോലും ഞാൻ ധരിച്ചിട്ടുണ്ട്. യുവി അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കരുത്, യുവി മാത്രമേ എന്റെ ലൈഫിൽ പാടുള്ളൂ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ കാലം മുന്നോട്ട് പോകെ യുവി പതിയെ എന്റെ ഓർമ്മയെന്ന് മാഞ്ഞു തുടങ്ങി. ഞങ്ങൾ കാണാറുണ്ടായിരുന്നില്ല, അങ്ങനെ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹൈസ്കൂൾ കഴിഞ്ഞ് പിന്നെ കോളേജിൽ വന്ന ശേഷം പ്രായത്തിനൊത്ത മാറ്റങ്ങൾ എന്നിൽ വന്നു. എന്റെ ചിന്താഗതിയും എന്റെ ഇഷ്ടങ്ങളും ഒക്കെ മാറി മറിഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായത് ശരിക്കും എനിക്ക് യുവിയോട് ഉണ്ടായിരുന്നത് അസ്ഥിക്ക് പിടിച്ച പ്രണയമൊന്നും ആയിരുന്നില്ല, അത് ജസ്റ്റ് ഒരു ക്രഷ് ആയിരുന്നു. ആ സമയത്ത് തോന്നിയ ഒരു ഇൻഫാക്ച്വേഷൻ. ഇത് ഞാൻ രാവിലെ പല്ലിന്റെ കാര്യത്തിന് കാണാൻ വന്നപ്പോഴേ പറയണമെന്ന് വിചാരിച്ച, പക്ഷെ ആഫ്രിക്കയിൽ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോ എന്റെ മൂഡാകെ മാറിപ്പോയി. പിന്നെ എനിക്കതൊന്നും പറയാൻ പറ്റിയില്ലാന്ന് സെംഗ്ലി പറയുന്നു. ഞാൻ ഈ കാര്യങ്ങളെ പറ്റി യുവിയോട് സംസാരിച്ചു. യുവിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ യുവിയെ പ്രണയിക്കുന്നില്ല എന്ന്. നമുക്ക് ലൈഫിൽ ചിലപ്പോൾ ഒരു അട്രാക്ഷൻ ഒക്കെ പല ആളുകളോടും തോന്നും എന്ന് പറഞ്ഞ് ആ ആളുകളോടൊക്കെ തന്നെ നമുക്ക് യഥാർത്ഥ പ്രണയമാണോ ഉള്ളതെന്ന് ചോദിച്ചാൽ അല്ല. അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് സെംഗ്ലി പറയുന്ന ആ സമയത്ത് അടുക്കളയിൽ സ്റ്റൗവിൽ സൂപ്പ് ഇങ്ങനെ തിളച്ചു മറിയുന്ന ശബ്ദം കേൾക്കാം. ജിങ് വേഗം അങ്ങോട്ട് ചെന്ന് സ്റ്റൗ ഓഫ് ചെയ്യുന്നു. ഞാനിത് ഓഫ് ചെയ്തു എന്നാ കരുതിയത്, സോറി ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണെന്ന് അവൻ പറയുമ്പോഴേക്കും അടുത്ത് സെംഗ്ലി നിൽപ്പുണ്ടല്ലോ അറിയാതെ അവളുടെ താടിയിൽ തന്നെ തട്ടുന്നുണ്ട്. അവൾ പെട്ടെന്ന് വേദന എടുത്ത് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവൻ ആ ബാൻഡേഡ് ഒക്കെ ഒന്ന് ശരിക്കും അവൾക്ക് വെച്ചു കൊടുക്കുന്നു. ആ സമയം രണ്ടുപേരും വളരെ അടുത്തിങ്ങനെ പരസ്പരം നോക്കി നിൽക്കല്ലേ. ആ ഒരു മൊമെന്റില് ജിങ് സെംഗ്ലിയോട്, ചൈനീസ് ന്യൂ ഇയറിന്റെ ആ ഒരു സമയം ഞാൻ നിന്നെ വിളിച്ചിട്ട് നിന്റെ ഹാർട്ട് ഇപ്പോഴും നിന്റെ അടുത്ത് തന്നെയാണോ എന്ന് ചോദിച്ചത് ഓർമ്മയുണ്ടോ? അന്ന് നീ എനിക്ക് അതിന് ഉത്തരം തന്നില്ല, ഞാനും സങ്കടത്തിൽ കോള് കട്ട് ചെയ്തു. പക്ഷെ ഇപ്പോ ഞാൻ പറയാ, ആ ഹാർട്ട് ഇനി നിന്റെ അടുത്തല്ല, അതിനി എനിക്കുള്ളതാണെന്നും പറഞ്ഞ് ജിങ് അവളെ കിസ് ചെയ്യുന്നു.
അങ്ങനെ സെങ്ലി ഈ ഒരു കാര്യം കൂട്ടുകാരികളോട് പറയുന്നുണ്ട്. മായ അത് കേട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോ പക്ഷെ വൂവിന് ടെൻഷനാണ്. ഈ ജിങ് എന്ത് പണിയാ കാണിച്ചത്? അവനൊരു ഡോക്ടർ അല്ലേ? മുറിവേറ്റിരിക്കുന്ന ഒരു പേഷ്യന്റിനാണോ കിസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അവൾ അങ്ങനെ പെട്ടെന്ന് ഡോക്ടർ എന്ന ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോ ഒരു കുഴപ്പമില്ല, എനിക്ക് വേദനിക്കാത്ത രീതിയിൽ പതിയാ കിസ് ചെയ്തെന്ന് ജിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് സെങ്ലിയും പറയുന്നു. പക്ഷെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല് എനിക്ക് മുന്നേ അനസ്തേഷ്യ തന്നില്ല സ്റ്റിച്ച് ഇടാൻ, അതുകൊണ്ട് ഈ കവിളിന്റെ ഇവിടെയും ചുണ്ടിന്റെ ഇവിടേക്ക് ഒരു മരവിപ്പ. അതുകൊണ്ട് തന്നെ കിസ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു പോലും ഇല്ല. അത് ഓർക്കുമ്പോഴാ സങ്കടം. അത് കേട്ട് കൂട്ടുകാരികൾ കളിയാക്കാണ്. ആട്ടെ പറ, ആ ഒരു കിസ് മാത്രമേ ഉള്ളോ? വേറെ എന്തെങ്കിലും റൊമാൻറ്റിക് ഡയലോഗ്, പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ലവ് കൺഫെഷൻ വല്ലോ ജിങ് നടത്തിയെന്നെല്ലാം കൂട്ടുകാർ തിരക്കുമ്പോ എന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി കോൾ വന്നു. അങ്ങനെ ഏതോ പേഷ്യന്റിനെ കാണാനായി പോയതാ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞിരുന്നേനെ എന്ന് സെങ്ലി പറയുമ്പോ കൂട്ടുകാരികൾക്ക് ടെൻഷൻ ആവുന്നു. അപ്പൊ അവൻ നേരിട്ട് നിന്റെ ഹാർട്ട് അവന് വേണമെന്നും പറഞ്ഞ് കിസ് ചെയ്തു അല്ലെ, അല്ലാതെ ഐ ലവ് യു എന്നൊന്നും പറഞ്ഞില്ല. അപ്പോ നിന്നെ പ്രപ്പോസ് ചെയ്യാതെ അല്ലെങ്കിൽ നിന്റെ അടുത്ത് അവന്റെ ഇഷ്ടം ഐ ലവ് യു എന്ന് തുറന്നു പറയാതെ അവൻ എന്ത് അധികാരത്തില്ല നിന്നെ കിസ് ചെയ്തത്? ഇത് ശരിയല്ല മോളെ, അവൻ നിന്നെ അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കിയതാ, ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് വൂവും മായും വെപ്രാളം പിടിപ്പിക്കുമ്പോ സെങ്ലിക്കും ടെൻഷൻ ആവുന്നു. ആണോ ജിങ് അപ്പൊ ചുമ്മാ പറഞ്ഞായിരിക്കും അങ്ങനെ തന്നോട് എന്ത് ഐ ലവ് യു പറയാതെ കിസ് ചെയ്തത്? അത് മോശമല്ലെന്നെല്ലാം അവളും ചിന്തിക്കുന്നു. ജിങ് അങ്ങട്ട് ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ അടുത്ത ദിവസം സെങ്ലിക്ക് വേണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ തയ്യാറാക്കി രാവിലെ തന്നെ അവളെ കാണാനായി പോകുന്നുണ്ട്. പക്ഷെ അവളുടെ വീടിന്റെ അവിടെ എത്തുമ്പോ തട്ടിയിട്ട് ഡോറ് തുറക്കുന്നില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ ഇല്ല, ഒരു വിവരമില്ല. രാവിലെ ഇവൾ എവിടെ പോയിന്ന് ഒരു പിടുത്തം ഇല്ലാതെ മായയും വൂവിനെയും ഒക്കെ ജിങ് വിളിക്കുന്നുണ്ടെങ്കിലും അവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. വേറെ വഴിയില്ലാതെ സെങ്ലിയെ പറ്റി അറിയാനായി ഡെങ്ങിനെ ജിങ് വിളിക്കുമ്പോ ആ 3 എണ്ണം എവിടെയും കള്ളു കുടിച്ച് പൂസായി കിടക്കായിരിക്കും എന്നിങ്ങനെ അവൻ പറയുമ്പോ ഈ രാവിലെ സമയത്തോ? ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അതിങ്ങനെ ശരിയാവും, അവളുടെ മുറിവൊന്നും ഉണങ്ങിയിട്ട് പോലും ഇല്ല, അതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു സെങ്ലിയെ പറ്റി ജിങ്ങിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ഞാൻ അവരെ പറ്റി വല്ല വിവരം കിട്ടുകയാണെങ്കിൽ പറയാമെന്നും പറഞ്ഞ് ഡെങ്ങു ആ കോള് കട്ട് ചെയ്യുന്നു. ഡെങ്ങി വിവരം നേരെ മായിക്ക് മെസ്സേജ് അയക്കുമ്പോൾ മായി കറക്റ്റ് ആയി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എവിടെയുള്ളത് എന്തെടുക്കാന്നൊന്നും അവനോട് പറഞ്ഞു കൊടുക്കണ്ട, ഞങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുകയാണെന്നായിരുന്നു മായി ഡെങ്ങിനോട് ജിങ്ങിന് മെസ്സേജ് അയക്കാത്ത കാര്യത്തെ പറ്റി പറയുന്നത്. ഇതേ സമയം മായി ഇപ്പോൾ വീചാറ്റില് ചാറ്റ് ചെയ്യുന്ന ആ ഒരു വോളണ്ടിയർ പയ്യനുണ്ടല്ലോ, ആളെ പറ്റി അറിയാനായിട്ടുള്ള ശ്രമത്തിലാണ് ഡെങ്. മായി ഇനി അയാളുമായിട്ട് റിലേഷനിലായി വീണ്ടും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടൊന്നുമല്ല, അവളോട് അവന് പ്രണയാണ്. അപ്പോ അവൾ വേറൊരാളെ ചാറ്റ് ചെയ്യുന്നത് കണ്ടു നിൽക്കാനുള്ള സഹനശക്തി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഡെങ് അതിന് എന്തൊക്കെ ചെയ്യും, എങ്ങനെ സെങ്ലിയെ ജിങ് കണ്ടുപിടിക്കുമ്പോ അവന്റെ ഒരു എക്സ് ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുകയാണ്. അവളെ വിളിച്ചിരുത്തി ചോദിക്കുന്നത് മുഴുവൻ ക്രിസിനെ പറ്റിയാണ്. ക്രിസ് മറ്റാരും അല്ല, മായി ആ ഓർഫനേജിൽ വെച്ച് വോളണ്ടറി സർവീസിന് വന്ന ഒരാളെ പരിചയപ്പെട്ടില്ലേ, ആളാണ്. ആ ക്രിസിനെ പറ്റി അന്വേഷിച്ചപ്പോ തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ചേട്ടന്റെ ഫ്രണ്ടാണെന്ന് മനസ്സിലായിട്ടാണ് അവനിപ്പോ ഇവളെ വിളിച്ചിരുത്തി അവന്റെ ജാതകം വരെ എടുപ്പിക്കാനായി നോക്കുന്നത്. ക്രിസിനെ പറ്റി നല്ല അഭിപ്രായമാണ് അവൻ കേൾക്കുന്നതും. യാതൊരുവിധ ദുസ്വഭാവങ്ങളും ഇല്ലാത്ത നല്ലൊരു പയ്യനാണ്. പക്ഷെ 35 വയസ്സോളം പ്രായമുണ്ടെന്നും പറയുന്നു. അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോ മായെങ്ങാനും ക്രിസുമായി സെറ്റ് ആകുമോ എന്ന് ഓർത്ത് ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സെങ്ലിയെ അന്വേഷിച്ച് കഫേയിലേക്ക് ജിങ് ചെല്ലുന്നുണ്ട്. പക്ഷെ അവിടെ ആ പാർട്ട് ടൈം ജോലിക്ക് വരുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ. സെങ്ലിയോ കൂട്ടുകാരികളോ കാണുന്നില്ല. അവർ 3 പേരും ഒന്നിച്ച് മിസ്സിംഗ് ആണ്. എങ്ങോട്ടേലും അടിച്ചു പൊളിക്കാൻ മാറി നിന്നതായിരിക്കാമെന്നാണ് അന്വേഷിച്ച് വന്ന ജിങ്ങിനോട് നമ്മുടെ ഈ സ്റ്റാഫായ ഡുവോ പറയുന്നത്. ശരിയെന്ന് പറഞ്ഞ് ജിങ് അവിടെ നിന്ന് തിരിച്ച് തന്റെ കാറിൽ വന്നിരുന്ന് ഫോൺ എടുത്ത് ആരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും, സെങ്ലിയുടെ കാര്യം അറിഞ്ഞാൽ ആരെ വിളിച്ചാലാണ് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുക എന്ന രീതിയിലൊക്കെ അവൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അന്നൊരു ഇവന്റിന് പോയ സമയം സെങ്ലിയുടെ ഒരു സഹപ്രവർത്തകന്റെ കൊച്ചിനെ ട്രീറ്റ് ചെയ്തിരുന്നല്ലോ, ആൾ പിന്നെ അതിനൊരു ട്രീറ്റിന് വേണ്ടി കൊണ്ടുപോയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആളിനോട് തിരക്കാമെന്ന് അവൻ ഓർക്കുന്നത്. വേഗം തന്നെ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ആളാകട്ടെ ജിങ്ങിനോട് ഭയങ്കര കാര്യമായി സംസാരിക്കുന്നു. അപ്പോഴാണ് ജിങ് സെങ്ലിയുടെ പേര് പറയുന്നത്. അത് കേട്ടപാടെ സെങ്ലിയോ അവർക്ക് എന്ത് പറ്റിയെന്ന് ഇയാൾക്ക് ആകെ ടെൻഷൻ ആവുന്നു. അപ്പോ അയാളുടെ കൂടെ ഇല്ല സെങ്ലി എന്നത് ജിങ്ങിന് ഇവിടെ കൺഫേം ആവുകയാണ്. അവനാകട്ടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് പറയുമ്പോഴേക്കും ആക്സിഡന്റ് എന്ന് അയാൾക്ക് ആകെ ടെൻഷൻ ആവുന്നു. പേടിക്കാനായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഇഞ്ചറി ഉണ്ട്, അതുകൊണ്ട് റെസ്റ്റ് ആവശ്യമാണ്. സെങ്ലിക്ക് കുറച്ച് ദിവസം സിക്ക് ലീവ് കൊടുക്കുമോ എന്ന് ജിങ് സെങ്ലിയുടെ ഈ ഒരു സഹപ്രവർത്തകനോട് തിരക്കുന്നു. കാരണം ആളാണ് ഈ ഒരു ലൈബ്രറിയിലെ HR കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെന്താ എത്ര ദിവസം എന്ന് വെച്ചാൽ റെസ്റ്റ് എടുത്തിട്ട് ഭേദമായിട്ട് ജോലിക്ക് വന്നാൽ മതിയെന്ന് അയാളും പറയുന്നു. അങ്ങനെ സെങ്ലി അവളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോയിരിക്കുന്നതല്ല എന്ന് ഇയാളെ വിളിച്ചതിലൂടെ ജിങ് കൺഫേം ചെയ്യുന്നുണ്ട്. എന്നാലും അവൾ എന്തായിരിക്കും ഈ ഒരു സമയത്ത് ഇങ്ങനെ മാറി നിൽക്കുന്നത്, എന്നോട് ഒരു വാക്ക് പോലും പറയാതെ? ഇനി ഞാൻ ഇന്നലെ അവളെ കിസ് ചെയ്തത് ഇഷ്ടപ്പെടാതെ എന്നെ അവോയ്ഡ് ചെയ്യാനായി മാറി നിൽക്കുന്നതായിരിക്കുമോ എന്നെല്ലാം അവൻ ചിന്തിക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെല്ലാം
ജിങ് ഇങ്ങനെ ആലോചിക്കുന്ന ഇതേ സമയം സെങ്ലിയും കൂട്ടുകാരികളെയുമാണ് നമ്മൾ കാണുന്നത്. സെങ്ലിയും മായും വൂവും മാത്രമല്ല ചെങ്ങും അവിടെ ഉണ്ട്. സെങ്ലിയുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഫോണില്ല. ഫ്രണ്ട്സ് അവളെ മുന്നേ വീട്ടിൽ സംസാരിച്ചിരുന്നു കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്ന സമയം അവൾ ഫോൺ ചാർജ് ഇട്ടിട്ട് ധൃതി പിടിച്ചിറങ്ങാൻ നേരം അത് എടുക്കാതെ ഇറങ്ങുന്നത് കൂട്ടുകാരികൾ കണ്ടിട്ട് മനഃപൂർവ്വം ഫോണിന്റെ കാര്യം അവളെ ഓർമ്മിപ്പിക്കാതെയാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. കാരണം ജിങ്ങിന്റെ കാര്യത്തില് സെങ്ലി ഇങ്ങനെ മാറി നിൽക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് അവൾ ഫോൺ വഴി അവനെ കോൺടാക്ട് ചെയ്യുന്ന മനസ്സിലായിട്ട് തന്നെ കൂട്ടുകാരികൾ ഒരു പരീക്ഷണം നടത്തിയതാണ്. ഇങ്ങനെ സെങ്ലി പാവം ഫോണും ഇല്ല ഒന്നും ഇല്ലാതെ ജിങ്ങിനെ കോൺടാക്ട് ചെയ്യാനും കഴിയാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം ചെങ്ങിന് നന്നായിട്ട് അറിയാം ജിങ് ഏത് അവസ്ഥയിലായിരിക്കും ഇപ്പൊ ഉണ്ടാവുകയെന്ന്. അതുകൊണ്ട് തന്നെ ഇവരുള്ള ലൊക്കേഷൻ ചെങ്ങ് നൈസായിട്ട് ജിങ്ങിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപാടെ ജിങ് വേഗം അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഇവർ കാണാതെ മാറിപ്പോയി കോൾ അറ്റൻഡ് ചെയ്യാനായി ഒരു സാഹചര്യം കിട്ടുന്നില്ല. അതിനൊരു ശ്രമം നടത്തുമ്പോ എവിടേക്ക് പോവാ, ജിങ്ങാണോ വിളിച്ചിരിക്കുന്നത് എന്നെല്ലാം മായി തിരക്കുന്നു. പാവല്ലേ ഡോക്ടർ, എത്ര ടെൻഷൻ അടിക്കുന്നുണ്ടാവും, നമ്മളിപ്പോ എവിടെ ഉള്ളതെന്ന് പറഞ്ഞു കൊടുത്തേക്കാവുന്നല്ല പറയുന്ന ജിങ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോ സെങ്ങിലിക്കും കോൾ അറ്റൻഡ് ചെയ്ത് എങ്ങനെയും ജിങ്ങിന് ഇവിടെ കൊണ്ടുവരണം എന്നതാണ് ഉള്ളത്. അവർക്ക് അവനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മായ ആകട്ടെ എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ ജിങ് ഇങ്ങനെ ചെയ്യും. സെങ്ങിലിയോട് അവൻ കാണിച്ച മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാതെ കിസ് ചെയ്തോ എന്നത് ഭയങ്കര ഒരു കുറ്റമായിട്ട് മായ അവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കോൾ ഓൺ ആക്കുന്നത് കൊണ്ട് തന്നെ മറുതലക്കിലുണ്ടായിരുന്ന ജിങ്ങിന് കേൾക്കാനും കഴിയുന്നുണ്ട്. ഇതേ സമയം ഡെങ്ങും ആ സ്ഥലത്തുണ്ട്. മായ ഇങ്ങനെ പറയുമ്പോ ഡെങ് ഉടനെ ചാടി എണ്ണീറ്റ് എന്റെ അനീതി അവൻ എന്താ ചെയ്തേന്ന് ചോദിച്ച് ആകെ വെപ്രാളം പിടിക്കാനായി തുടങ്ങുന്നു. ഈ കിസ് ചെയ്ത കാര്യമൊന്നും ഡെങ്ങിന് അറിയില്ലല്ലോ. സെങ്ലിക്ക് ഇതെല്ലാം കൂടി ആവുമ്പോ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. ഫോണിലുള്ള ജിങ് ഒന്നും വിചാരിക്കരുത് എന്ന് കരുതി അവൾ വേഗം ആ ഫോൺ ഇങ്ങ് വാങ്ങുന്നു. കാരണം കിസ് ചെയ്ത കാര്യം സെങ്ലി പറയാതെ വൂവും മായും അറിയാൻ ഒരു ചാൻസും ഇല്ലെന്ന് ജിങ്ങിന് ആലോചിച്ചാൽ മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. ഇങ്ങോട്ട് തിരക്കായതുകൊണ്ട് വരാൻ പറ്റില്ലേ? ഓ സാരമില്ല. റെസ്റ്റോറന്റ് അവിടുന്ന് ഫുഡ് വാങ്ങാനോ? ഓ ഓക്കെ ശരി ഞാൻ വരാം കേട്ടോ. ഞങ്ങളിപ്പോ ഉള്ള സ്ഥലത്തിന് അടുത്തുള്ള ആ ഒരു റെസ്റ്റോറന്റ് അല്ലേ? മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് സെങ്ലി ഇങ്ങനെ ജിങ്ങിനോട് അവൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയിൽ സംസാരിച്ച് കോള് കട്ടിയുമ്പോഴേക്കും ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഈ പറഞ്ഞ റെസ്റ്റോറന്റിന്റെ അവിടെ വാ, അവിടെ ഞാനും വരാം എന്നതാണ് സെങ്ലി പറയുന്നതെന്ന് ജിങ്ങിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അത്രയും പറഞ്ഞ ശേഷം വേഗം സെങ്ലി ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് ജിങ്ങിനെ കാണാനായി ആ സ്ഥലത്തേക്ക് പുറപ്പെടാനായി ഒരുങ്ങുമ്പോൾ ഡെങ് വിടുന്ന മട്ടില്ല. പറ അവൻ നിന്നെ എന്താ ചെയ്തെന്ന് ചോദിച്ച് ഡെങ് അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോ വൂ വേഗം ഡെങ്ങിനെ തടഞ്ഞു വെച്ചിട്ട് സെങ്ലി എസ്കേപ്പ് എന്ന് പറയുമ്പോഴേക്കും സെങ്ലിയുടെ പൊടി പോലും അവിടെ കാണാനില്ല. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഡെങ് അവന്റെ എക്സ് ഗേൾ ഫ്രണ്ടിനെ ഇന്ന് പോയി കണ്ടിരുന്നു എന്നറിയുന്ന മായി കുശുമ്പെടുത്ത് സംസാരിക്കുന്നുണ്ട്. അത് ഡെങ്ങിന് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു. ഇതേ സമയം തന്നെ ഡെങ്ങിന് ആ എക്സ് ഗേൾ ഫ്രണ്ട് ക്രിസിനെ പറ്റിയുള്ള ചില ഡീറ്റെയിൽസ് വോയിസ് മെസ്സേജ് അയക്കുമ്പോ അത് മായും കേൾക്കുന്നു. നീ എന്തിനാ ക്രിസിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നതെന്ന് തന്നോടുള്ള ഇഷ്ടം കാരണം ഡെങ് കുശുമ്പെടുത്ത് അതിന്റെ പിറകെ പോകുന്നതാണെന്ന് മായ്ക്കും മനസ്സിലാവുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും സെങ്ലി ആകട്ടെ ജിങ്ങിനെ കാണാനായി പറഞ്ഞ സ്ഥലത്ത് പോയി നിൽപ്പുണ്ട്. പക്ഷെ കുറെ നേരമായിട്ടും ജിങ്ങിനെ കാണുന്നില്ല. അവളുടെ കയ്യിലാണെങ്കിൽ വിളിച്ചു നോക്കാൻ മൊബൈലും ഇല്ല. ഈ സമയത്താണ് അടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണും ചെക്കനും സംസാരിക്കുന്നത് സെങ്ലി ശ്രദ്ധിക്കുന്നത്. ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക, നീ എന്ത് ഇത്രയും ലേറ്റ് ആയെന്നെല്ലാം അവൾ തിരക്കുമ്പോ നീ ഈ റെസ്റ്റോറന്റ് എന്നല്ലേ പറഞ്ഞേ? ഇതേ റെസ്റ്റോറന്റിന് അപ്പുറം മാറി ഒരു ബ്രാഞ്ച് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞ അവിടെയാ പോയത് ആദ്യം, പിന്നെയല്ലേ ഇതായിരിക്കും മനസ്സിലായി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ പറയുമ്പോഴാണ് അപ്പോ അങ്ങനെ ജിങ് അവിടെ പോയി നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്നത് സെങ്ലിക്ക് മനസ്സിലാവുന്നത്. ഏതാണ്ട് ഇതേ കണക്കൊരു സിറ്റുവേഷൻ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ആസ് ബ്യൂട്ടിഫുൾ ആസ് യു ഡ്രാമയുടെ എപ്പിസോഡിലും ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കാം. നല്ല ഡ്രാമയാണത്. എന്തായാലും അങ്ങോട്ടേക്ക് സെങ്ലി ഇങ്ങനെ ഓടാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് വണ്ടിയിൽ വരികയായിരുന്ന ജിങ് സെങ്ലിയെ കാണുന്നു. പക്ഷെ നല്ല ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് കേൾക്കുന്നില്ലെന്ന് മനസ്സിലാവുമ്പോൾ അവൻ കാറ് സൈഡ് ഒതുക്കി അവളുള്ള സ്ഥലത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. ഒരുവിധം രണ്ടുപേരും അങ്ങനെ കാണുന്നുണ്ട്. നമുക്ക് ആ ബ്രിഡ്ജിന്റെ അവിടേക്ക് പോകാന്ന് ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്ന സെങ്ലി കൈ കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന ജിങ്ങും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടുന്ന സമയം ഓടിക്കതച്ച് വന്നതുകൊണ്ട് തന്നെ സെങ്ലിക്കൊന്നും പറയാനും പറ്റുന്നില്ല. അവൾക്ക് അത് മാറുന്നത് വരെ പറയാനായിട്ട് വെയിറ്റ് ചെയ്യാനും പറ്റുന്നില്ല എന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവുന്നു. പക്ഷെ അവൾ എന്താണ് പറയാൻ വരുന്നത് എന്നൊന്നും കാക്കാൻ നിൽക്കാതെ ജിങ് വേഗം തന്നെ സെങ്ലിയെ കിസ് ചെയ്യുന്നു. നല്ല ടൈറ്റായി നല്ലൊരു കിസ് അവൾക്ക് കൊടുക്കാണ്. കാരണം രാവിലെ മുതൽ അവളെ കാണാതെ അലഞ്ഞു നടന്ന് അവൻ ആകെപ്പാടെ വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അവളാകട്ടെ ഇവൻ ഇത്രയും ഇമോഷണലായി ഇപ്പൊ തന്നോട് ഇങ്ങനെ പെരുമാറുന്നതിൽ അന്തം വിട്ടിരിക്കുകയാണ്. എനിക്കിത് പറ്റില്ല, നിന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇനിയെങ്കിലും ഫോൺ ഇതുപോലെ മിസ്സാക്കി എവിടെയും പോവരുത്. എവിടെയാ എന്താ എന്നറിയാതെ ഞാൻ എന്തോരം അലഞ്ഞു നടന്നു. എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. ഇനി ഒരു വട്ടം കൂടി എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നല്ല അവൻ അവന്റെ കൺസേൺ പറയുമ്പോൾ അതിൽ അവൻ അവളെ എത്രത്തോളം സീരിയസ് ആയി ഇഷ്ടപ്പെടുന്നു എന്നത് വ്യക്തമായിരുന്നു. കൂടാതെ സെങ്ലിക്ക് ഒരു ഗിഫ്റ്റും ജിങ് നൽകുന്നുണ്ട്. അത് ഒരു പഴയ മോഡൽ ഫോണാണ്. സെങ്ലിയുടെ വായിൽ കമ്പി ഇടുന്ന സമയത്ത് ജിങ് അവൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തത് നമ്മൾ കണ്ടിരുന്നല്ലോ. ആ കഥയില് ഇതുപോലെ പ്രണയം പറയുന്നത് ഒരു പഴയ മോഡൽ സെൽഫോണിൽ ടൈപ്പ് ചെയ്തിരുന്ന മെസ്സേജുകളിലൂടെയാണ്. അതേ കണക്കൊന്നാണ് ജിങ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ആ കഥ കേട്ട അന്ന് മുതൽ ഈ പഴയ മോഡൽ സെൽഫോൺ താൻ കണ്ടിട്ടില്ലല്ലോ എന്ന് സെങ്ലി അന്വേഷിച്ച് നടന്നതും ജിങ്ങിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലിപ്പോ അവൻ അവൾക്കായി മെസ്സേജസ് കാത്തുവെച്ചിരിക്കുന്നു. അതൊന്ന് നോക്കിയെന്ന് അവൻ പറയുന്ന ടീം
എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്നും ഇഷ്ടമാണ്, എപ്പോഴും ഇഷ്ടമാണ്, അങ്ങനെ തന്നെ ആയിരിക്കും എന്നല്ല അവൻ അവൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ട് അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. അത് വായിച്ച് അവൾ ഭയങ്കര ഇമോഷണൽ ആവുമ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്ത് അങ്ങനെ അവരിവിടെ ഒഫീഷ്യലി പ്രണയിക്കാനായി ആരംഭിച്ചിരിക്കുന്നു. ഈ സമയത്തെല്ലാം തന്നെ സെങ്ലി അവൾ യുവിക്ക് അയച്ച ആ ഒരു കത്ത് പണ്ട് ജിങ്ങിന്റെ കയ്യിൽ കിട്ടിയതും ഇവർ തമ്മിൽ പരസ്പരം അറിയാതെ കാണാതെ പോലും അവർ ആ കത്ത് മൂലം അന്നൊരു ഫോൺ കോളിലൂടെ സംസാരിച്ചതും പിന്നെ വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെ കണ്ടുമുട്ടിയതും ആദ്യം ഇഷ്ടമല്ലാതിരുന്നതും പിന്നെ പ്രണയത്തിലായതും എല്ലാം ഇങ്ങനെ ആലോചിച്ച് മനസ്സിൽ ഭയങ്കരമായി സന്തോഷവും സങ്കടവും ഒക്കെ വന്നവൾക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആയിരുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും മായ ആകട്ടെ ഞാൻ പോവാണെന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ കൊണ്ടുവിടാന്ന് ഡെങ് പറയുന്നുണ്ട്. വേണ്ട എന്റെ കയ്യിൽ കാറുണ്ടല്ലോ, ഞാൻ അതിൽ പൊക്കാളെന്ന് പറഞ്ഞ് അവൾ അവനെ അവോയ്ഡ് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ അവൻ വിടുന്നില്ല. ഇല്ല ഞാൻ കൊണ്ടുവിടാം, നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ പിറകെ നടക്കുമ്പോൾ അല്ല എന്താ ഉദ്ദേശം, ഇത്രയും കൺസേൺ എന്താ എന്റെ കാര്യത്തില്, എന്താ വീണ്ടും എന്നോട് വല്ല പ്രേമോ ആയോ മാഷിയെന്ന് അവൾ തിരക്കുമ്പോഴേക്കും അവൻ ഓടിച്ചെന്ന് അവളെ എടുത്തൊന്ന് കറക്കാണ്. അതിൽ തന്നെ അവൾ ചോദിച്ചതിനുള്ള ഉത്തരവും അവൻ നൽകിയിട്ടുണ്ട്. അതെ, വീണ്ടും അവൻ അവളെ പ്രണയിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അവളോട് തുറന്നു പറഞ്ഞ് മായും അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതേ സമയം വൂവിന് ചെങ്ങിനും ഇടയിൽ ചെറിയൊരു കോൺവെർസേഷൻ നടക്കുകയാണ്, കുറച്ച് സീരിയസ് ആയ കോൺവെർസേഷൻ. അതിന് കാരണം ഇവര് മുന്നേ ഉണ്ടായിരുന്നത് ഒരു കരോക്കെ ബാറിലായിരുന്നു. അവിടെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് നിന്റെ എക്സ് ബോയ് ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന പാട്ടല്ലേന്ന് ഓർക്കാപ്പുറത്ത് ഡെങ് വൂവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വൂവിന് തനിക്കറിയാത്ത ഏതോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് അത് കേട്ട് മനസ്സിലാക്കുന്ന ചെങ്ങിപ്പോ വൂവിനോട് അതിനെപ്പറ്റി തിരക്കാണ്. നീ ഇപ്പൊ കാണുന്ന ഈ ഒരു ആളെ ആയിരുന്നില്ല ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായി പരിചയപ്പെട്ട ആ പയ്യന് പക്ഷെ എന്റെ വീട്ടില് ഈ റിലേഷൻഷിപ്പിനെ പറ്റി അറിഞ്ഞപ്പോ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ പതിവായി എന്നെ കാണാനായി എന്റെ കോളേജിലേക്ക് വരികയും ഞങ്ങൾ കറങ്ങി നടക്കുകയും അങ്ങനെ വളരെ രസകരമായി മുന്നോട്ട് പോവുകയായിരുന്നു. വീട്ടില് ഈ റിലേഷൻഷിപ്പ് ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവനുമായി ഒളിച്ചോടി. എന്റെ കോളേജ് പഠനമൊക്കെ പോട്ടെ പുല്ലെന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോയതെന്നെല്ലാം അവൾ ഇങ്ങനെ പറയുമ്പോ വൂന് ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അവൾ ഇങ്ങനൊക്കെ ചെയ്തിരുന്നു എന്ന് ചെങ്ങിന് പോലും അത്ഭുതം. കാരണം ഇപ്പോൾ അവൻ കാണുന്ന വൂ അങ്ങനെ ഈ പറയുന്ന കണക്ക് ഒരു സ്വഭാവമുള്ള ആളേ അല്ല. അവൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോ ബാക്കി അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയ സമയത്താണ് എന്റെ ചേട്ടൻ ഒരു ആക്സിഡന്റിൽ മരിക്കുന്നത്. എനിക്ക് എന്റെ ചേട്ടനായിരുന്നു എല്ലാം. അവനെ ജീവനോട് അവസാന നിമിഷം ഒന്ന് കാണാൻ പോലും എനിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്റെ ദാർഷ്യം പിടിച്ച സ്വഭാവം കാരണം തന്നെ എനിക്കങ്ങനെ ലൈഫിൽ വലിയൊരു നഷ്ടവും ഉണ്ടായി. ഇങ്ങനെ ചേട്ടന്റെ ഫ്യൂണറലിന് പിന്നെ ഞാൻ മടങ്ങിയെത്തി. അതോടുകൂടി ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ഈ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന്. നമ്മളെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ വീട്ടുകാരുടെ മുന്നിൽ അവര് പറഞ്ഞ വാക്ക് കേൾക്കാതെ അങ്ങനെ പോയി ലൈഫ് കോഞ്ഞാട്ടി ആവുമെന്ന് തോന്നിയപ്പോ ഞാൻ എന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. ഞാൻ ഓടിപ്പോയ ആ പയ്യനും അത്ര നല്ല ഒരാളല്ലായിരുന്നു എന്ന് മനസ്സിലായിട്ടാണ് എന്റെ അച്ഛനും അമ്മയും വിലക്കിയതെന്ന് തെളിവ് സഹിതം എനിക്ക് മനസ്സിലായപ്പോ ഞാൻ പിന്നെ ആ ലൈഫിലേക്ക് മടങ്ങി പോയിട്ടില്ല. പാതി വഴിയിലോ ഉപേക്ഷിച്ച് എന്റെ പഠനമൊക്കെ ഞാൻ പിന്നെ കുറെ കഷ്ടപ്പെട്ടാണ് റീസ്റ്റാർട്ട് ചെയ്തെടുത്തത്. അന്ന് ഞാൻ തീരുമാനിച്ചു തെറ്റായ രീതിയിലേക്കൊന്നും എന്റെ ചിന്തയോ മനസ്സോ പോവാതെ വയസ്സായിരിക്കുന്ന എന്റെ അച്ഛനെയും അമ്മയും നോക്കാൻ ഞാനേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന്. അങ്ങനെ ഞാനിപ്പോ ഈ ഞാനായെന്ന് വൂ പറയുമ്പോഴേക്കും ചെങ്ങിതൊക്കെ കേട്ട് കിളി പോയിരിക്കുകയാണ്. നിനക്ക് എന്നെ പറ്റി ഇപ്പോ മോശമായ ഒരു ഇംപ്രഷൻ വരുന്നുണ്ടോ, ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോന്നെല്ലാം വൂ തിരക്കുമ്പോ ഒരിക്കലുമില്ല. തെറ്റ് പറ്റുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷെ ആ പറ്റിയ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ കാണിക്കുന്ന മനസ്സാണ് ഏറ്റവും വലുത്. തെറ്റ് മനസ്സിലായപ്പോ അത് തിരുത്തി മുന്നോട്ട് പോയില്ലേ, വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ചില്ലേ, പഠനം പൂർത്തീകരിച്ച് നല്ലൊരു ഡോക്ടറായി മാറിയില്ലേ, അത് തന്നെ വലിയ കാര്യമാണെന്ന് ചെങ് അവളെ പ്രശംസിക്കുന്നു. വൂവിന്റെ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് അവിടെ ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് ചെന്ന് ചെങ് വൂവുമായി ഡാൻസ് കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് ഹാപ്പി ആയാണ് സമയം ചെലവഴിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ സെങ്ലിയെ കാണാനായി കൊളിക അവളുടെ താമസ സ്ഥലത്ത് എത്തുന്നുണ്ട്. സെങ്ലിയുടെ മുറിവ് കാണുന്ന കൊളിക അയ്യോ ഇത് വലിയ പാടായിട്ട് കിടക്കുമോ എന്നൊക്കെ തിരക്കുമ്പോ ഇല്ല വൂ ശ്രദ്ധിച്ചാ സ്റ്റിച്ചിട്ടത്, അവള് ചെറിയ എന്തോ ഇത് വെച്ചാ സ്റ്റിച്ചിട്ടത്, അതുകൊണ്ട് അങ്ങനെ പാട് വരില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് സെങ്ലി പറയുമ്പോ അല്ല എനിക്ക് മുറിവ് പറ്റിയെന്ന് നീ ഇങ്ങനെ അറിഞ്ഞിരുന്നു എന്ന് സെങ്ലി തിരക്കുന്ന സമയത്ത് ജിങ് ഫോൺ ചെയ്തിരുന്നു നിനക്ക് ലീവ് വേണമെന്നും പറഞ്ഞു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് HR-ന്റെ അടുത്താ വിളിച്ചത്, പുള്ളി വഴി അറിഞ്ഞതാണെന്ന് പറയുന്ന കൊളിക അല്ല ജിങ് എന്തിനാ നിന്റെ ലീവിന്റെ കാര്യം ചോദിച്ചു വിളിച്ചത് എന്നെന്താ ഞങ്ങൾ അറിയാതെ വല്ലതും സംഭവിച്ചെന്നല്ല കൊളിക കളിയാക്കുമ്പോ സെങ്ലി ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ജിങ് തനിക്ക് വേണ്ടി ലീവ് ചോദിച്ചു വിളിച്ചിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ അവര് സംസാരിച്ചിരിക്കുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം. ചെന്ന് നോക്കുമ്പോ ജിങ് ആണ്. അങ്ങനെ അവിടെ എത്തി ജിങ് സെങ്ലിയോട് സംസാരിക്കുന്നതും അവളെ വളരെ കെയറോടുകൂടി നോക്കുന്നതും ഒക്കെ കാണുമ്പോഴും അവൾക്ക് വേണ്ടി കുക്ക് ചെയ്യാനും കിച്ചണിലേക്ക് കയറുന്നത് കാണുമ്പോഴും കൺഫേം ആകുന്നുണ്ട് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായി. അത് രണ്ടുപേരും തുറന്നു പറഞ്ഞങ്ങനെ മുന്നോട്ട് പോവുകയാണ് എന്നത്. സെങ്ലിയെ കൺഗ്രാചുലേറ്റ് ചെയ്തിട്ടും ആ കൊളീഗിനും മതിയാവുന്നില്ല. ആ സമയത്താണ് ഒരു അരമണിക്കൂർ ഈ ഫുഡ് ആവും കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ജിങ് കൊളീഗിനോട് വന്ന് പറയുന്നത്. ഇല്ല എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാകുമ്പോൾ സെങ്ലിയും ജിങ്ങിന്റെ കൂടെ കുക്കിങ്ങിന് കയറുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാനായി ഇരിക്കുമ്പോൾ
ജിങ് അവൾക്ക് ഫുഡ് കോരിയൊക്കെ കൊടുക്കുന്നു. കൂടാതെ ആ സമയത്ത് എന്തിനാ തനിക്ക് വേണ്ടി ലീവ് ചോദിച്ച് HR-നെ വിളിച്ചതെന്ന് സെങ്ലി തിരക്കുമ്പോ അതൊരു വലിയ കഥയാ. ഞാൻ നിനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ദേ വീട്ടിലേക്ക് വന്നു. അപ്പൊ നീ ഇവിടെ ഇല്ല, നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല, മായയും വൂവിനെയും കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഇല്ല. പിന്നെ ഞാൻ സഹിയിട്ട് ഡെങ്ങിനെ വിളിച്ചു, അവനും നീ എവിടെയാ ഉള്ളതെന്ന് അറിയില്ല. ഞാൻ പിന്നെ കഫേയിലേക്ക് ചെന്ന് അന്വേഷിച്ചു, ലൈബ്രറിയിൽ അന്വേഷിച്ചു, അങ്ങനെ എവിടെയും തന്നെ നിന്നെ പറ്റി ഒരു വിവരം ഇല്ലാണ്ടായപ്പോ പിന്നെ എന്റെ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് ആരെ വിളിച്ചാലും നിന്നെ പറ്റി എന്തെങ്കിലും ഒരു വിവരം ലഭിക്കും. നിനക്കും എനിക്ക് മ്യൂച്വൽ ആയിട്ട് ആരാണ് എന്റെ കോൺടാക്റ്റിൽ ഉള്ളതെന്നൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് ആ HR-ന്റെ നമ്പർ എന്റെ ഫോണിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചത്. വേഗം പുള്ളിയെ വിളിച്ചപ്പോ പുള്ളിക്ക് നീ എവിടെയാണുള്ളതെന്ന് അറിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ നീ ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കാതെ ലീവ് ഒന്നും എടുക്കാതെ ഇങ്ങനെ നടക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ലീവിന്റെ കാര്യം സംസാരിച്ചു വെച്ചതെന്ന് ജിങ് പറയുമ്പോൾ തന്നെ കുറച്ചു നേരത്തേക്ക് കാണാതായപ്പോ ജിങ് എത്രത്തോളം ടെൻഷനായി സങ്കടപ്പെട്ടു, അവൻ എവിടെയൊക്കെ തന്നെ പറ്റി അന്വേഷിക്കാൻ പറ്റുമോ അത്രയും അലഞ്ഞു നടന്നു എന്ന കാര്യങ്ങള് സെങ്ലിക്ക് മനസ്സിലാവുമ്പോ താൻ വളരെ ലക്കിയാണ് ഇവനെ പോലെ വളരെ കെയറിംഗ് ആയ ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടാനെന്ന് അവൾ ഓർക്കുന്നുണ്ട്. അവൾക്ക് ആ സന്തോഷം കണ്ണുനീരായി വരുമ്പോ അത് അവനാണ് തുടച്ചു കൊടുത്ത് അവളെ ചീർ ചെയ്യുന്നത്. അതെ, എന്നെ ഇനി ജിങ് എന്നൊന്നും വിളിക്കണ്ട എന്നിങ്ങനെ പെട്ടെന്ന് അവൻ പറയുമ്പോ അപ്പൊ പിന്നെ എന്ത് വിളിക്കണമെന്ന് അവൾ തിരക്കുന്നുണ്ട്. എന്റെ അമ്മ അച്ഛനെ എന്താ വിളിക്കാന്ന് അവൻ തിരക്കുന്ന സമയം അവൻ അറിയില്ലല്ലോ അവന്റെ അമ്മ എന്തായിരുന്നു അവന്റെ അച്ഛനെ വിളിച്ചിരുന്നതെന്ന്. കാരണം അവന് രണ്ടുപേരെയും നഷ്ടപ്പെട്ടിരുന്നു നന്നേ ചെറുപ്പത്തിൽ തന്നെ. ജനിക്കുന്നതിന് മുന്നേ അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു. അമ്മ എന്റെ ബയോളജിക്കൽ ഫാദറിനെ എന്ത് വിളിക്കുന്നതാണോ ഈ തിരക്കുന്നതെന്ന് അമ്മയ്ക്ക് വേറെയും റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്ന ആ ഒരു കാര്യം കൊണ്ട് സെങ്ലി തിരക്കുമ്പോ അതേ എന്ന് അവൻ പറയുന്നുണ്ട്. അത് പിന്നെ കൂടുതൽ സമയം എന്റെ ഓർമ്മയില് അമ്മ അച്ഛനെ തെണ്ടി എന്നാ വിളിച്ചിരുന്നതെന്ന് അവൾ പറയുമ്പോ അവനൊന്ന് അന്തം വിട്ടു പോകുന്നുണ്ട്. അത് പിന്നെ അറിയാലോ എന്റെ അച്ഛനും അമ്മയും തമ്മിൽ അത്രയും നല്ല ടേംസ് ആയിരുന്നെന്ന്. അച്ഛന്റെ സ്വഭാവം അതുകൊണ്ട് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ വിളിച്ചിരുന്നത്. ഒട്ടും ഉത്തരവാദിത്വം ഇല്ലാതെ വീടൊന്നും നോക്കാതെ ചുമ്മാ കൂത്താടി നടക്കുന്ന അച്ഛനെ പിന്നെ അമ്മ എന്ത് വിളിക്കാനാണെന്ന് അവൾ ചോദിക്കുന്നു. അപ്പൊ പിന്നെ ഞാനും അതേ കണക്ക് വിളിക്കട്ടെ ജിങ്ങിനെ, അതല്ലേ എന്നോട് ഇപ്പൊ പറഞ്ഞെന്ന് പറഞ്ഞ് അവൾ കുറച്ച് ശബ്ദമൊക്കെ ഒന്ന് കനപ്പിച്ചിട്ട് അവനെ തെണ്ടിയെന്ന് പച്ചയ്ക്ക് മുഖത്ത് നോക്കി വിളിക്കുമ്പോ അത് കേട്ട് അവന് ദേഷ്യമല്ല വരുന്നത്, മറിച്ച് ഒരുമാതിരി നാണാണ് വരുന്നത്. വേണ്ട വേണ്ട അങ്ങനെയൊന്നും വിളിക്കണ്ട, എന്നെ ജിങ്ങെന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് ഉടനെ അവൻ തിരുത്തുന്നു. അങ്ങനെ ഇവരിവിടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും വൂവും ചെങ്ങും കൂടി ഒരു ഷോപ്പിൽ പോയിരുന്നു. ആ ഷോപ്പിലാവട്ടെ കുറെ നാള് മുന്നേ ഗെയിം കളിയുടെ ഭാഗമായിട്ട് വൂ പരിചയപ്പെട്ട ഒരു പയ്യനുണ്ടായിരുന്നു. അവന് പക്ഷെ കണ്ടിട്ട് വൂവിന് മനസ്സിലായില്ലെങ്കിലും അവന് മനസ്സിലാവുന്നുണ്ട്. എടാ നീ അന്ന് തീരെ കുഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ നീ അങ്ങ് വളർന്നു പോയല്ലോ എന്നല്ല വൂ അവനോട് സംസാരിക്കുമ്പോ. എനിക്കിപ്പോ 20 വയസ്സായില്ലേ, പിന്നെ വളരാതിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നവൻ അല്ല ഇതാരാ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചെങ്ങനെ നോക്കി ചോദിക്കുമ്പോ ചെങ്ങന്റെ കൈ അത്രയും നേരം പിടിച്ചിരുന്ന വൂ പെട്ടെന്ന് അത് വിടുന്നു. ഉടനെ ചെങ്ങിന് കാര്യം മനസ്സിലാവുന്നു. അവൻ വേഗം പിണങ്ങി പോകുമ്പോ വൂവും പുറകെ പോവാണ്. അവൾ സമാധാനിപ്പിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് അറിയാവുന്ന ആരെങ്കിലും കണ്ട റിലേഷൻഷിപ്പിന്റെ കാര്യം വീട്ടിൽ പറയുമെന്ന് പേടിച്ച് കൈവിടില്ല, അത്രേ ഉള്ളൂ, നീ ഇത് കാര്യമാക്കണ്ടെന്ന് അവൾ പറയുമ്പോ അതൊന്നും അല്ല, ഞാൻ ചെറിയ പയ്യനാണെന്ന് പറഞ്ഞു വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടല്ല ഇങ്ങനെ കൈവിട്ടതെന്നെല്ലാം അവൻ പറയുമ്പോ അല്ല നമ്മുടെ കാര്യം വീട്ടിൽ പറയുമെന്ന് പേടിച്ചിട്ടാ, ഞാനായിട്ട് പറയാതെ വീട്ടിൽ ഇപ്പോ വേറെ ആരെങ്കിലും വഴി അറിയുന്നത് എനിക്ക് താല്പര്യമില്ല എന്നെല്ലാം വൂ പറയുമ്പോ എങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് പറയാമെന്ന് ചെങ്ങ് പറയുന്നുണ്ടെങ്കിലും ആദ്യം അവളെ സമ്മതിക്കുന്നില്ല. പക്ഷെ ഒരുപാട് ചെങ്ങ് നിർബന്ധിക്കുമ്പോ ശരി അടുത്ത ആഴ്ച തന്നെ വീട്ടിൽ വന്ന് നമ്മുടെ കാര്യം പറയാനായി പറഞ്ഞു. വൂ അങ്ങ് എഴുന്നേറ്റ് പോകുമ്പോ ചെങ്ങ് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. രാവിലെ ജോഗിങ്ങിന് ഒന്നിച്ച് പോയിരിക്കുന്ന യുവിയെയും ജിങ്ങിനെയുമാണ്. അവരെങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയം ജിങ്ങിന് തന്റെയും സെങ്ലിയുടെയും കാര്യം യുവിയോട് പറയണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ അവനോട് പറയുമെന്ന് അറിയില്ല. കാരണം യുവിക്കും സെങ്ലിയോട് ഉണ്ടായിരുന്ന താല്പര്യത്തെ പറ്റി ജിങ്ങിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനിങ്ങനെ അതിങ്ങനെ പറയുന്നു ഒരുമാതിരി മടിച്ചു നിൽക്കുമ്പോ നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരേപോലെ പ്രിയപ്പെട്ടവരാ, രണ്ടുപേരും ഒന്നിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനാണെങ്കിൽ എന്റെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് എന്നെ കാത്തൊരു പെണ്ണുണ്ട്, അവളുടെ മനസ്സിൽ ഞാനുണ്ട്, എനിക്ക് അവളോട് ഒരു താല്പര്യമുണ്ട് എന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് പ്രയോറിറ്റി കൊടുക്കാതെ എന്റെ ഫ്യൂച്ചർ നന്നാക്കുന്നത് നോക്കി ഞാൻ ആ വഴിക്ക് അങ്ങ് പോയി. അങ്ങനെ കുറെ നാൾ കോണ്ടാക്ട് ഇല്ലാതെയാണ് അവളെ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തീർച്ചയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ എപ്പോഴും അവരെ പറ്റി കെയർ ചെയ്യണം, അത് അടുത്ത് ഇല്ലാത്തപ്പോ കൂടുതലായി ചെയ്യണം. നീ അത് കറക്റ്റായി ചെയ്യുന്ന ഒരാളാ, നീ തന്നെയാ സെങ്ലിക്ക് പറ്റിയ ഒരാള്. സെങ്ലി ഒരു പാവാടാ, നിന്നെ പോലെ തന്നെ അവൾക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ അങ്ങനെ തുറന്നു പറയാനൊന്നും അറിയില്ല, പക്ഷെ നല്ല പെൺകുട്ടിയാ. ഇങ്ങനെ യുവി പറയുന്നത് കേൾക്കുമ്പോ സെങ്ലിയെ താൻ പൊന്നുപോലെ നോക്കുമെന്ന് ജിങ് ഉറപ്പ് നൽകുന്നു. നോക്കിയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ നിനക്ക് എന്റെ വക നല്ല ഇടി കിട്ടുമെന്ന് യുവി അവനെ പേടിപ്പിക്കുമ്പോ കൂട്ടത്തിൽ ഫസ്റ്റ് ലവ് എപ്പോഴും പ്രഷ്യസ് ആയിരിക്കും, അത് നീ മറക്കണ്ടെന്നും കൂടി കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം യുവി ഇവിടെ നിന്ന് തിരിച്ച് സ്റ്റേറ്റ്സിലേക്ക് പോവാണ്. അവനെ യാത്രയാക്കാനായി എയർപോർട്ടിലേക്ക് ജിങ്ങും സെങ്ലിയും വന്നിട്ടുണ്ട്. സെങ്ലി ചുമ്മാ ഓരോന്ന് പറഞ്ഞ് യുവിയെ കളിയാക്കുമ്പോ രണ്ടെണ്ണം ജോഡിയായിട്ട് എന്നെ കളിയാക്കാനായിട്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് അവൻ അവരോട് തമാശ പറയുന്നു. നിനക്ക് ഞങ്ങളുടെ കോംബോയെ സഹിച്ചേ പറ്റൂ, കാരണം ഈ കല്യാണത്തിലൂടെ നീ എന്റെ ഫ്രണ്ട് മാത്രമല്ല ബന്ധുവും കൂടി ആവാൻ പോവാ, അപ്പോ സഹിച്ചല്ലേ പറ്റൂന്ന് ജിങ്ങും തമാശ പറയുന്നു.
ആ സമയം ഇവർ സംസാരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഈ ലഗേജ് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ജിങ് ആ ലഗേജും വാങ്ങി നടന്നു പോകുമ്പോ ഇവിടെ നിൽക്കാനായിട്ട് എല്ലാം അവസാനിപ്പിച്ച് വന്ന യുവി എന്തിപ്പം മടങ്ങി പോകുന്നത് താൻ കാരണമാണോ എന്ന് സിംഗ്ലി സങ്കടത്തിൽ തിരക്കുമ്പോ ഞാനൊരു ടീനേജ് പയ്യനൊന്നും അല്ലല്ലോ ഈ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പിണങ്ങി നാട് വിട്ടു പോകാനായിട്ട്. ഞാൻ ജോബിന്റെ ആവശ്യത്തിന് തന്നെ പോകുന്നതാ. നീ അല്ലാതെ നിന്നെ പറ്റി എന്റെ മനസ്സിൽ വല്ല ദേഷ്യം കാണുമെന്നൊന്നും തെറ്റായി വിചാരിക്കേ വേണ്ടാന്ന് അവളോട് പറയുന്ന യുവി ജിങ് അടുത്തില്ലാത്തത് കൊണ്ട് തനിക്ക് ജിങ്ങിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പ്രത്യേകമായി പറയാനുണ്ടെന്ന് പറഞ്ഞു. ജിങ് എത്ര നല്ല പയ്യനാണ് എന്നതിനെ പറ്റിയും സെംഗ്ലിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കമ്പാനിയൻ ആണ് ജിങ് എന്നതിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. കാരണം കുറെ വർഷങ്ങൾ മുന്നേ തൊട്ട് ജിങ്ങിനെ ഒരു ഫ്രണ്ടായി തന്നെ യുവിക്ക് നല്ലവണ്ണം അറിയാലോ. റൂംമേറ്റും കൂടെ പഠിച്ചതും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈസിയായി യുവിക്ക് അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ജിങ്ങിനില്ല. നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ തന്നെയാണ്. ഒരിക്കലും പിരിയാതെ സന്തോഷത്തോടെ എന്നും ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് യുവി ആശംസിച്ച് അവളുടെ തലയിൽ എപ്പോഴത്തെ പോലെ സ്നേഹത്തോടെ ഇങ്ങനെ തലോടുമ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ആശംസകൾ അറിയിച്ച് യുവി അവിടെ നിന്ന് മടങ്ങി പോകുന്നു. എന്തായാലും യുവിയുടെ വരവ് ഒരു രീതിയിൽ നന്നായില്ലേ. കാരണം അവൻ വന്നതോടുകൂടിയാണ് ജിങ്ങും സെംഗ്ലിയും ഒന്നുകൂടെ സ്പീഡായി അടുത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഡിലേ വന്നേനെ. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സെംഗ്ലിയും വുവും കഫേയിലുള്ള സമയത്ത് വു ചെങ്ങിന്റെ കാര്യം വീട്ടിൽ പറയാൻ പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഇത്രയും പെട്ടെന്ന് പറയണോ, നിങ്ങൾ ഇപ്പോൾ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചതല്ലേ ഉള്ളൂ എന്ന് സെംഗ്ലി തിരക്കുമ്പോൾ അതിനെന്താ എപ്പോഴായാലും അറിയേണ്ടതല്ലേ, അപ്പൊ ഇപ്പോഴേ പറഞ്ഞു വെച്ചേക്കാം, അപ്പോൾ ഒഫീഷ്യലി നമുക്ക് ഡേറ്റ് ചെയ്യാമല്ലോ എന്നായിരുന്നു വുവിന്റെ സംസാരം. ഒപ്പം വേണമെങ്കിൽ സെംഗ്ലിയും അവളുടെ വീട്ടില് ജിങ്ങിന്റെ കാര്യം പറയുന്നില്ല നിർബന്ധിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല ഇപ്പോഴേ പറയാൻ, അല്ലെ തന്നെ ഞാൻ എടുത്തു ചാടി പറഞ്ഞ ജിങ് തന്നെ എന്ത് വിചാരിക്കും, എല്ലാത്തിനും അതിന്റേതായ ഒരു സമയവും കാലവും ഒക്കെ ഇല്ലേന്ന് സെംഗ്ലി പറയുമ്പോൾ സത്യം പറ, നിനക്കും പതിയെ ഈ കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കാനും അത്രയും നാള് പ്രേമിച്ച് നടക്കാനും ഒക്കെ അല്ലേ ആഗ്രഹം, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നതെന്ന് തിരക്കുമ്പോ അതേന്ന് അവൾ തുറന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ഇവർ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സെംഗ്ലിയുടെ ഈ ഒരു കഫേയില് വരുന്ന കസ്റ്റമേഴ്സിന് വായിക്കാനായിട്ട് കുറച്ച് ബുക്കിന്റെ കളക്ഷൻ ഉണ്ട്. ആ കൂട്ടത്തിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് വു ആകെ ഞെട്ടി പോവാണ്. സെംഗ്ലി വേഗം വന്ന് എന്താണെന്ന് നോക്കുമ്പോൾ അത് മായി ഈ ഒരു കഫേ ലൈബ്രറിയിലേക്ക് ഡൊണേറ്റ് ചെയ്ത ഒരു ബുക്കാണ്. ആ ബുക്കിനകത്ത് ഡെങ്ങിന്റെയും മായുടെയും ഒന്നിച്ചുള്ള ഫോട്ടോ ഉണ്ട്. ഈ അടുത്താണ് മായ ആ ബുക്ക് ഇവിടെ കൊണ്ടുവച്ചത്. ഇപ്പോ ഇവരുടെ ഈ ഒന്നിച്ചുള്ള ഫോട്ടോ എങ്ങനെ ഈ ബുക്കിൽ വന്നു എന്നതാണ് അവരുടെ ഡൗട്ട്. മായി വരുന്ന സമയത്ത് രണ്ടുപേരും അവളെ ഇരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആ സമയം മായി ഓപ്പൺ ആയി തന്നെ സമ്മതിക്കുന്നു. അത് പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാനും ഡെങ്ങും പണ്ടൊന്ന് ഡേറ്റ് ചെയ്ത കാര്യം, അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പാളീസായെങ്കിലും ഇപ്പൊ വീണ്ടും ഞങ്ങൾ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളിപ്പോ പ്രണയത്തിലാണെന്ന് മായി പറയുമ്പോഴാണ് ഇവർ വീണ്ടും ഒന്നിച്ച കാര്യം അവരറിയുന്നത്. അവരെന്തായാലും ഇവരുടെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മായിക്ക് പറ്റിയ ഒരു പേര് ഒരു വിധത്തിൽ നോക്കിയാൽ ഡെങ് തന്നെയാണ്. അതേ കണക്ക് ഡെങ്ങിനും മായി തന്നെ. ഇതേ സമയം ക്രിസ് ആകട്ടെ മായിയുടെ പുറകെ ഇപ്പോഴും നടക്കാണ്. മായി അവൻ പ്രപ്പോസ് പോലും ചെയ്യുന്നുണ്ട് വീചാറ്റിലൂടെ. മായി റിജക്ട് ചെയ്തപ്പോൾ അവൻ ഭയങ്കര സങ്കടത്തിലായി. ഈ കാര്യങ്ങളൊക്കെ ക്രിസിന്റെ കാര്യം അന്വേഷിച്ച് തന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്ന ഡെങ്ങിനോട് ഇപ്പൊ എക്സ് ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്. പക്ഷേ ആരാണ് ക്രിസ് പ്രപ്പോസ് ചെയ്ത് റിജക്ട് ചെയ്ത പെൺകുട്ടിയെന്ന് ആ പെണ്ണിന് അറിയില്ല. ഏതോ ഒരു പെണ്ണ് ക്രിസ് പ്രപ്പോസ് ചെയ്തപ്പോൾ റിജക്ട് ചെയ്തു. അവൾ എന്തൊരു മണ്ടിയാ, ഇത്രയും നല്ല പയ്യനെ വേറെ കിട്ടുമെന്നല്ല ആ പെണ്ണിരുന്ന് പറയുന്ന ആ സമയം തന്നെ ഡെങ്ങിനോട് നമുക്കൊരു മൂവിക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. നമ്മള് ഇപ്പൊ ജസ്റ്റ് ഫ്രണ്ട്സ് വല്ലപ്പോഴും കാണുമ്പോ ഒരു കഫേ പോയി ഒരു കോഫി കുടിക്കോ ഇത്തിരി ഫുഡ് കഴിക്കോ ഒക്കെ അല്ലാതെ സിനിമയ്ക്ക് പോകുന്ന ബീച്ചിൽ പോകുന്ന ഒന്നും ശരിയാവില്ല എന്ന് അവൻ പറയുമ്പോ നീ അങ്ങനെ പറയല്ലേ, നീ എന്നെ ബ്രേക്കപ്പ് ചെയ്തതിനു ശേഷം എനിക്ക് നിന്നെ പോലെ നല്ലൊരു പയ്യനെ എവിടെയും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, നമുക്ക് പഴയതുപോലെ പ്രേമിച്ചൂടെന്ന് ചോദിച്ച് അവൾ അവനെ വട്ടം പിടിക്കുകയാണ്. ഉടനെ അവൻ അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഒരു വട്ടം ബ്രേക്കപ്പ് ചെയ്ത പെണ്ണിനെ ഞാൻ പിന്നെയും പ്രേമിക്കുന്ന പ്രശ്നമില്ലാന്ന് അവളോട് തീർത്തു പറയുന്നുണ്ട്. അവൾ അറിയുന്നില്ലല്ലോ ഒരു വട്ടം പ്രേമിച്ച് ബ്രേക്കപ്പ് ചെയ്ത മായയുടെ പുറകിനാണ് ഇവൻ ഇപ്പോഴെന്ന്. അങ്ങനെ പിന്നീട് ഇതേ ചെങ്ങ വുവിന്റെ പേരൻസിനെ കണ്ട് അവരുടെ കാര്യം സംസാരിക്കാനായി റെഡിയായി പോകുന്നുണ്ട്. അവൻ കുറച്ച് മെച്ചുവേർഡ് ആയി ഫീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോ സ്യൂട്ടൊക്കെ ധരിച്ചാണ് പോകുന്നത്. ആദ്യം അവളുടെ വീട്ടിലേക്ക് എത്തി അവനെ അമ്മ കാണുമ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ വിൽക്കാൻ നടക്കുന്ന ഏതോ ബ്രോക്കർ ആണെന്ന് കരുതി ഞങ്ങൾ ഇവിടെ വീടൊന്നും വിൽപ്പനയ്ക്ക് ഇട്ടിട്ടില്ലാന്ന് അമ്മ പറയുന്ന സമയത്ത് അതല്ല അമ്മ, ഞാൻ വുവിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് അവൻ പറയുന്നതും പിന്നെ അച്ഛനെ വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഫുഡ് വുവിന്റെ അമ്മ എടുത്തോണ്ട് വരുമ്പോ ആന്റി ഞാൻ സെർവ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അത് കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അവരുടെ മൈൻഡ് വോയിസ് ഇതാണ്, അയ്യോ ഈ പയ്യൻ എന്നെ ആന്റി എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് വരുന്നു, ഇവന്റെ അമ്മുമ്മയാവാനുള്ള പ്രായം ഉണ്ടല്ലോ എനിക്കെന്നാണ് അവർ ഓർക്കുന്നത്. എന്തായാലും അങ്ങനെ ഫുഡ് കൊടുക്കുന്ന ആ ഒരു സമയത്ത് അവൻ ഫുഡ് കഴിക്കുന്നതിലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവനെ പറ്റി പേരൻസിനോട് പറയാനായിട്ടാണ്. എന്റെ പേര് ഇതാണ്, ഞാൻ ചൈനീസ് ആണെങ്കിലും കൂടുതൽ വളർന്നതൊക്കെ മലേഷ്യയിലാണ്, അവിടെയാണ് എഞ്ചിനീയറിംഗ് പഠിച്ചതും. ആ സമയത്താണ് എനിക്ക് ട്രഡീഷണൽ ചൈനീസ് മെഡിസിനോട് ഒരു കമ്പം തോന്നിയതും പിന്നെ അത് പഠിക്കാനായി ഇതേ ഇപ്പൊ ഇവിടെ വന്നതും എന്ന ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പറയുന്നു. ട്രഡീഷണൽ മെഡിസിനിലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിക്കുമ്പോൾ ഫുഡ് ന്യൂട്രീഷൻ എന്നതാണ് അവന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫുഡൊക്കെ ഹെൽത്തി ആണോ മോനെന്ന് പറഞ്ഞെന്ന് അമ്മ പറയുന്ന സമയത്ത് അവൻ അതിനെ ഓരോന്നിനെ പറ്റി പറയാനായി തുടങ്ങുന്നു. പക്ഷെ പറയുന്നതിന് മുന്നേ ഞാൻ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞ കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ അച്ഛൻ
അച്ഛൻ എന്തോ എടുത്ത് വായി വെക്കാൻ പോകുമ്പോൾ അത് ഹൈ ഇൻ ഫാറ്റ് ആണ്, ലോ ഇൻ പ്രോട്ടീൻ ആണ്, ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, ഇത് കൂടുതലായി എപ്പോഴും കഴിച്ചാലെന്ന് അവൻ പറയുമ്പോൾ അച്ഛൻ അത് കഴിക്കാതെ മാറ്റി വെക്കും. അമ്മ മറ്റെന്തോ കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ അതിലുമുള്ള കുറ്റങ്ങൾ അവൻ പറയുന്നുണ്ട്, അതും മാറ്റി വെക്കുന്നു. അങ്ങനെ ഇവൻ സത്യസന്ധമായി അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫുഡിനെ പറ്റി പറയുമ്പോൾ ഓ ഇങ്ങനെ പോയാല് ഇവൻ എല്ലാം കുളവാക്കുന്നു തോന്നുന്ന വൂ പെട്ടെന്ന് തന്നെ അവൻ ഒരു നുള്ളു വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും അവൻ പറഞ്ഞതിൽ തെറ്റൊന്നും തോന്നുന്നില്ല. അവർക്ക് അറിയാത്ത ഒരു കാര്യം അറിയാവുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ നല്ലൊരു കാര്യമായി അവരെടുക്കുന്നു. പ്രത്യേകിച്ച് ഹെൽത്ത് റിലേറ്റഡ് ആയതുകൊണ്ട് എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ള നോട്ട്സ് അവനോട് പ്രത്യേകമായി ചോദിച്ച് അച്ഛനും അമ്മയും എഴുതിയെടുക്കാണ്. എന്റെ കയ്യിൽ ഇഷ്ടംപോലെ ഹെൽത്തി റെസിപ്പീസ് ഒക്കെ ഉണ്ട്. ഓ ഇനി വീക്കെൻഡ് വീട്ടിലേക്ക് വരുമ്പോൾ ഞാനും കൂടെ വരാം, എനിക്ക് നല്ല റെസിപ്പീസ് അറിയാവുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യാൻ തരാമെന്ന് പറയുന്നവൻ തന്നെ വീചാറ്റിൽ ആഡ് ചെയ്തോ, റെസിപ്പീസ് ഒക്കെ ഇങ്ങനെ അയച്ചു തരാമല്ലോ എന്നൊക്കെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവരുമായി കമ്പനിയായി. അങ്ങനെ വീചാറ്റ് ഐ ഡി പോലും അവൻ കൈക്കലാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തന്റെ പേരൻസിനെ അവൻ കയ്യിലെടുത്തല്ലോ എന്ന് ഇത് കാണുമ്പോൾ വൂവും ഭയങ്കര ഹാപ്പി. അങ്ങനെ സംസാരിക്കുമ്പോൾ വൂവിന് ഗെയിം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ചെങ്ങും അതേപോലെ ഗെയിമും എല്ലാം കളിക്കുന്ന ഒരാളാണോ എന്ന് തിരക്കുമ്പോൾ താൻ ഗെയിം നന്നായി കളിക്കാറുണ്ടെന്ന് അവൻ പറയുന്നു. പക്ഷെ അത് ഹെൽത്തിന് മോശമല്ലേ എന്ന്, ഗെയിം കളിക്കുന്നത് അത്ര ഒരു മോശം കാര്യം കണക്ക് അച്ഛൻ പറയുമ്പോൾ അങ്ങനെയല്ല അങ്കിൾ, ഞാനൊരു ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഗെയിം കളിക്കുന്നത്. ഇപ്പൊ എനിക്ക് സ്ട്രെസ് ഒക്കെ കൂടുമ്പോൾ ഒന്ന് റിലാക്സ് ആവാനായി കുറച്ച് ഗെയിം കളിക്കും. വൂവിനും തിരക്ക് പിടിച്ച ആ ഒരു ഡോക്ടർ ജോലിക്കിടയിൽ കുറച്ച് റിലാക്സ് ആവാനായിട്ട് ഗെയിം കളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഉറങ്ങുന്നതിനേക്കാൾ റിലാക്സ് ആവാനായിട്ട്, മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് നല്ല വഴി ഗെയിം കളിക്കുന്നത് തന്നെയാണെന്നില്ല അവൻ സംസാരിക്കുമ്പോൾ. അവന്റെ ഈ ഓരോ വർത്തമാനവും ചെറിയ പയ്യനാണെങ്കിലും നല്ല പക്വതയോടുകൂടിയാണ് അവൻ സംസാരിക്കുന്നത്. ആർക്കും അവന്റെ ഈ സംസാരം ഇഷ്ടമാവും, നല്ലൊരു പയ്യനാണെന്ന് തോന്നല് അച്ഛനും അമ്മയ്ക്കും വരുന്നു. ഇവൻ കൂടെ ഉണ്ടെങ്കിൽ വൂവിന് നല്ലൊരു കമ്പാനിയൻ ആയിരിക്കും അവൻ. അവളുടെ ഹെൽത്ത് വൈസ് ആയാലും അവളുടെ ഇൻട്രസ്റ്റ് വൈസ് ആയാലും എല്ലാം ഇവന് അവളോട് ചേർന്ന് നിന്ന് നേരായ രീതിയിൽ അവളെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഒരു വിശ്വാസം വരുന്നു. ഞങ്ങളുടെ മോളെ നന്നായി നോക്കിയേക്കണമെന്ന് അച്ഛനും അമ്മയും പറയുമ്പോൾ തീർച്ചയായും പൊന്നുപോലെ നോക്കുമെന്ന് അവൻ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ വൂവിന്റെയും ചെങ്ങിന്റെയും റിലേഷൻ ഈ പ്രായ വ്യത്യാസം കാരണം എങ്ങനെ വീട്ടിൽ അംഗീകരിക്കുമെന്ന് വൂവിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും പുഷ്പം പോലെ അത് വീട്ടിൽ അംഗീകരിച്ചിരിക്കുന്നു. പ്രായത്തിനേക്കാളേറെ പരസ്പരമുള്ള ഇഷ്ടവും അവർക്ക് ഒത്തുപോകാൻ സാധിക്കുന്ന ആ ഒരു കണക്ഷനും ഒക്കെയാണ് കല്യാണ ജീവിതത്തിലേക്ക് വരുമ്പോൾ നോക്കേണ്ടതെന്ന് അവരിവിടെ തെളിയിച്ചിരിക്കുന്നു. എന്ന് കരുതി ഇങ്ങനെ മൂത്ത ആളെ അല്ലെങ്കിൽ ഇളയാളെ കെട്ടാവൂ എന്നൊന്നുമില്ല, അത് കല്യാണം കഴിക്കുന്നവരുടെ താല്പര്യമാണ്. ഇവിടെ നമ്മുടെ സെങ്ലിയും ജിങ്ങും വൂവിനെയും ചെങ്ങിനെയും പോലെ അല്ലല്ലോ. ഇതിലെ സെങ്ലിക്കാണ് പ്രായക്കുറവ്, ജിങ്ങിന് പ്രായമുണ്ട്, എന്നിട്ടും അവരും നല്ല കപ്പിളല്ലേ. അതുകൊണ്ട് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പ്രായത്തിന്റെ കാര്യം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സെങ്ലിയാണ്. സെങ്ലിയുടെ ആ ഒരു ബാൻഡേഡ് ഒക്കെ മുറിവിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അവൾ ഭയങ്കര ഹാപ്പിയായി ജിങ്ങിന് മെസ്സേജ് അയക്കുമ്പോൾ തിരക്കൊന്ന് മാറിയ ശേഷം ഞാൻ വീട്ടിൽ കാണാൻ വരാമെന്ന് അവനും അയക്കുന്നുണ്ട്. അങ്ങനെ അവള് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സീലിംഗിൽ നിന്ന് ലീക്ക് ഉള്ളത് ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ജിങ്ങും വരുന്നു. അവളിപ്പോ റെന്റിന് താമസിക്കുന്ന ഈ വീടിന്റെ ഓണറും വരുന്നു. ഇത് റിപ്പയർ ചെയ്യാതെ വേറെ വഴിയിലാണ്, അവിടുത്തെ ലൈറ്റ് അടക്കം താഴെ വീഴും എന്ന ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് എന്ന് കാണുമ്പോൾ ജിങ്ങും ആ ഹൗസ് ഓണറും പറയുന്നുണ്ട് ഏകദേശം ഒരു 15 ദിവസത്തോളം എടുക്കും ഇത് റെഡിയാക്കാനായി. പക്ഷെ അത്രയും നാള് താൻ എവിടെ നിൽക്കുന്ന സെങ്ലി ആകെ ടെൻഷൻ ആകുമ്പോൾ മായുടെയും മൂവിന്റെ ഒന്നും കൂടെ പോയി നിന്നാൽ ശരിയാവില്ല. അവർക്കൊക്കെ അവരുടേതായ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിന്റെ ഇടയിൽ താൻ ചെന്ന ശരിയാവില്ല എന്നും കൂടി സെങ്ലി പറയുമ്പോൾ എന്റെ കൂടെ വരുന്നോ, എന്റെ മുത്തശ്ശന്റെ വീട്ടിൽ പോകാന്ന് പറയുന്നവൻ അവിടെ ഗസ്റ്റ് റൂം ഉണ്ട്, അവിടെ താമസിക്കാന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ സെങ്ലിക്ക് ഒരു ടെൻഷൻ. അയ്യോ അപ്പൊ മുത്തശ്ശൻ ഞാൻ ആരാ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്നെ പരിചയപ്പെടുത്തേണ്ടി വരില്ലേ, അപ്പൊ ഇത്രയും പെട്ടെന്ന് ഫാമിലിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണെന്നെല്ലാം അവൾ തിരക്കുമ്പോൾ നിനക്ക് ടെൻഷൻ ഉണ്ടോന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ടെൻഷൻ ആവുന്നുവെന്ന് അവൾ പറയുമ്പോൾ ഞാൻ എന്തായാലും ആഫ്രിക്കയിലേക്ക് പോകാനിരിക്കാന്ന് നിനക്കറിയാലോ, കമ്മിറ്റ് ചെയ്തത് അങ്ങനെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റത്തില്ല. ഇനി 1 മാസം ഉണ്ട് പോകാനായിട്ട്. അപ്പൊ അതിന് മുന്നേ ഇവിടെയുള്ള അത്രയും ദിവസം എനിക്ക് എന്നും നിന്നെ കാണണം, നിന്നെ മിസ് ചെയ്യാനേ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് നീ വാ, നമുക്ക് അവിടെ പോയി നിൽക്കാം, അല്ലാതെ നീ ദൂരേക്കെങ്ങും പോകണ്ട, നാട്ടിലേക്കും പോകണ്ടെന്നല്ല അവൻ പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നു. നെർവസ് ആവേണ്ട ഒരു കാര്യമില്ല, എന്റെ മുത്തശ്ശനും ആന്റി ഒക്കെ വളരെ ഫ്രണ്ട്ലി, അവർക്ക് നിന്നെ വളരെ വലിയ കാര്യമായിരിക്കും എന്ന് ജിങ് പറയണം. കാരണം ഓൾറെഡി അവൻ അറിയാലോ സെങ്ലിയുടെ കാര്യം പറഞ്ഞ് വീട്ടില് അവളെ ഡേറ്റ് ചെയ്യാൻ മുന്നേ തന്നെ ആന്റിയും മുത്തശ്ശനും ഒക്കെ അവനെ നിർബന്ധിച്ച കാര്യം. അങ്ങനെ സെങ്ലിയും കൊണ്ട് ജിങ് അവൻ വീട്ടിലേക്ക് ചെല്ലുന്നു. പക്ഷെ ആദ്യം അവനാണ് ഒറ്റയ്ക്ക് അകത്തേക്ക് പോകുന്നത്. അപ്പോഴാട്ടെ അവിടെ മറ്റൊരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് ലിങ് എന്നാണ്. ലിങ്ങിനെ ആന്റിയും മുത്തശ്ശനും കൂടി ഇപ്പൊ ചേർന്ന്, പ്രത്യേകിച്ച് ആന്റിയുടെ പരിചയക്കാരിയായ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ജിങ്ങിന് വേണ്ടി ആലോചിക്കാനായിട്ടിരിക്കുകയാണ്. കൂടാതെ ഈ ലിങ് ഒരു ഡോക്ടറാണ്, അവളും ജിങ് പോകുന്ന അതേ ആഫ്രിക്കൻ സർവീസിന് പോകുന്നുണ്ട്. ആ കാര്യങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിങ് വരുന്നത്. ആ പെൺകുട്ടിയെ വളരെ കാര്യമായി ജിങ്ങിന് ആന്റി പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് സെങ്ലി കൂടെ ഉള്ളത് ആന്റി ശ്രദ്ധിക്കുന്നത്. ഈ ഒരു പെൺകുട്ടി ഇവിടെ ഒന്ന് പരിചയപ്പെടുത്തിയതൊന്നും ജിങ്ങിനും ഒപ്പം സെങ്ലിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേരും ഒരുമാതിരി ഫീൽ ആയിട്ട് ഇങ്ങനെ നിൽക്കാണ്. എന്തായാലും ആ ഒരു പെൺകുട്ടി പോയ ശേഷം ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇത് നിനക്ക് മുന്നേ പറയാൻ മേലായിരുന്നോ, ഇപ്പൊ വന്നവർക്ക് നീയുമായിട്ട് ഒരു അലയൻസിന് പോലും താല്പര്യമുണ്ട്, ഞാൻ നിനക്ക് ഇവിടെ ഗേൾ ഫ്രണ്ട് ഒക്കെ സെറ്റ് ആയത് അറിയാതെ അവർക്ക് എന്തെങ്കിലും വാക്ക് കൊടുത്തിരുന്നെങ്കിൽ മോശമായി പോയെന്നല്ല ആന്റി പറയുമ്പോൾ സർപ്രൈസ് ആയിട്ട് റിലേഷൻഷിപ്പ് വീട്ടിൽ പറയാന്ന് വിചാരിച്ചാ നിങ്ങള് മിണ്ടാതിരുന്നത്, അല്ലാതെ
ആരെയും മറച്ചു വെച്ചതല്ല, സോറി എന്നല്ല, ആർക്കും ഒന്നും തോന്നാത്ത രീതിയിൽ സെങ്ലി കാര്യങ്ങൾ നല്ലവണ്ണം സംസാരിച്ച് ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെ ആ സമയം ഹോട്ടലിൽ വെച്ച് പണ്ട് ആന്റിയെ കണ്ട കാര്യവും സെങ്ലി വീണ്ടും പറയുന്നു. അന്ന് കണ്ടപ്പോ ജിങ്ങിന്റെ ആന്റിയാണെന്ന് വിചാരിച്ചതേ ഇല്ല, ചേച്ചിയാണെന്ന് കരുതിയെന്ന് പറഞ്ഞ് അവൾ വീണ്ടും സത്യസന്ധമായിട്ടുള്ള ആ ഒരു കാര്യം പറയുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷം. സെങ്ലി മതി ജിങ്ങിന്, വേറെ ആരും വേണ്ടാന്ന് അവരും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ സമയം ആന്റിയുടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. അത് ഞാൻ ഓൾറെഡി ഈ സെങ്ലി ആന്റിയെ അങ്കിളിന്റെ ഫോണിൽ ഫോട്ടോ ആയിട്ട് കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരു ദിവസം ഗെയിം കളിക്കാനായി ജിങ്ങിന്റെ മൊബൈൽ എടുത്തപ്പോ വീചാറ്റില് സെങ്ലിയുടെ കോണ്ടാക്ട് സ്റ്റാർ ഇട്ട് വെച്ചിരുന്നപ്പോ ഫോട്ടോ ശ്രദ്ധിച്ച കാര്യം ഇപ്പൊ പറയാണ്. അത് കേട്ട് എല്ലാരും പൊട്ടിച്ചിരിക്കുന്നു. ജിങ് ആണെങ്കിൽ ആകെ പട ചമ്മിയിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനായി കിടക്കുമ്പോ സെങ്ലിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. കാരണം ഇവിടെ വന്നിങ്ങനെ വലിച്ചു വാരി കഴിച്ചാൽ ശരിയാവില്ലല്ലോ എന്നോർത്ത് അവള് വളരെ കുറച്ച് കഴിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഴിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ കിടക്കാനായിട്ട് റൂമിൽ ചെന്നിട്ടും വിശപ്പ് കാരണം ഒരു ബോളെ കണ്ണെടുക്കാൻ വയ്യ. അയ്യോ, ഇനി ഇവിടെ നിൽക്കുന്ന സമയത്തെല്ലാം ഡീസൻസ് വിചാരിച്ച് ഇതുപോലെ ഇത്തിരിയും ഫുഡ് എടുത്ത് കഴിച്ചാൽ എങ്ങനെ എന്റെ വിശപ്പ് മാറുന്നെല്ലാം അവളാകെ വെപ്രാളപ്പെടുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയാതെ അവൾ ഇരിക്കുമ്പോഴാണ് ജിങ് ഫോൺ ചെയ്ത് സംസാരിക്കുന്നത്. അവൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഹാപ്പിയായി സംസാരിക്കാൻ നോക്കുമ്പോ പറ, നിനക്ക് എന്ത് ഫുഡാ വേണ്ടതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഫുഡോ എന്തിനെന്ന് അവളൊന്നും മനസ്സിലാവാതെ ചോദിക്കുമ്പോ, നിനക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് നന്നായി അറിയാം, ഞാൻ ഇന്നോ ഇന്നലെയോ നിന്നെ കാണുന്നതല്ലോ, പറ എന്താ വേണ്ടതെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. അവളുടെ വിശപ്പിന്റെ ആ ഒരു ബുദ്ധിമുട്ട് പോലും അവൾ പറയാതെ തന്നെ അവൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ കിച്ചണിൽ പോയി ആരും അറിയാതെ രഹസ്യമായിട്ട് വല്ലതും ഉണ്ടാക്കി തരാന്ന് അവൻ പറയുമ്പോ മറുതലക്കിൽ നിന്ന് അവളുടെ അനക്കമൊന്നുമില്ല. ഇവളിത് എന്ത് പറ്റി എന്ന് അവൻ ചിന്തിച്ചിരിക്കുമ്പോഴേക്കും അവളിത് നേരെ അവന്റെ റൂമിലേക്ക് വന്ന് ബെഡിലേക്ക് ചാടി കയറി ഇരുന്നിട്ട്, മിസ്റ്റർ ജിങ്, നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം നമുക്കിപ്പോ ചെയ്താലോ എന്ന് ചോദിച്ച് അവന്റെ അടുത്ത് വളരെ ക്ലോസ് ആയി പോകുമ്പോ ഇവളിത് എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയാതെ അവൻ ഇങ്ങനെ മേടിച്ചിരിക്കുമ്പോ, നിങ്ങൾക്ക് കിടന്നുറങ്ങാനും ബുക്ക് വായിക്കാനും എണ്ണിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ ഒരു റൊട്ടീൻ ഉണ്ടല്ലോ, ആ സമയത്തല്ല അതൊക്കെ ചെയ്യും. ഇപ്പൊ ഉറങ്ങേണ്ട സമയല്ലേ, പക്ഷേ നമുക്കിന്ന് ഉറങ്ങണ്ട, നമുക്കൊന്ന് പുറത്ത് കറങ്ങാൻ പോയാലോന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ അവൾക്ക് വേണ്ടി അത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവൻ വേഗം തന്നെ അവളെ കൂട്ടി അടുത്തുള്ള ഒരു നൈറ്റ് റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാനായി പോകുന്നു. അവൾ ഇഷ്ടം പോലെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇത്രയും ഫുഡ് നിനക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണോ എന്ന് അത് കണ്ട് അവൻ ചോദിക്കുമ്പോൾ, എനിക്ക് ഒറ്റയ്ക്കല്ല, നമ്മൾ രണ്ടുപേരും കൂടി കഴിക്കും അവൾ പറയുന്നുണ്ടെങ്കിലും, ഇല്ല ഞാൻ കഴിക്കില്ല, ഞാൻ രാത്രി ഫുഡ് കഴിച്ചു, അങ്ങനെ ഫുഡ് ഒരു വട്ടം കഴിച്ചാൽ ഞാൻ പിന്നെ ഫുഡ് കഴിക്കുന്നതല്ല, പ്രത്യേകിച്ച് ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് ഒട്ടും തന്നെ കഴിക്കില്ല എന്ന് അവൻ പറയുമ്പോൾ, ഉറപ്പാണോ എന്ന് അവൾ തിരക്കുന്നു. ഉറപ്പ് തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ച് പറയുമ്പോൾ, ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് അടുത്തേക്ക് വിളിച്ച് അവന്റെ വായിലേക്ക് അവൾ നിർബന്ധിച്ച് ഫുഡ് വെച്ച് കൊടുക്കുമ്പോ പിന്നെ അവന് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അവൻ ചിരിച്ച് അത് മുഴുവൻ ഇരുന്ന് കഴിക്കാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കറങ്ങി നടക്കുന്നുണ്ട്. അതൊരു വെളുപ്പിനെ വരെ വർക്ക് ചെയ്യുന്ന നൈറ്റ് മാർക്കറ്റ് ആണ്. അവിടെയൊക്കെ കടകളിൽ കയറി ഇറങ്ങി ടൈം പാസ് ചെയ്ത് അങ്ങനെ വെളുപ്പിനെയാണ് അവർ മടങ്ങി വരുന്നത്. സെങ്ലി അപ്പോഴേക്കും നല്ല ടയേർഡായി ഉറക്കം തൂങ്ങുമ്പോൾ ജിങ് അവളെ എടുത്തുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഈ ഒരു കാഴ്ച ആകട്ടെ ആന്റിയും മുത്തശ്ശനും കാണുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണിന്റെ നിഴല് പോലും നോക്കാതെ ഇത്രയും നാള് നടന്നിരുന്ന ജിങ് ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആണോ എന്ന് അവർ ഈ കാഴ്ച കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇപ്പൊ സെങ്ലിയുടെയും ജിങ്ങിന്റെയും റിലേഷൻ അവന്റെ വീട്ടിലറിയാം, ഇനി സെങ്ലിയുടെ വീട്ടിൽ അറിയിക്കണം. മായിയുടെ കാറിന്റെ ടയർ പഞ്ചർ ആവുമ്പോ അവൾ ഹെൽപ്പിന് ഡിങ്ങിനെയാണ് വിളിക്കുന്നത്. തുടർന്ന് അവൻ വന്ന് കാറൊക്കെ റെഡിയാക്കിയിട്ട് അവർ വിളിക്കും, അപ്പൊ പോയി കാർ പിക്കാന്നും പറഞ്ഞു അവളുടെ കൂടെ നിന്ന് സംസാരിക്കുകയാണ്. ആക്ച്വലി ഇവർ ബ്രേക്കപ്പിന് ശേഷം വീണ്ടും ഒന്നിക്ക എന്ന ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നെങ്കിലും അവർക്കിടയിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരിക്കൽ വേണ്ടാന്ന് വെച്ചത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് എങ്ങനെയാ മുന്നോട്ട് പോവുക എന്ന ഒരു കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോ വീണ്ടും ആ ഒരു ട്രാക്കിൽ സംസാരിക്കുന്നില്ല. രണ്ടുപേരും പരസ്പരം താല്പര്യം ഉള്ളിലുള്ളത് മറച്ചു വെച്ച് ഇപ്പൊ പെരുമാറാനായിട്ടാണ് നോക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സെങ്ലി ആഫ്രിക്കയെ പറ്റി റിസർച്ച് ചെയ്യുന്നതാണ്. ജിങ് അങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ജിങ്ങിന് വേണ്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുമായിട്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കാണുന്ന സെങ്ലിയുടെ കൊളീഗ് ആകട്ടെ അടുത്ത് വന്നിരുന്ന് ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആഫ്രിക്കയിലെ അടുത്ത് ഭയങ്കരമായ വൈറസ് പടർന്ന് പിടിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട്. അയ്യോ, ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ജിങ്ങിനെ വിടണോ, പോവണ്ടെന്ന് പറഞ്ഞൂടെ എന്നെല്ലാം കൊളീഗ് ചോദിക്കുമ്പോ, ഇല്ല, ജിങ്ങിന്റെ പ്രൊഫഷനെ ഞാൻ ഒരുപാട് വിലമതിക്കുന്നുണ്ട്, ജിങ്ങിന് പോകണമെന്നാണെങ്കിൽ പോവണ്ടെന്ന് ഞാൻ പറയില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് പോകുന്നത് കേട്ടപ്പോ സങ്കടം വന്നത് അത് എന്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാതെ ഞങ്ങൾക്ക് പരസ്പരം ഒന്നിക്കാൻ കഴിയാതെ പോകുമോ എന്ന് ഓർത്തിട്ടാ. അല്ലാതെ ഇപ്പോ ഞാൻ ജിങ്ങിന്റേത് തന്നെയാണ്, അതുകൊണ്ട് ജിങ്ങിന്റെ പ്രൊഫഷനെയും ഞാൻ അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ തടയാൻ എനിക്ക് താല്പര്യമില്ലാന്ന് സെങ്ലി പറയുന്നു. ഇതേ സമയം ജിങ്ങിന്റെ അടുത്ത് ഒരു ഡോക്ടർ എത്തി, ഞാൻ ആ സർവീസ് എടുത്ത് പൊക്കോളാം, ഡോക്ടർ ഇവിടെ നിന്നോ, ഇപ്പോഴല്ലേ പ്രേമിക്കാൻ ആരംഭിച്ചത്, അപ്പോഴേക്കും ഇങ്ങനെ 6 മാസമൊക്കെ ഗ്യാപ്പ് എടുത്ത് പോയാൽ ശരിയാകുമോ? എങ്ങാനും ഡോക്ടർ ഇപ്പൊ പ്രേമിക്കുന്ന പെൺകുട്ടി ഡോക്ടറെ തേച്ച് ആ ഗ്യാപ്പിന് വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയുമ്പോ സെങ്ലി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ജിങ്ങിന് ഉറപ്പുണ്ട്. ജിങ് ഒരുമാതിരി കടുപ്പിച്ച് നോക്കുമ്പോ, അല്ലല്ല, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ലെന്ന് അറിയാം, എന്നാലും ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കാനായിട്ട് ചോദിച്ചു എന്നേ ഉള്ളെന്ന് ആ ഡോക്ടർ പറയുന്നു. എന്തായാലും അന്ന് ഈവനിങ് സെങ്ലിയും ജിങ്ങും ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോ താൻ റിസർച്ച്
റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളെ പറ്റി സെങ്ലി പറയുന്നു. അതൊക്കെ വളരെ കൗതുകത്തോടെ ജിങ് കേൾക്കുന്നുണ്ട്. ജിങ്ങിന് ജോലി തിരക്കായതുകൊണ്ട് തന്നെ അവൻ ഇതൊന്നും റിസർച്ച് ചെയ്യില്ല എന്ന് അവൾക്ക് അറിയായിരുന്നു. അതാണ് അവൾ അവന് വേണ്ടി ചെയ്തത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എനിക്ക് ഉത്തരം തരുമോ എന്ന് ജിങ് തിരക്കുമ്പോൾ തീർച്ചയായും ഉത്തരം തന്നിരിക്കുമെന്ന് സെങ്ലിയും പറയുന്നു. ഞാൻ ഇങ്ങനെ പോകുന്ന കാര്യം അറിഞ്ഞിട്ടും നീ എന്താ എന്നെ തടുക്കാതെ പോകണ്ട എന്നിപ്പോ പറയാത്തത്? മുന്നേ ശരി ഞാൻ പോകുന്ന അറിഞ്ഞപ്പോ നിനക്ക് വിഷമായത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പൊ എന്താ ഞാൻ നിന്റെ അടുത്ത് വേണമെന്ന് നിനക്ക് ഇല്ലേന്നല്ല അവൻ തിരക്കുമ്പോ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ജോലിക്ക് പോകണ്ട, അത് മാറ്റിവെക്ക് എന്നൊന്നും പറയാനായിട്ട് തയ്യാറല്ല. അവന്റെ പ്രൊഫഷനെ അവൾ എത്രത്തോളം വിലമതിക്കുന്നു, അവൻ ആ പ്രൊഫഷനോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് അവൾ എത്ര സപ്പോർട്ട് നൽകുന്നു എന്ന കാര്യങ്ങളൊക്കെ അവനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇവർ ഇങ്ങനെ ഒന്നിച്ചുള്ള ഇതേ സമയം വൂവും ചെങ്ങും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. വൂവിന് വല്ലാത്ത ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെങ് അവളുടെ പൾസ് പിടിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അവൻ ആകെ ഷോക്കായി പോകുന്നു. നീ പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് തോന്നിയെന്ന് അവളുടെ പൾസിലുള്ള വ്യത്യാസം മനസ്സിലാക്കി അവൻ പറയുമ്പോൾ അവൾ അത് ആദ്യം വിശ്വസിക്കുന്നില്ല. അല്ല, നിന്റെ പീരീഡ്സ് ഒക്കെ കറക്റ്റ് അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെന്നെല്ലാം അവൻ തിരക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആണെന്ന് പറഞ്ഞവൾ അവൻ എന്നാ എനിക്ക് തെറ്റ് പറ്റിയതായിരിക്കും, വീണ്ടും ഒന്നുകൂടെ പൾസ് ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് സമ്മതിക്കാതെ ഉറങ്ങാനായിട്ട് കിടക്കുന്നു. അങ്ങനെ കിടന്നേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല. അവൻ കാണാതെ പീരീഡ്സിന്റെ ഡേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആപ്പ് എടുത്ത് അതിൽ നോക്കുന്ന സമയത്താണ് അവൾ പോലും ശ്രദ്ധിക്കുന്നത് അവളുടെ ഡേറ്റ് കഴിഞ്ഞ് ഒരു ആഴ്ചയോളം കഴിഞ്ഞിരിക്കുന്നു എന്നത്. അവൾക്ക് ആകെ ടെൻഷൻ ആവുന്നു. അന്നത്തെ ദിവസം ഉറങ്ങാതെ അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് എടുത്ത് പരിശോധിക്കുന്ന അവൾ ആ റിസൾട്ടുമായി നേരെ കാണാനായി പോകുന്നത് ഫ്രണ്ട്സിനെയാണ്. അതിൽ പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നത് കണ്ട് മായും സെങ്ലിയും ഞെട്ടിപ്പോകുന്നുണ്ട്. ഒരുപക്ഷെ ഇത് തെറ്റായിരിക്കും, ശരിയാവണമെന്നില്ലെന്നെല്ലാം അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനേ ഈ ഒരെണ്ണം അല്ല ടെസ്റ്റ് ചെയ്തത്, 9 ടെസ്റ്റ് ചെയ്തു, എല്ലാത്തിലും പോസിറ്റീവ് തന്നെയാണ് കാണിക്കുന്നതെന്ന് വൂ പറയുമ്പോൾ അവര് ഷോക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? പക്ഷെ അത് ബോറാവില്ലേ? പ്രസവിച്ച് കഴിയുമ്പോൾ എന്തായാലും കുറച്ചെങ്കിലും വണ്ണം വെക്കും. ആ സമയത്ത് കല്യാണ ഡ്രസ്സിൽ കാണാൻ ഒരു ഭംഗിയും കാണില്ല എന്ന് മായി പറയുമ്പോൾ പ്രസവിച്ചാലും വണ്ണം വെക്കാത്ത ആൾക്കാരും ഉണ്ടെന്നെല്ലാം സെങ്ലിയും പറയുന്നു. അങ്ങനെ ഇവര് കല്യാണത്തെ പറ്റിയും കല്യാണ ഡ്രസ്സിനെ പറ്റിയും ഡിസ്കസ് ചെയ്യുമ്പോൾ പൂ ആകട്ടെ അതൊന്നും മൈൻഡ് ആക്കാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്കൊരു ടെൻഷനും ഇല്ലേ എന്ന് അവളുടെ ഈ കഴിപ്പ് കണ്ടിട്ട് കൂട്ടുകാരികൾ തിരക്കുമ്പോൾ ഞാനിപ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യാനാ, ഇപ്പൊ നല്ല ഫുഡൊക്കെ കഴിച്ച് എന്റെ ബോഡിയെ ഞാൻ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് അവൾ പറയുന്ന ടീം എന്ത് സർജറി എന്ന് മനസ്സിലാവാതെ അവർ തിരക്കുമ്പോൾ എനിക്കിപ്പോ ഈ കുഞ്ഞിനെ വേണ്ട, അതുകൊണ്ട് കളയാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വൂ പറയുമ്പോൾ സെങ്ലി അത് കേട്ട് ഷോക്ക് ആവുന്നുണ്ട്. പക്ഷെ മായി അത് തന്നെയാണ് നല്ല തീരുമാനം എന്ന് പറയാണ്. വെറുതെ പ്രിപ്പയർഡ് ആവാതെ കുഞ്ഞിനെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ചെങ്ങനെ എനിക്കൊരു അച്ഛന്റെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. 21 വയസ്സല്ലേ ഉള്ളൂ അവനെന്നല്ല മായി പറയുമ്പോൾ അച്ഛനെന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ മാത്രം അവൻ ഒരിക്കലും മെച്യൂരിറ്റി ഇല്ലെന്നെല്ലാം മായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സെങ്ലിക്ക് അപ്പോഴും മനസ്സിൽ ആ കുഞ്ഞിനെ കളയുന്ന കാര്യം ഓർത്ത് ഒരു സമാധാനവും ഇല്ല. വൂ പ്രത്യേകം മായോടും സെങ്ലിയോടും പറയുന്നുണ്ട്, ഞാൻ ഈ കുഞ്ഞിന്റെ കാര്യം നിങ്ങളോട് രണ്ടുപേരോടേ പറഞ്ഞിട്ടുള്ളൂ, ഇത് മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് ചെങ്ങെന്ന്. അതിന് കാരണം ചെങ്ങിനോട് ഡിസ്കസ് ചെയ്യാതെ നീ ഒരു തീരുമാനം എടുക്കരുതെന്നല്ല സെങ്ലി വൂവിനോട് പറഞ്ഞെങ്കിലും ഞാൻ ഇതിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു, കുഞ്ഞു വേണ്ട, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ അത് ഒഴിവാക്കിയിരുന്നു. ഇപ്പൊ ദേ ആ കാര്യങ്ങൾക്കൊക്കെ ശേഷം ജിങ്ങിന്റെ കൂടെ സെങ്ലി ഇരിക്കുമ്പോഴും അവൾ എന്തോ ആബ്സെന്റ് മൈൻഡഡ് ആണ്, വേറെ എന്തോ ആലോചിച്ചിരിക്കുകയാണ് എന്നത് മനസ്സിലാക്കുന്നവൻ കാര്യം തിരക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അവൾ പറഞ്ഞു ഒഴിയാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കണ്ടേ, പറ എന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ പറയാം, പക്ഷെ ഇത് വേറെ ആരോടും പറയരുത്, പ്രത്യേകിച്ച് ചെങ്ങിനോട് പറയരുതെന്ന് പ്രോമിസ് ചെയ്തു താ എന്ന് സെങ്ലി ആവശ്യപ്പെടുമ്പോ നീ ആദ്യം കാര്യം പറ, എന്നിട്ട് പ്രോമിസ് ചെയ്യാന്ന് ജിങ്ങും പറയുന്നുണ്ട്. അങ്ങനെ പ്രോമിസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൻ അവളോട് കാര്യം ചോദിച്ച് മനസ്സിലാക്കുന്നു. അവളാകട്ടെ കാര്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൻ വേഗം ചെങ്ങിനെ കോൾ ചെയ്യാണ്. ചെങ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് സെങ്ലി ബഹളം വെക്കുന്നുണ്ടെങ്കിലും സെങ്ലിയെ ബ്ലോക്ക് ചെയ്ത് കുഞ്ഞിന്റെ കാര്യം ജിങ് പറയുന്നു. കാരണം ആ കുഞ്ഞിനെ കളയുന്നത് അത്ര ശരിയായ കാര്യമാണെന്ന് ജിങ്ങിന് തോന്നുന്നില്ല. ഇത് കേട്ട് അതിനെപ്പറ്റി ഒരു ഡൗട്ട് പോലെ സംസാരിച്ചെങ്കിലും അത് കൺഫേം ആണെന്ന് അറിയുമ്പോൾ ചെങ് തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. അവൻ അടുത്തുള്ള വൂവിന്റെ വയറിലേക്ക് തന്നെ നോക്കുമ്പോൾ ആ നോട്ടം കാണുന്ന അവൾക്ക് കാര്യം മനസ്സിലാവുന്നു. കുഞ്ഞിന്റെ കാര്യം അറിഞ്ഞിട്ടാണ് അവൻ നോക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന അവൾ അവനുമായി സംസാരിക്കുന്നു. ഞാൻ ഈ കുഞ്ഞിനെ കളയാൻ പോവാ, നീ പേടിക്കണ്ട, ഈ പ്രശ്നം ഞാൻ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നില്ല. അവള് പറയുമ്പോ നീ ഇതെന്തീ പറയുന്നേ, കുഞ്ഞിനെ കളയാനോ? ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല, എനിക്ക് ആ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുമ്പോ അവനെ അടുത്തിരുത്തി നിനക്ക് ഒരു അച്ഛനാവാനായിട്ടുള്ള പക്വതയൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ സമാധാനിക്കുന്നില്ല. കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് അവൻ വാശി പിടിക്കുമ്പോൾ കൂട്ടത്തിൽ തന്നെ അവളോട് നിനക്ക് പിള്ളേരെ ഇഷ്ടമല്ലേ എന്ന് തിരക്കുമ്പോൾ എനിക്ക് ഇഷ്ടമൊക്കെയാ, പക്ഷെ ഇപ്പൊ നമ്മുടെ സാഹചര്യം അതിന് പറ്റിയതല്ല എന്ന് അവൾ പറയുമ്പോൾ എനിക്കും കുട്ടികളെ ഇഷ്ടം, നിനക്കും കുട്ടികളെ ഇഷ്ടം, അപ്പൊ നമുക്ക് ഒരു ഫാമിലിയായി മുന്നോട്ട് പൊക്കൂടെ, എന്തിനാ വെറുതെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറ്റുന്ന അത്രയും കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും അവൾ കേൾക്കാതെ വരുമ്പോൾ അവൻ അവളോട് പിണങ്ങി പോകുന്നു. ഇതേ സമയം താൻ പറയരുതെന്ന് പറഞ്ഞ രഹസ്യം ആരോട് പറയരുതോ ആ ആളെ തന്നെ ജിങ് അറിയിച്ചു എന്ന് പറഞ്ഞ് സെങ്ലി അവനുമായി വഴക്കിടാണ്. വൂ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നൊക്കെ പറഞ്ഞ് അവൾ ബഹളം വെക്കുമ്പോൾ അതൊരു ജീവന്റെ കാര്യമല്ലേ സെങ്ലി, നമുക്കത് അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. ചെങ്ങിന് അവന്റെ കുഞ്ഞിനെ പറ്റി അറിയാനുള്ള അവകാശമുണ്ട്. ഇനി അവര് രണ്ടുപേരും കൂടി എന്ത് തീരുമാനം എന്ന് വെച്ചാൽ എടുക്കട്ടെ, അല്ലാതെ ഒരാൾക്ക് മാത്രം കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നല്ല ജിങ് പറയുമ്പോൾ എന്നാലും ഞാൻ ആരോടും പറയില്ല എന്ന് വിശ്വസിച്ച് അവൾ എന്നോട് പറഞ്ഞതല്ലേ, ഇതിപ്പോ അവളുടെ മുന്നിൽ ഞാൻ ഭയങ്കര മോശക്കാരി ആയില്ല എന്നല്ല സെങ്ലി സങ്കടപ്പെടുമ്പോ അവൾ അത്രയും സീരിയസ് ആയി ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം നീ എന്നോട് പറഞ്ഞെങ്കിൽ ആ കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് എത്താൻ
മാറ്റാനായിട്ടാ വിധി. അതുകൊണ്ടാണ് അത് ഞാൻ വഴി പിന്നീട് ചെങ്ങറിഞ്ഞത്. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ ആവാതെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. അങ്ങനെ താൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് തോന്നാതെ ജിങ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അത് തന്നോട് ചെയ്ത് വലിയ തെറ്റാണെന്ന് തോന്നുന്ന സെങ്ലി അങ്ങനെ പിണങ്ങുന്നു. പക്ഷെ രാത്രി റൂമിൽ കിടക്കുമ്പോൾ രണ്ടുപേരും ഫോൺ എടുത്ത് ഇങ്ങോട്ട് മെസ്സേജ് വല്ലതും അയച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മെസ്സേജ് ഇല്ലാന്ന് കാണുമ്പോൾ വീണ്ടും നിരാശയിൽ കിടന്നുറങ്ങുന്നു. സെങ്ലി ഇപ്പോൾ ഉള്ളത് ജിങ്ങിന്റെ മുത്തശ്ശന്റെ വീട്ടിലാണെന്ന് അറിയാലോ. അവിടെ വെച്ചാണ് അവര് മുന്നേ വൂവിന്റെയും ചെങ്ങിന്റെയും കാര്യം പറഞ്ഞ് വഴക്കിട്ടത്. ആ വഴക്കൊക്കെ വീട്ടിലുള്ളവരെ കണ്ടിരുന്നു. അതിൽ ഇടപെട്ട് അത് എന്താണെന്നൊന്നും ചോദിച്ചു ചെന്നില്ലെങ്കിലും അവരത് സൈലന്റ് ആയി കണ്ടിട്ടുണ്ടായിരുന്നു. രാവിലെ സെങ്ലിയാണ് ആദ്യം വരുന്നത്. ജിങ് എണ്ണീറ്റില്ല, ഒന്ന് പോയി വിളിച്ചിട്ട് വരാവോന്ന്. ഇവർക്കിടയിലെ പിണക്കം മാറ്റാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് അവർ പറയുമ്പോൾ സോറി ആന്റി, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാൻ നിൽക്കാന്ന് പറഞ്ഞ് അവൾ ധൃതിയില് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ജിങ് വരുന്നുണ്ട്. അവൾ പക്ഷെ അവനെ കണ്ടിട്ട് മൈൻഡ് ആക്കാതെ പോകുന്നു. അവൻ മിണ്ടാൻ നോക്കിയെങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല. മോനെ ഇപ്പോ സെങ്ലി പുറത്തോട്ട് ഇറങ്ങിയുള്ളൂ, പോയി ഡ്രോപ്പ് ചെയ്തിട്ട് വന്നും പറഞ്ഞ് മുത്തശ്ശൻ ജിങ്ങിനോട് പറയുന്നു. എങ്ങനെയും പിണക്കം മാറ്റണ്ടേ. ജിങ് അവളുടെ പുറകെ പോകുമ്പോൾ സെങ്ലിയുടെ താമസ സ്ഥലത്ത് മെയിന്റനൻസ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ ഫോൺ ചെയ്ത് ഇന്നത്തോടുകൂടി വർക്ക് തീർക്കണം, എനിക്ക് നാളെ അവിടെ താമസിക്കാൻ വരേണ്ടതാണെന്നല്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയി സെങ്ലി പറയുന്നതാണ് ജിങ് കേൾക്കുന്നത്. ജിങ് വേഗം തന്നെ അവരെ ഫോൺ ചെയ്ത് വർക്ക് ഇന്നത്തെ കൊണ്ടൊന്നും തീർക്കണ്ട, നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നത് ഞാനല്ലേ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, മേഡം പറയുന്നൊന്നും കേൾക്കണ്ടെന്ന് അവരോട് പ്രത്യേകം പറയുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും മൂവിനോട് സംസാരിക്കാനായി കഫേയിലെത്തി ചെങ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ പക്ഷെ അവനെ മൈൻഡ് ആക്കാത്തപ്പോ ഹലോ മേഡം, കഫേയിലെത്തുന്ന കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്, ഇതാണോ കസ്റ്റമർ സർവീസ് എന്നെല്ലാം ചോദിച്ച് അവൻ അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് അവൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം, ഇന്നലെ പെട്ടെന്ന് അത്രയും കാര്യങ്ങൾ കേട്ട് ഇമോഷനിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ശരിയാ, പക്ഷെ എന്നും കരുതി ഇങ്ങനെ അവോയ്ഡ് ചെയ്തല്ല എങ്ങനെയാ, ഒന്ന് സംസാരിക്കണ്ടേ, നമുക്ക് എല്ലാം ശരിയാക്കണ്ടേന്നെല്ലാം അവൻ പറയുമ്പോൾ എന്താ പറയാനുള്ളതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവനൊരു ബോർഡ് എടുത്ത് കുഞ്ഞുണ്ടായാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വൂ പറയുന്നതെന്ന് ഒരു സൈഡിലും കുഞ്ഞുണ്ടായാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇവളി പറയുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം തന്റെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് മറ്റേ സൈഡിലും ജിങ് എഴുതുന്നത്. കുഞ്ഞിനെ പ്രസവിക്കാനൊക്കെ എനിക്ക് എന്റെ കരിയറിൽ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരും, നിനക്ക് ജോലി ആയിട്ടില്ല, പഠിക്കുക അതും ഒരു ബുദ്ധിമുട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നിങ്ങനെയെല്ലാം സെങ്ലി പറയുമ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ഇനിയും സമയമുണ്ട്, കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ കല്യാണം കഴിക്കാം, പിന്നെ നമ്മുടെ വീട്ടുകാർ എന്തായാലും സപ്പോർട്ടീവ് ആയിരിക്കും, അവരൊരിക്കലും ഈ കുഞ്ഞിനെ കളയാനായി പറയില്ല, പിന്നെ എന്റെ ജോലിയുടെ കാര്യം, ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതല്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിക്ക് ഞാൻ ഉടനെ ചേരാം, അതിനൊക്കെ ശേഷം ലൈഫ് ഒന്ന് സെറ്റിൽ ആയി കഴിയുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ട്രഡീഷണൽ മെഡിസിന്റെ പഠനം ഞാൻ അപ്പൊ കണ്ടിന്യൂ ചെയ്യാം, അപ്പൊ കുഴപ്പമില്ലല്ലോ എന്നെല്ലാം പറയുന്നവൻ വൂവിന് കരിയറിൽ വരുന്ന ബ്രേക്ക് അത് എല്ലാ സ്ത്രീകളും ആ ഒരു പ്രസവ സമയത്ത് എടുക്കുന്ന ഒന്നാണ്, അതിനുശേഷം കരിയർ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവളോട് പറയുമ്പോൾ പക്ഷേ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ മാത്രം ഇത് വെർത്താണോ എന്ന് വൂ തിരക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ കുഞ്ഞല്ലേ, അപ്പൊ നമുക്ക് വിലമതിക്കാനാവാത്തതല്ലേ ആ കുഞ്ഞിന്റെ കാര്യം എത്തുമ്പോൾ വളരെ പക്വതയോടുകൂടിയാണ് ചെങ്ങ് സംസാരിക്കുന്നത്. ഇപ്പോഴും വൂവിനെ കൺവിൻസ് ചെയ്യാനായി ചെങ്ങ് നോക്കുമ്പോൾ ശരിയാവില്ല എന്ന് തന്നെ അവൾ തർക്കിക്കുന്നു. അവൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കറക്റ്റ് മറുപടി അവൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും സമ്മതിക്കാനായി അവൾ തയ്യാറല്ല. ഞാൻ ഇത്രയും കേട്ടെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിനക്ക് ആ കുഞ്ഞിനോട് ഇഷ്ടക്കേടുമില്ല, കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താനായി ബുദ്ധിമുട്ടുമില്ല, പക്ഷെ ഞാനാണ് കൊച്ചിന്റെ അച്ഛൻ എന്നതാണ് ഒരുപക്ഷെ നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിന്റെ മനസ്സിൽ ഞാനിപ്പോഴും ഒരു ചെറിയ പയ്യനെ പോലെ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ കൊച്ചു പിള്ളേരെ പോലെ മിഠായി വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കുന്ന കണക്ക് ഞാൻ ബഹളം വെക്കുന്നു എന്ന് നീ ഇപ്പൊ എന്നെ പറ്റി പറഞ്ഞത്. ഞാൻ ഉത്തരവാദിത്തത്തിൽ ഒന്നും ചെയ്യില്ല എന്ന ഒരു തെറ്റിദ്ധാരണ നിനക്ക് എന്നെ പറ്റിയുണ്ട്, അത് വെറും തെറ്റിദ്ധാരണയാ. എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും നാൾ എന്തൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ അതിനെല്ലാം വളരെ മെച്യൂരിറ്റിയോടുകൂടിയാണ് ഞാൻ സമീപിച്ചിട്ടുള്ളത്. എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ നന്നായി തന്നെ ഞാൻ നിറവേറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ കുഞ്ഞിനെ നന്നായി വളർത്താൻ കഴിയുമെന്നല്ല അവൻ പറയുന്നത് അവൾ കേൾക്കുന്നില്ല. അവൻ പറ എന്റെ കാര്യം വെച്ചല്ല നീ കുഞ്ഞിനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും പ്രഷറൈസ് ചെയ്യുമ്പോൾ അതേ എന്ന് അവൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നീ എന്നോട് കാണിച്ച ഇഷ്ടമൊക്കെ ഒരു നാടകമായിരുന്നോ? ലൈഫ് ലോങ് എന്നെ കൂടെ കൂട്ടാനായി താല്പര്യമില്ലാതെ ചുമ്മാ ടൈം പാസിനെ പ്രേമിച്ച് ഉപേക്ഷിക്കാൻ വേണ്ടിയായിരുന്നോ നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്? എന്തായാലും എന്നെ പോലെ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ലാന്ന് ഇപ്പോഴും മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നീ എന്റെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാനായി തയ്യാറാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ അപ്പൊ എന്നെ പറ്റി എങ്ങനെ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അവൻ പിണങ്ങി പോകുമ്പോ അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് മാക്സിമം അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായി അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അത് കേൾക്കാതെ പിണങ്ങി പോകുന്നു. അങ്ങനെ അപ്പോഴേക്കും സെങ്ലി ആകട്ടെ വൂവിന്റെ മായുടെ അടുത്തെത്തുമ്പോ അയ്യോ അറിയാതെ എന്റെ വായിന്ന് ജിങ്ങിന്റെ അടുത്ത് വീണ് പോയതാ, പക്ഷെ ജിങ് ഈ പണി പറ്റിക്കുന്ന ഞാൻ അറിഞ്ഞത് പോലും ഇല്ല എന്ന് പറഞ്ഞ് സെങ്ലി സോറി ചോദിക്കുമ്പോ സാരമില്ല, എന്തായാലും ഇതൊരു ദിവസം ചെങ് അറിയും, പിന്നെ അവൻ അറിയാതെ ഞാൻ ഒരു തീരുമാനം എടുക്കുന്നതും തെറ്റ് തന്നെയാണല്ലോ, അതുകൊണ്ട് ഇതിപ്പോ നീ പറഞ്ഞ് അവൻ അറിഞ്ഞു, ശരി അത് ഞാൻ ഇപ്പൊ വലിയ കാര്യമാക്കുന്നില്ല എന്ന് വൂ പറയുമ്പോ ഇനിയെങ്കിലും ഇതുപോലെ വല്ല സീക്രട്സ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പറയാതിരിക്കാം, പ്രത്യേകിച്ച് ബോയ് ഫ്രണ്ട് ഉള്ള ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയാനേ പാടില്ല. ബോയ് ഫ്രണ്ട് ഇല്ലാതെ സിംഗിളായി നടക്കുന്ന ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞാലും കുഴപ്പമില്ലാന്ന് തന്റെ കാര്യം വെച്ച് മായി പറയുമ്പോ
അതുവഴി വരുന്ന ഡെങ് ഈ കൊച്ചിന്റെ അച്ഛൻ ഇപ്പോ റോഡിൽ കൂടി ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും പോകുന്നുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് വൂവിനോട് വന്ന പാടെ ചോദിക്കുമ്പോ മായി ആകെ ചമ്മിപ്പോന്നുണ്ട്. കാരണം ഡെങ് അറിഞ്ഞത് മായി പറഞ്ഞിട്ട് തന്നെയാണെന്ന് വൂവിന് മനസ്സിലാവുന്നുണ്ട്. നീ ആള് കൊള്ളാവല്ലോ എന്ന് അപ്പൊ മായിയെ പറ്റി വൂവും ചിന്തിക്കുന്നുണ്ട്. സെങ്ലിയും കണക്കാ മായും കണക്കാന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ എന്തായാലും എന്റെ വക നിങ്ങൾക്ക് ഇപ്പൊ ട്രീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഡെങ് ചുമ്മാ ഇവരെയും കൂട്ടി ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് അടിക്കാനും ഒക്കെ പോകുന്നുണ്ട്. അവിടെ വെച്ച് താനും ജിങ്ങും ഈ ഒരു കാര്യം പറഞ്ഞ് വഴക്കിട്ട കാര്യം പുലമ്പി ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ് സെങ്ലി. വൂ ആകട്ടെ വേഗം തന്നെ ജിങ്ങിന് സെങ്ലി ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവൾ ജിങ്ങിന്റെ കാര്യം ഓർത്ത് ഭയങ്കര സങ്കടത്തിലാണെന്നും മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ജിങ് അവിടേക്ക് വന്ന് സെങ്ലിയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവൾ ഒരു കൊച്ചിനെ പോലെ അവന്റെ അടുത്ത് എന്നോട് ഇനി പിണങ്ങരുത്, നമുക്ക് ഇനി വഴക്കിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. അവൻ ഒരുവിധം അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴേക്കും ഡെങ്ങും മായും അത്യാവശ്യം നല്ല ഡ്രിങ്ക്സ് ഇടിച്ച് ഫിറ്റാണ്. തുടർന്ന് വൂ ആണ് അവരെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ സമയത്തെല്ലാം തന്റെ കൂടെ ഇപ്പോ ചെങ്ങില്ലാതെ അവനിപ്പോ പിണങ്ങിയിരിക്കുന്ന കാര്യം ഓർത്ത് അവൾ ഭയങ്കര അപ്സെറ്റ് ആയി കരയുന്നുണ്ട്. ഇതേ സമയം സെങ്ലിയെ കാണാനായി സർപ്രൈസ് ആയി അവളുടെ താമസ സ്ഥലത്ത് അമ്മ എത്തുമ്പോൾ അവിടെ ഫുള്ള് പണി നടക്കുന്ന ആ ഒരു സെറ്റപ്പും സെങ്ലി ഇല്ലാത്ത കാര്യം കണ്ട് അമ്മ ആകെ ഞെട്ടിപ്പോന്നു. ഇവിടെ ഇതിപ്പോ എന്താ പറ്റി, അവളിത് എവിടെ പോയിന്ന് ടെൻഷൻ ആവുന്ന അമ്മ അവിടുത്തെ സെക്യൂരിറ്റിയോട് തിരക്കുമ്പോഴാണ് ഇവിടെ മെയിന്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ താമസക്കാരി വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്, വർക്ക് കഴിഞ്ഞ് വരൂ, എവിടേക്ക് പോയതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥലപ്പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്ഥലം കേൾക്കുന്ന അമ്മ അവിടെ അവൾക്ക് അങ്ങനെ സ്റ്റേ ചെയ്യാൻ മാത്രം ആരുള്ളത്, മായുടെയും മൂവിന്റെയും ഒന്നും താമസ സ്ഥലം അവിടെ അല്ലല്ലോ, പിന്നെ ആരുടെ അടുത്തേക്കായിരിക്കും അവൾ പോയിട്ടുണ്ടാവുകയെന്ന് ടെൻഷനായി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അവളെ കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥയാകുമ്പോൾ അമ്മയ്ക്ക് ഒന്നുകൂടെ ടെൻഷൻ. അങ്ങനെ അമ്മ കറക്റ്റ് ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ അപ്പോഴാണ് സെങ്ലിയും കൊണ്ട് ജിങ്ങും വരുന്നത്. അമ്മ ഈ കൊലത്തില് സെങ്ലിയെ കണ്ട് ആകെ ടെൻഷൻ ആവുമ്പോൾ ജിങ്ങും ഒന്ന് പേടിക്കുന്നുണ്ട്. അവൻ സെങ്ലിയുടെ പിടുത്തം വിടുമ്പോൾ അവൾ ഫിറ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ താഴേക്ക് മറിയാൻ പോകുമ്പോൾ അവൻ വീണ്ടും പിടിച്ചു വെക്കുന്നു. അമ്മ അടുത്തേക്ക് ചെന്ന് അവന്റെ പിടുത്തം വിട്ട് സെങ്ലിയെ തന്റെ അടുത്തേക്ക് നിർത്തുമ്പോൾ അവൾ അമ്മയെ കണ്ടതും പൊട്ടിക്കരയാനേ തുടങ്ങാണ്. മനസ്സിൽ പിന്നെ പിണങ്ങി എന്റെ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജിങ്ങിനോട് പിണങ്ങി ആ കാര്യങ്ങളൊക്കെ. പക്ഷെ അവളത് തുറന്നു പറയുന്നില്ല, ചുമ്മാ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയല്ലേ. ഇത് കാണുന്ന അമ്മ ജിങ് എന്തോ ചെയ്ത് തന്റെ മകളെ, അതുകൊണ്ടാണ് അവളിങ്ങനെ പൊട്ടിക്കരയുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അവനെ ഇപ്പൊ കൊല്ലുന്നുള്ള മട്ടില് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. എന്റെ ദൈവമേ, ജിങ്ങിനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഈ സമയം സെങ്ലി ആട്ടെ ഡ്രിങ്ക്സ് അടിച്ച് നല്ലവണ്ണം ഫിറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കാര്യമായിട്ടുള്ള ബോധമൊന്നുമില്ല. അമ്മയോട് അമ്മ ഞാൻ ഒരുപാട് ആർഗ്യൂ ചെയ്തു, അതിന്റെ സങ്കടത്തിന് ഞാൻ ഡ്രിങ്ക്സ് അടിച്ചു പോയതാ എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോ നീ ആരോട് ആർഗ്യൂ ചെയ്തതെന്ന് അമ്മ തിരക്കുന്നുണ്ട്. ഞാൻ പ്രണയിക്കുന്ന ആളിനോടാണെന്ന് അവൾ പറയുമ്പോ അത് കേൾക്കുന്ന അമ്മയ്ക്ക് ഒരു സന്തോഷം. കാരണം അവൾക്കൊരു ബോയ് ഫ്രണ്ട് പോലും ഇല്ലാത്തതിന്റെ പേരിൽ അമ്മയ്ക്ക് കുറച്ച് നിരാശയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവളെ ആരെങ്കിലും ഈ പല്ലിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാ നോക്കാത്തെങ്കിൽ ഇനി അതിന്റെ ഒരു കുറവ് വേണ്ടെന്നും പറഞ്ഞാണ് അമ്മ പല്ലിൽ കമ്പി പോലും ഇടിപ്പിച്ചത്. എന്തായാലും ഇത് കേട്ട് അമ്മയ്ക്ക് കുറച്ച് സന്തോഷമാവുന്നുണ്ട്. വേഗം ആരാ മോള് പ്രണയിക്കുന്ന ആ പയ്യനെന്ന് അമ്മ തിരക്കുമ്പോഴാട്ടെ വേറെ ആര്, ദേ ഈ നിൽക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞ് ജിങ്ങിനെ സെങ്ലി തോണ്ടി കാണിക്കുമ്പോഴേക്കും ജിങ് കരയണോ ചിരിക്കണോ എന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കാണ്. കാരണം മോളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അമ്മയോട് പറഞ്ഞ് പരിചയപ്പെടേണ്ട താൻ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയല്ലോ എന്ന്. അങ്ങനെ സെങ്ലിയെ അവിടെ റൂമിൽ കിടത്തിയ ശേഷം അമ്മയ്ക്ക് രാത്രി നിൽക്കാനായുള്ള ഹോട്ടലിലേക്ക് ജിങ് അമ്മയെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആന്റി ഈ നടന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സോറി, ആന്റിയുടെ അടുത്ത് പ്രോപ്പറായി വന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പരിചയപ്പെടുന്നത് ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടുമ്പോ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഇവിടെ വന്നു പോയത് ഒരു 15 ദിവസം മുന്നേ ആണെന്നാ എന്റെ ഓർമ്മ. അപ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, അവൾക്ക് സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റു, അവൾക്ക് ഒരു ബോയ് ഫ്രണ്ടായി, ബോയ് ഫ്രണ്ടിന്റെ കൂടെ അവള് സെറ്റിലായി. എന്തായാലും കൊള്ളാമെന്ന് പറയുന്ന അമ്മ ജിങ്ങിനോട് ചില കാര്യങ്ങൾ തനിക്ക് വളരെ ഓപ്പണായി ചോദിക്കാനുണ്ടെന്ന് പറയാണ്. അന്ന് ഞാൻ സെങ്ലിയും കൊണ്ട് അവളുടെ പല്ലിൽ കമ്പിയിടാനായി ഹോസ്പിറ്റലിൽ വന്നപ്പോ നിങ്ങൾ അവിടെ ആരോട് ആർഗ്യൂ ചെയ്ത് നിൽക്കുന്നത് കണ്ടിരുന്നു, ആരാ പെൺകുട്ടി എന്ന് തിരക്കുമ്പോ അടിയോടെ കാര്യമാണ് അമ്മ പറയുന്നതെന്ന് മനസ്സിലാക്കുന്ന ജിങ് സെങ്ലിയുടെ ഉള്ളിൽ തന്നെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടായത് കണക്ക് തന്നെ അമ്മയ്ക്കും ആ കാഴ്ച കണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ഓപ്പണായും പറയുന്നു. അത് സെങ്ലിയുടെ കഫേയിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു മെഡിസിൻ വിദ്യാർത്ഥിനിയാണ്. പുള്ളിക്കാരിയും എന്റെ ഒരു റെസിഡന്റ് ഡോക്ടറും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ അത് വർക്കൗട്ട് ആവാതെ അവർ ബ്രേക്കപ്പ് ചെയ്യാനായി തീരുമാനിച്ചപ്പോ ആ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനും ചില മെസ്സേജ് ഒന്ന് പാസ് ചെയ്യാനായിട്ട് എന്നെ ഒന്ന് ദൂതായിട്ട് അവർ ഉപയോഗിച്ചതാണെന്ന് ജിങ് നടന്ന കാര്യങ്ങൾ അതേപടി പറയുന്നുണ്ട്. അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ശേഷം സെങ്ലിയുടെ അമ്മയുടെ അടുത്ത ചോദ്യം പേഷ്യൻസിനൊക്കെ ഗേൾ ഫ്രണ്ട് ആക്കുന്നത് പതിവാണോ എന്നാണ്. അല്ല ആന്റി, ഇതാണ് ഫസ്റ്റ് ടൈം, സെങ്ലിയാണ് എന്റെ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് എന്ന് അവൻ പറയുമ്പോൾ അമ്മ തന്നെ ഇന്നത്തെ കാലത്തും ഇത്രയും ഡീസന്റ് ആയ പയ്യന്മാരുണ്ടോ എന്ന രീതിയിൽ ഒന്ന് അന്തം വിട്ടു പോകുന്നുണ്ട്. അങ്ങനെ എന്തായാലും സംസാരിച്ച് അമ്മയ്ക്ക് ജിങ്ങിനെ അങ്ങ് ഇഷ്ടാവുന്നുണ്ട്. അവന്റെ ലൈഫിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ആള് വരാനായിട്ടുള്ള
കാത്തിരിപ്പിലായിരുന്നു അവനെന്നും ജംഗ്ലിയെ കണ്ടുമുട്ടിയ ശേഷമാണ് ആ കാത്തിരിപ്പ് അവസാനിച്ചതെന്നും അവൻ പറയുമ്പോ പിന്നെ പറയണ്ടല്ലോ, അമ്മ ഫ്ലാറ്റ്. അങ്ങനെ അമ്മയെ സേഫായി ജിങ് ഒരു ഹോട്ടൽ റൂമിൽ കൊണ്ടാക്കുന്നു. തുടർന്ന് അതിനൊക്കെ ശേഷം ജിങ് തിരിച്ചെത്തുമ്പോ റൂമിലെത്തുന്ന സമയത്താകട്ടെ ജംഗ്ലി ഭയങ്കര ഉറക്കാണോ, മാരക ഉറക്കം എന്ന് വെച്ചാൽ അമ്മാതിരി ഉറക്കം. അവളെ കിടക്കുന്ന പോസൊക്കെ കണ്ടിട്ട് ചിരി സഹിക്കാനായി ജിങ്ങിന് വയ്യ. എന്തായാലും പുതപ്പിച്ചു കൊടുക്കാന്ന് കരുതി അവൻ അടുത്തേക്ക് പോകുമ്പോഴാട്ടെ അവൾ പെട്ടെന്ന് അവന് വട്ടം പിടിക്കുന്നു. കുതിറി മാറാനായി അവൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ വിട്ടതേയില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അവളുടെ അടുത്ത് തന്നെ അവൻ കിടക്കാണ്. അങ്ങനെ അന്നത്തെ ദിവസം മനോഹരമായി കടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെയാണ് ജിങ് തന്റെ അടുത്ത് കിടക്കുന്ന കാര്യം സത്യത്തില് ജംഗ്ലി കാണുന്നത് തന്നെ. അവനാണ് അടുത്ത് വന്ന് കിടന്നതെന്ന് പറയുമ്പോ അല്ലല്ല, നീയാണ് പുതപ്പിക്കാനായിട്ട് വന്ന എന്നെ അടുത്ത് പിടിച്ച് കിടത്തിയതെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാനായി അവൾ തയ്യാറാവുന്നില്ല. കൂടാതെ പിന്നെ ഞാൻ നിങ്ങളോടുള്ള പിണക്കം മാറ്റിയിട്ടൊന്നുമില്ല, ഇപ്പോഴും വൂവിന്റെ കാര്യത്തില് എനിക്ക് പിണക്കൊക്കെ ഉണ്ട്. ചുമ്മാ നമ്മൾ തമ്മിലുള്ള പിണക്കം മാറി കണക്ക് എന്റെ അടുത്ത് സംസാരിക്കണ്ടെന്നൊക്കെ അവൾ അവനോട് പറയുന്നു. അത് കേൾക്കുന്നവൻ നീ ഇന്നലെ ഡ്രിങ്ക്സ് അടിച്ചപ്പോ അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞ, എന്നെ ഭയങ്കര ഇഷ്ടമായി, ഇനി വഴക്കുണ്ടാക്കരുത് എന്നൊക്കെയാണല്ലോ എന്നവൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റി അവൻ ഓർമ്മിപ്പിക്കുമ്പോൾ അത് അവൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ശരി, നീ സമ്മതിക്കണ്ട, നീ ആർഗ്യൂ ചെയ്തോ, ഒരു കുഴപ്പമില്ല, നീ എത്രയൊക്കെ ആർഗ്യൂ ചെയ്താലും എന്നോട് പിണക്കം കാണിച്ചാലും എന്നെ ഇഗ്നോർ ചെയ്താലും ഞാൻ നിന്റെ പിറകെ വരും. പിണക്കം മാറാനായിട്ടുള്ള എല്ലാ മുൻകൈയും ഞാൻ തന്നെ എടുക്കും. നിന്നെ ഞാൻ സങ്കടപ്പെടുത്തില്ല, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കില്ല എന്നിങ്ങനെ അവൻ എന്ത് അവൾ ചെയ്താലും സഹിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. കാരണം ജംഗ്ലിയെ പൊന്നുപോലെ നോക്കുന്ന ജംഗ്ലിയുടെ അമ്മയ്ക്ക് താൻ വാക്ക് കൊടുത്തെന്നും അത് പാലിക്കാതിരിക്കാൻ തനിക്ക് പറ്റില്ലെന്നും കൂടി അവൻ പറയുമ്പോ അമ്മയോ, അമ്മയ്ക്ക് എന്ത് വാക്ക് കൊടുത്തെന്ന് ഈ പറയുന്നതെന്ന് അവൾക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലാതെ അവൾ ചോദിക്കുന്ന സമയത്താണ് അവൾ അമ്മയെ വിളിച്ചൊന്ന് സംസാരിച്ചേക്കാം, ഇന്നലെ എന്താ നടന്നെന്ന് ഓർമ്മയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. അപ്പോഴേക്കും ജിങ് ആകട്ടെ അവന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടോണ്ടിരിക്കുകയാണ്. ജംഗ്ലിയുടെ അമ്മ വീടിന്റെ വാതുക്കെ വരെ വന്നിട്ടും എന്തുകൊണ്ട് തങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്നില്ല എന്നായിരുന്നു അവരുടെ കംപ്ലൈന്റ്. അപ്പോഴേക്കും അമ്മയോട് സംസാരിച്ചു കഴിയുമ്പോൾ അമ്മ ജംഗ്ലിയുടെയും ജിങ്ങിന്റെയും റിലേഷൻഷിപ്പിന് ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുന്ന കാര്യം അറിയുന്ന അവൾ വളരെ ഹാപ്പി ആവുന്നുണ്ട്. അമ്മ ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിന് സമ്മതിച്ചെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ജിങ്ങിനെ പറ്റി നല്ലൊരു ഇംപ്രഷൻ ഒന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അവൾക്ക് ഉറപ്പാണ്. ജിങ് അമ്മയെ വളച്ചെടുത്തല്ലോ എന്ന് അവൾക്ക് ഭയങ്കര അമ്പരപ്പ്. അതുകൊണ്ട് തന്നെ ജിങ്ങിനെ കണ്ട് അവൻ ആള് മിടുക്കനാണെന്നെല്ലാം. അങ്ങനെ ഇപ്പോൾ ജംഗ്ലിയുടെയും ജിങ്ങിന്റെയും റിലേഷൻഷിപ്പിന് രണ്ട് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സമ്മതം കിട്ടിയ സ്ഥിതിക്ക് അവരും ഒരുപാട് ഹാപ്പിയാണ്. തുടർന്ന് അവർ തന്നെ സംസാരിച്ചിരിക്കുന്ന സമയം ഫ്യൂച്ചറിൽ നമുക്കിടയിൽ ഒരു ആർഗ്യുമെന്റ് വരുന്ന സമയത്ത് തെറ്റ് എന്റെ ഭാഗത്താണെങ്കിൽ ജിങ് തന്നോട് സോറി ചോദിക്കരുത്, തനിക്ക് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരണം, അല്ലാതെ തന്നോട് സോറി ചോദിച്ചാൽ അത് തനിക്ക് സങ്കടമാകുമെന്ന് ജംഗ്ലി ജിങ്ങിനോട് പറയുന്നു. ഇല്ല, ഞാൻ വാക്ക് കൊടുത്തതാ, അത് ഞാൻ പാലിച്ചിരിക്കും, ഞാൻ കാരണം ഇനി ഒരു സെക്കൻഡ് പോലും വിഷമിക്കില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ സ്നേഹത്തോടെ കിസ് ചെയ്യുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾക്ക് ശേഷം ജിങ് ചെങ്ങിനെ കണ്ട് സംസാരിക്കുന്നു. അവനെ ചെറിയ പയ്യനെന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ ആ കൊച്ചിന്റെ കാര്യത്തിലും ഒട്ടും കോൺഫിഡന്റ് ഇല്ലാതെ സംസാരിച്ചത് കൊണ്ട് തന്നെ അവൻ ഇറസ്പോൺസിബിൾ ആണ്, മെച്യൂരിറ്റി ഇല്ല എന്ന അവളുടെ വാക്കുകൾ അവനെ വളരെ വിഷമിപ്പിച്ചത് കൊണ്ട് തന്നെ അവൻ പിന്നീട് അവളോട് മിണ്ടിയിട്ടില്ല. അതിനെപ്പറ്റിയാണ് ജിങ് ഇപ്പോൾ തിരക്കുന്നത്. അവനും മനസ്സിലുള്ള കൺസേൺസ് എല്ലാം വളരെ ഓപ്പണായി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി വൂ എടുക്കാൻ നോക്കിയത് എത്ര സീരിയസ് ആയ ഒരു ഡിസിഷൻ ആണെന്ന് പറയാതെ തന്നെ ജിങ്ങിന് അറിയാലോ. ജിങ് അപ്പൊ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ ഒരിക്കലും അത് അറിയാനും പോകുന്നില്ലായിരുന്നു. തനിക്ക് ലൈഫിൽ വലിയ നഷ്ടം അതുമൂലം സംഭവിച്ചേനെ. തന്റെ കാര്യം പറഞ്ഞ ആ കുഞ്ഞിനെ കളയുന്നത് എങ്ങനെ സഹിക്കാനാവുന്നല്ല അവൻ ഭയങ്കരമായി സങ്കടപ്പെടുന്നുണ്ട്. ഇതുവരെ ആ കുഞ്ഞിന്റെ കാര്യത്തില് രണ്ടുപേർക്കും ഒന്നിച്ചൊരു തീരുമാനം എടുക്കാനായി സാധിച്ചിട്ടില്ല. നിന്റെ ഏജ് വൂവിനൊരു പ്രശ്നമാണ്, നീ വിചാരിക്കുന്ന കണക്ക് അവളൊരു ടൈം പാസിന് നിന്നെ ഇഷ്ടപ്പെട്ടു എന്നത് എനിക്കിപ്പോ തോന്നുന്നില്ല. നീ പറയുന്നത് നിന്റെ കാര്യത്തിൽ അവൾ കോൺഫിഡന്റ് ആണെങ്കിൽ ഈ കുഞ്ഞിനെ ഇപ്പൊ കളയാന്ന് വിചാരിക്കില്ല. കോൺഫിഡന്റ് അല്ലാത്തത് കൊണ്ട് അവൾ നിന്നൊരു ടൈം പാസിന് ഇഷ്ടപ്പെട്ടതാകാമെന്നല്ലേ? അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. ഡോക്ടർ ജിയാങ് വൂവിനെ പ്രപ്പോസ് ചെയ്തിരുന്നു. അവൾ ആ പ്രപ്പോസല് റിജക്ട് ചെയ്തിരുന്നു. അവൾക്ക് നിന്റെ ഏജ് ആണ് ഒരു പ്രശ്നമെങ്കിൽ നിന്നെക്കാളും പ്രൊഫഷൻ കൊണ്ടും ഏജ് കൊണ്ടും എല്ലാം കൊണ്ടും വെൽ സെറ്റിൽഡും മെച്ചൂർഡുമായിട്ടുള്ള ഡോക്ടർ ജിയാങ്ങിന്റെ പ്രപ്പോസല് വൂവിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അവൾ അത് ചെയ്തില്ല. അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കേണ്ടെന്നെല്ലാം ജിങ് പറയുന്നുണ്ട്. ഇതേ സമയം വൂ ആകട്ടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വീക്കെൻഡില് വൂ വരുന്ന സമയത്ത് കൂടെ വരാമെന്ന് പറഞ്ഞ ചെങ് എന്തുകൊണ്ട് വന്നില്ല എന്ന് അമ്മയും അച്ഛനും തിരക്കുമ്പോൾ അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല. ഈ കുഞ്ഞിന്റെ കാര്യം അവൾ ഇതുവരെ വീട്ടില് അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ സംസാരത്തിന്റെ ഇടയിൽ പേരക്കുട്ടി എന്ന ഒരു ടോപ്പിക് ഒക്കെ അമ്മ എടുത്തിടുന്നുണ്ട്. അമ്മയുടെ കൂട്ടുകാരുടെ മക്കൾക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായി, പേരക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് അമ്മ അത് സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ അമ്മയുടെ പ്രഗ്നൻസിയെ പറ്റിയും പറയുന്നുണ്ട്. അമ്മയ്ക്കും അച്ഛനും കല്യാണം കഴിഞ്ഞ് കുറെ നാള് പിള്ളേരുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായതായിരുന്നു വൂവിന്റെ ചേട്ടൻ. അതിനുശേഷം ഒരു മോളും കൂടി വേണമെന്ന് അവർ ആഗ്രഹിച്ച് കുറെ നാള് കഴിഞ്ഞ് ഒരു 40 വയസ്സുള്ളപ്പോഴാണ് അമ്മ വൂവിനെ പ്രഗ്നന്റ് ആവുന്നത്. ആ ഒരു സ്റ്റേജിലെ പ്രഗ്നൻസി കുറച്ച് റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കാനായി അമ്മയുടെ ഹെൽത്തിനെ കൺസേൺ ചെയ്ത് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിലും അമ്മ ധൈര്യത്തോടെ ഈ കുഞ്ഞിനെ വേണമെന്ന് വാശി പിടിക്കായിരുന്നു. അന്ന്
അന്ന് ആ ഡിസിഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ പൊന്നുമോളെ കിട്ടുമായിരുന്നു എന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മ അന്ന് ഉറച്ച ഒരു തീരുമാനം എടുത്തതാണ് ലൈഫിലെ വലിയൊരു മൊമെന്റ് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും ഇവർ ഈ കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നതും അമ്മ ആ ഒരു പ്രായത്തിൽ പോലും റിസ്ക് എടുത്ത് തന്നെ പ്രസവിച്ചതും അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അമ്മ വാശി പിടിച്ചതുകൊണ്ടല്ലേ താൻ ഇന്ന് ഇവിടെ തന്റെ പേരൻസിന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അവളിങ്ങനെ മനസ്സിലോർത്ത് വലിയ കുറ്റബോധത്തിലാവുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമ്മുടെ ഡെങ് മായയെ കാണാനേ വന്നിട്ടുണ്ട്. മായി അവളെ പ്രപ്പോസ് ചെയ്ത ആ ക്രിസിന്റെ കൂടെ ആളുടെ ബിസിനസിന്റെ ഒരു ലൈവ് സ്ട്രീമിങ്ങിന്റെ കാര്യങ്ങൾക്ക് കാണാനായി പോയിരുന്നു എന്നറിഞ്ഞ് കലിപ്പിലാണ് അവൻ വന്നിരിക്കുന്നത്. നിന്നെ പ്രപ്പോസ് ചെയ്ത് നീ റിജക്ട് ചെയ്ത ആളുടെ കൂടെ നിനക്ക് ഇങ്ങനെ ബിസിനസ് കാര്യങ്ങൾക്കായാലും എങ്ങനെ നടക്കാൻ തോന്നുന്നു, അതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. അത് കേൾക്കുന്ന അവൾക്ക് അവൻ തന്നെ വളരെ സീരിയസ് ആയി തന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് വ്യക്തമാകുന്നു. കാരണം ഇവർ മുന്നേ ഡേറ്റ് ചെയ്തിരുന്ന സമയത്ത് അവൻ അവൾക്ക് നൽകിയിരുന്ന പരിഗണനയേക്കാൾ കൂടുതൽ ഇപ്പോൾ നൽകുന്നുണ്ടെന്ന് അവൾക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. ഞാൻ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പോയതല്ലേ എന്ന് അവന് പറഞ്ഞു മനസ്സിലാക്കുന്ന അവളും എത്ര സീരിയസ് ആയിട്ടാണ് അവനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നു. അന്ന് ഇവർക്കിടയിലെ ബ്രേക്കപ്പിന് കാരണം ഡെങ് ആയിരുന്നു. ഡെങ് അപ്പോ റിലേഷൻഷിപ്പിനെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരാളെ ആയിരുന്നില്ല. അവനാണ് അതുകൊണ്ട് തന്നെ അന്ന് ബ്രേക്കപ്പിനെ മുൻകൈ എടുത്തത്. പക്ഷെ ഇപ്പോ അവൻ ആ തെറ്റ് മനസ്സിലാവുന്നുണ്ട് എന്ന് വ്യക്തമാവുന്ന അവൾ നമുക്ക് ഇനി മുന്നോട്ട് പോകാമെന്ന് ഒരു ഡിസിഷൻ പറയുന്ന സമയം വളരെ സീരിയസ് ആയി അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ടോക്ക് അവിടെ പോകുന്നുണ്ട്. തന്റെ തെറ്റുകളും പൂർണ്ണമായും മനസ്സിലാക്കി തന്റെ പഴയ പെരുമാറ്റത്തിനൊക്കെ മാപ്പ് ചോദിക്കുന്ന ഡെങ് അവളെ കിസ് ചെയ്തുകൊണ്ട് ഒരിക്കലും അവളെ ഇനി താൻ വിഷമിപ്പിക്കില്ലെന്നും ഈ റിലേഷൻഷിപ്പിൽ അവളെ താൻ എപ്പോഴും ചേർത്ത് നിർത്തുമെന്നും അവൾക്ക് വാക്ക് നൽകുന്നു. അങ്ങനെ ഇവരിപ്പോ ഇനി ഒരിക്കലും തങ്ങൾ തമ്മിൽ പിരിയില്ല എന്ന ഒരു ദൃഢ നിശ്ചയം എടുത്താണ് ഇവിടെ റിലേഷൻഷിപ്പിലായിരിക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിങ്ങിനെയും സെങ്ലിയുമാണ്. ജിങ് ആഫ്രിക്കയിലേക്ക് പോകുന്നതിന്റെ തലേന്ന് രാത്രിയാണ് ഈ നടക്കുന്നത്. അവർ ഒന്നിച്ചൊരു റൂമിലാണ് അന്ന് കഴിയാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പോയാൽ എത്ര മാസം കഴിഞ്ഞാണ് ഒന്ന് കാണാൻ പറ്റുന്നത്. അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ജിങ്ങിന്റെ മടിയിൽ സെങ്ലിയും കിടക്കുന്നു. അവള് എന്തോ ഒരു ബുക്ക് വായിച്ച് അത് തീരുമ്പോഴേക്കും വല്ലാതെ വിഷമിക്കുന്നതാണ് അവൻ കാണുന്നത്. എന്ത് പറ്റിയെന്ന് അവൻ തിരക്കുമ്പോ ഇതിൽ കഥാനായിക യുദ്ധത്തിന് പോയ അവളുടെ ബോയ് ഫ്രണ്ട് തിരിച്ചു വരാത്തതിൽ അവൻ മരിച്ചുവെന്ന് എല്ലാവരും സംസാരിക്കുന്നതിൽ ഒക്കെ മനന്നൊന്ന് അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടുകൂടി തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവന് വേണ്ടി നടത്തുന്ന ഭയങ്കര ഇമോഷണൽ ആയ അന്വേഷണത്തിന്റെ കഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി നമ്മൾ ഏതറ്റം വരെ പോവല്ലേ. ഇതൊക്കെ മുന്നേ ബുക്കിൽ ഞാൻ ഒരുപാട് വായിച്ചിരുന്നപ്പോ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ജിങ് ആഫ്രിക്കയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇപ്പൊ അതെനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാനായി സാധിക്കുന്നുണ്ട്. 6 മാസങ്ങളെ എങ്ങനെ കാണാതിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നത്തെ രാത്രി വെളുക്കാതിരുന്നെങ്കിലെന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഓരോ മൊമെന്റും മിസ്സാവാതെ എന്നും എന്റെ മനസ്സിൽ ചേർത്ത് പിടിക്കണമെന്നും ഒക്കെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നെന്ന് പറയുന്ന അവൻ പോകുന്ന കാര്യത്തിൽ ഭയങ്കര സങ്കടത്തിലാണ്. പക്ഷെ പോകണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്താനും കഴിയില്ലല്ലോ എന്ന ഒരു അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാത്ത ഒരു അവസ്ഥയിലാണ് അവളുടെ മനസ്സെന്ന് മനസ്സിലാക്കുന്ന അവൻ ആഫ്രിക്കയിലെ മുന്നേ സർവീസിന് പോയിട്ടുള്ള തന്റെ കൊളീഗ്സിനോടൊക്കെ താൻ ചോദിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതൊക്കെ വെച്ച് അവിടെ വൈഫൈ ഒക്കെ കിട്ടും, അതുകൊണ്ട് നമുക്ക് എപ്പോഴും കോൺടാക്റ്റിലിരിക്കാം, വല്ലപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂ വരെയുള്ളൊന്നുമല്ല. ജിങ് പറയുമ്പോൾ നെറ്റ്വർക്ക് ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് എപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യണം, എന്നെ വിളിക്കണം, മെസ്സേജ് അയക്കണം. എന്റെ സുഖവിവരങ്ങൾ തിരക്കിയില്ലെങ്കിലും ജിങ് സേഫ് ആണ്, ഹാപ്പിയാണ് എന്ന് എനിക്ക് എന്നും അറിയണം. ഒരു ദിവസമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാതെ ഇരുന്ന നോക്കിക്കോ, ഞാൻ അടുത്ത ഫ്ലൈറ്റ് കയറി അങ്ങ് ആഫ്രിക്കയിലേക്ക് വരുമെന്ന് അവൾ അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ അവിടേക്ക് വന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ, നീ എന്റെ കൂടെ എപ്പോഴും എന്റെ നിഴല് പോലെ ഉണ്ടാവണമെന്നതാണ് എന്റെ ആഗ്രഹം. എല്ലാ ഇടങ്ങളിലേക്കും ഞാൻ സർവീസിന് മുമ്പ് നിന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങൾ അത് നിനക്ക് ചിലപ്പോൾ സെറ്റ് ആവില്ല, ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഇടങ്ങളിൽ ഞാൻ കൊണ്ടുപോയില്ല. ഈ ആഫ്രിക്കൻ സർവീസ് കഴിഞ്ഞ് ഞാൻ വേറെ വല്ല നല്ല സ്ഥലങ്ങളിലേക്കും സർവീസിന് പോകുന്ന ടീം നമ്മൾ ഒന്നിച്ചു തന്നെ പോകുമെന്ന് അവളെ സമാധാനിപ്പിച്ച് അവൻ ചേർത്ത് കിടത്തുന്നു. അന്ന് ഉറങ്ങാനും രണ്ടുപേർക്കും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പരസ്പരം ഓരോന്ന് സംസാരിച്ചും സെങ്ലിയുടെ ആവശ്യപ്രകാരം ജിങ് അവൾക്ക് വേണ്ടി പാട്ട് പാടിക്കൊടുത്തും അങ്ങനെ അവർ ഉറങ്ങാനായി കിടക്കുന്നു. അപ്പോഴേക്കും തന്റെ താമസ സ്ഥലത്തേക്ക് വു എത്തിയിരുന്നു. അവൾക്ക് അവിടെ വരുന്ന സമയത്ത് ഭയങ്കരമായ ഒരു എംപ്റ്റിനെസ് ഫീൽ ആവുന്നുണ്ട്. കാരണം റിലേഷൻഷിപ്പിലായ ശേഷം വുവിന്റെ കൂടെ കൂടുതലും ചെങ് ഈ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ എത്തുമ്പോ അവൻ ഇല്ലല്ലോ, അതും അവൻ തന്നോട് പിണങ്ങിപ്പോയല്ലോ എന്ന ഒരു സങ്കടത്തിൽ അവൾ നിൽക്കുമ്പോഴാണ് അവളെ അമ്പരിപ്പിച്ചുകൊണ്ട് അവൻ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അവൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനെ കണ്ട് അവൾ വളരെ സന്തോഷിക്കുമ്പോ നീ ഫുഡ് കഴിച്ചോ, വാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് റൂഫ് ടോപ്പിലേക്ക് അവളെ അവൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ അവൾക്ക് വേണ്ടി അവൻ ഒരുപാട് ഡിഷ് കുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് കഴിക്കാമെന്ന് അവൻ പറയുമ്പോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് അവൾ പറയുന്ന സമയത്ത് വേണ്ട കഴിച്ചിട്ട് പറയാമെന്ന്. ഒരു പക്ഷെ അവൾ തനിക്ക് സങ്കടാവുന്ന കാര്യമായിരിക്കും പറയാൻ പോകുന്നത് എന്ന ധാരണയില് അവൻ പറയുമ്പോ അല്ലല്ല എനിക്കിപ്പോ പറയണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് തന്റെ അടുത്ത് ഇത്രയും ദിവസം വരാതിരുന്നതെന്ന് വൂ തിരക്കുമ്പോ ആര് പറഞ്ഞു വന്നില്ലാന്ന്, ഞാൻ നിന്നെ കാണാനായി ഹോസ്പിറ്റലിൽ വന്നിരുന്നു, അപ്പൊ നീ നല്ല തിരക്കിലായതുകൊണ്ട് ശരി ഞാൻ വരുന്നില്ല, ഇനി വീണ്ടും നമുക്കിടയിൽ ആ ഒരു സംസാരം നടന്ന് നീ അപ്പൊ അപ്സെറ്റ് ആവണ്ടെന്ന് കരുതി മുന്നിൽ വരാതെ മാറി നിന്നേ ഉള്ളൂന്നു ചെങ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നെ കണ്ട ദേഷ്യത്തിലെ ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയുമെന്ന് പേടിച്ചിട്ടുമാണ് വരാഞ്ഞതെന്നും അവൻ പറയുമ്പോ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു അറിയാവോ, ഇന്ന് തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവണേന്ന് ഒരുപാട് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമാണ് ഞാൻ വന്നതെന്ന് അവൾ പറയുമ്പോഴേക്കും അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു.
നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അതിന് ഓക്കെയാണ്. കുഞ്ഞിന്റെ കാര്യത്തിൽ നീ പറയുന്നതാണ് എന്റെയും ഡിസിഷൻ. നമ്മൾ ഇനി വഴക്കിടാൻ പാടില്ലാന്ന് അവൻ പറയുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ഇവർ പിണക്കങ്ങൾ മറന്ന് ഇവിടെ ഒന്നിക്കുന്നു. അപ്പോഴേക്കും അടുത്ത ദിവസം രാവിലെ ജിങ് ആഫ്രിക്കയിൽ പോകാനായി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. അവനെ യാത്രയാക്കാനായി സെങ്ലിയും ഉണ്ട്. രണ്ടുപേർക്കും വിട്ടുപിരിയാൻ പറ്റാത്ത അവസ്ഥയിൽ പോയേ പറ്റൂ എന്ന ഒരു സിറ്റുവേഷനും ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടണം. അതുവരെ സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്ന പരസ്പരം വിഷ് ചെയ്താണ് ഒത്തിരി സങ്കടത്തോടു കൂടി അന്ന് അവർ യാത്ര പറഞ്ഞു പോകുന്നത്. ജിങ് തന്റെ 6 മാസത്തെ ആഫ്രിക്കൻ സർവീസിന് വേണ്ടി എയർപോർട്ടിൽ പോവാനായി നിൽക്കുമ്പോൾ സെങ്ലി യാത്രയാക്കാനായി അടുത്ത് തന്നെയുണ്ട്. രണ്ടുപേരും ഭയങ്കര ഇമോഷണലായി നിൽക്കുകയാണ്. വിട്ടുപിരിയാനായി രണ്ടുപേർക്കും മനസ്സില്ല, ഇതിനെ പോവാതിരിക്കാനും കഴിയില്ല. ജിങ് സെങ്ലിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനായി ഇങ്ങനെ സിഗ്നൽ നൽകുമ്പോൾ അവൾ കയ്യിൽ റിംഗ് ചെയ്തിരുന്ന അവന്റെ തന്നെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നു. സെങ്ലി, നീ വീട്ടിൽ പോ. ഞാൻ പോകുമ്പോ നീ ഇങ്ങനെ നിറകണ്ണുകളുമായിട്ട് നിന്ന് എന്നെ യാത്രയാക്കുന്നത് എന്നെ സങ്കടപ്പെടുത്തുമെന്ന് അവൻ പറയുമ്പോൾ അവളും ശരിയെന്ന് പറയുന്നു. ജിങ് സേഫായി ഹാപ്പിയായി പോയിട്ട് വരട്ടെ, താൻ ഇവിടെ നിന്ന് അവനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന ഒരു രീതിയിൽ സെങ്ലി ഭയങ്കര സങ്കടത്തിൽ തന്നെ അവിടെ നിന്ന് പതിയെ തിരിഞ്ഞു നടക്കുമ്പോൾ ജിങ് അത് വളരെ വിഷമത്തിൽ നോക്കി നിൽക്കുന്നു. അവൻ എന്തോ ഒന്ന് അവളോട് പറയണം, അവൾക്ക് എന്തോ ഒന്ന് നൽകണം എന്നൊക്കെ തന്നെയുണ്ട്. ഈവൻ കയ്യിലൊരു ചെറിയ വൈറ്റ് ബോക്സും അവൻ അവൾക്ക് നൽകാനായി കരുതി വെച്ചിരുന്നെങ്കിലും അത് കൊടുക്കാതെ അവന്റെ യാത്ര അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സെങ്ലി അവളുടെ അമ്മയുടെ കൂടെ ഉള്ളതാണ്. ജിങ് പോയതിനു ശേഷം അമ്മ ഇടയ്ക്കിടയ്ക്ക് സെങ്ലിയെ വന്ന് കാണാറുണ്ട്. ജിങ് പോയ ഒരു സമയത്ത് വല്ലാത്തൊരു സങ്കടവും ഒറ്റപ്പെടലും അനുഭവിച്ച അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മ ഈ വന്ന് കാണുന്നതൊക്കെ തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ അവനെ മിസ് ചെയ്യുന്നത് ഇപ്പോഴും ഉള്ളിലുണ്ടെങ്കിലും ആ ഒരു വിഷമമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അവളുടെ ലൈഫിൽ ആ ഒരു പഴയ ട്രാക്കിലേക്ക് അവളും വരുന്നു. സെങ്ലി മാത്രമല്ല, എല്ലാവരും ഇപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. വു അവളുടെ ജോലിയൊക്കെ ആയി ബിസി ആണെങ്കിലും ചെങ് അവളുടെ പിറകെ തന്നെയുണ്ട്. അവൾ ജങ്ക് ഫുഡ് ഒക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് കഴിപ്പിക്കാതെ ഹെൽത്തി ഫുഡ് അവളെ കൊണ്ട് കഴിപ്പിക്കലാണ് ചെങ്ങിന്റെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി. മായി നല്ല രീതിയിൽ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഡെങ്ങും അവന്റെ ആപ്പ് ഡെവലപ്മെന്റ് കമ്പനിയൊക്കെ ആയി നല്ല രീതിയിൽ മുന്നോട്ട് പോവാണ്. മുന്നേ താൻ മായിക്ക് നൽകിയ സങ്കടങ്ങള്, തങ്ങൾക്കിടയിൽ തന്റെ തന്നെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കാരണം വന്ന വശപ്പിശകള് അതൊന്നും തന്നെ ഇനി വരരുത് എന്ന കാര്യത്തിൽ അവൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ മായി ചോദിക്കുക പോലും ചെയ്യാതെ അവന്റെ മൊബൈലില് അവളുടെ ഫേസ് ID പോലും അവൻ രജിസ്റ്റർ ചെയ്തിരുന്നു. അതായത് ഇനി എപ്പോ വേണമെങ്കിലും അവൾക്ക് തോന്നുമ്പോൾ അവന്റെ മൊബൈൽ എടുത്ത് പരിശോധിക്കാനായിട്ടുള്ള പെർമിഷനാണ് അവൻ അവിടെ അവൾക്ക് നൽകിയിരിക്കുന്നത്. പണ്ടത്തെ ഡങ് ഇങ്ങനൊന്നും ആയിരുന്നില്ല. ഇവൻ അവളോട് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടിരുന്ന് സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അവളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അവനൊരു സമാധാനവും ഇല്ല. അവന്റെ ഈ മാറ്റങ്ങളൊക്കെ തന്നെ വളരെ ആത്മാർത്ഥാണ്. മുന്നത്തെ കണക്ക് തന്നെ അവൻ ഇനി സങ്കടപ്പെടുത്തില്ല എന്ന് ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് വളരെ വളരെ ഉറപ്പാകുമ്പോൾ അതും അവളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മായും ഡെങ്ങും ഇവിടെ ഹാപ്പിയായി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു. ജിങ് അടുത്തില്ലാത്തത് സെങ്ലിക്ക് നല്ല സങ്കടമാണെങ്കിലും അവളുടെ ചുറ്റിനുമുള്ളവരുടെ ഹാപ്പിനെസ് കാണുന്നത് അവൾക്കും ഒരു സന്തോഷം തന്നെയാണ്. എത്രയൊക്കെ തിരക്കാണെങ്കിലും ജിങ്ങും സെങ്ലിയും അവരുടെ വീഡിയോ കോൾസും മെസ്സേജസും ഒന്നും തന്നെ മുടക്കാറില്ല. ഇപ്പൊ തന്നെ വീഡിയോ കോൾ ചെയ്ത് അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും സെങ്ലിയെ പറഞ്ഞു കേൾപ്പിക്കുന്ന ജിങ് സെങ്ലി വല്ലാതെ വായിക്കോട്ടെ വിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് കോള് കട്ട് ചെയ്ത് അവളെ ഉറങ്ങാനായി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. ഇല്ല അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ഇരിക്കുകയാണ്. നാളെ വർക്കിന് പോകണ്ടേ, ഇപ്പോഴേ ഉറക്കം വരുന്നു, പോയി കിടന്ന് ഉറങ്ങാനായി അവൻ പറയുമ്പോൾ ശരി എന്ന കോള് കട്ട് ചെയ്യാനായി അവൾ അവനോട് പറയുമ്പോൾ ഇല്ല നീ കോള് കട്ട് ചെയ്യുന്ന അവൻ പറയുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോള് കട്ട് ചെയ്യാനായി പറഞ്ഞ് രണ്ടുപേരും ഒന്ന് തർക്കിക്കുന്നുണ്ട്. ആ സമയത്താണ് മായി സെങ്ലിയെ വിളിക്കുന്നത്. അപ്പൊ ഈ കോള് കട്ടായി പോകുന്നുണ്ടല്ലോ. കോൾ അറ്റൻഡ് ചെയ്ത് എന്താണെന്ന് സെങ്ലി തിരക്കുമ്പോൾ നിന്റെ ചേട്ടൻ എന്ത് ചെയ്തെന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചാൽ മായി ഡെങ്ങിനെ പറ്റി എന്തോ ഒന്ന് പറയാനായി വരുമ്പോഴേക്കും നീ ഒന്ന് പോയേ, എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് സെങ്ലി അത് കേൾക്കാൻ നിൽക്കാതെ കോള് കട്ട് ചെയ്യുന്നു. മായാകട്ടെ സെങ്ലി കോള് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇനി വൂവിനെ വിളിച്ച് കാര്യം പറയാന്നോർത്ത് അങ്ങോട്ടേക്ക് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കോള് കട്ടായി പോയതുകൊണ്ട് സെങ്ലി തിരിച്ച് ജിങ്ങിനെ കോൾ ചെയ്യുമ്പോൾ വീണ്ടും ഫോൺ വെക്കുന്ന കാര്യത്തെ പറ്റി അവൾ സംസാരിക്കുമ്പോൾ നീ വെച്ചിട്ട് പോയില്ല പിന്നെന്താണെന്നല്ല ജിങ് പരിഭവിക്കുന്നു. സെങ്ലി ചിരിച്ചുകൊണ്ട് എന്നാ ശരി നാളെ വിളിക്കാന്ന് പറഞ്ഞ് കോളും കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവാണ്. ജിങ് തിരിച്ചെത്താനായുള്ള ആ കാത്തിരിപ്പിന്റെ ഇടയിൽ രണ്ടാമത്തെ നോവൽ സെങ്ലി എഴുതി തുടങ്ങുന്നു. ആദ്യത്തെ നോവലില് സെങ്ലി അവളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുക. അതേ കണക്കിപ്പോ ഇതിലും അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതുന്നത്. ജിങ്ങിന്റെ വരവിന് ശേഷം സെങ്ലിയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് അവൾ അതിൽ വളരെ ക്രിയേറ്റീവായി എഴുതിയിരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഒരു സീക്രട്ട് കാണുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട ശേഷം നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഒന്ന് എടുത്ത് നോക്കണേ. ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങിയത് സെങ്ലിയുടെ ഒരു ഇൻട്രോ കാണിച്ചുകൊണ്ടായിരുന്നല്ലോ. അതില് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന സെങ്ലി ഷെൽഫിൽ ഇങ്ങനെ ബുക്ക് വെക്കാനായി നോക്കുന്ന സമയം ഏണിയിൽ നിന്ന് സ്ലിപ്പ് ആവുകയും അവിടെയുള്ള ബുക്ക് ഷെൽഫ് എല്ലാം തട്ടിയിടുകയും ചെയ്ത സീൻ നമ്മൾ കണ്ടിരുന്നു. ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴാണ് പറയുന്നത്. ബുക്ക് അടുക്കി വെച്ച് ഇങ്ങനെ ഏണിയിൽ കയറി നിൽക്കുന്ന സമയത്ത് കുറച്ച് അപ്പുറത്ത് മാറി ഷെൽഫിന്റെ ആ വിടവിലൂടെ ഒരു പയ്യൻ നിൽക്കുന്നത് സെങ്ലി കണ്ടിരുന്നു. ആ പയ്യന്റെ മുഖം മുഴുവനായി കാണാൻ സാധിക്കുന്നില്ല, കുറച്ചിങ്ങനെ കാണാം. ആ പയ്യൻ ആരാണെന്ന് കാണാനായി വല്ലാത്ത ആകർഷണം തോന്നുന്ന അവൾ എത്തിക്കുത്തി നോക്കുമ്പോഴാണ് അവൾ വീഴാനായി പോയതും ആ ഷെൽഫ് എല്ലാം തട്ടിമറിച്ചിട്ടതും. പടപടാ
ധടാന്ന് ഇങ്ങനെ ഒരു 4-5 ഷെൽഫ് തട്ടിമറിഞ്ഞ് വീണ ആ ഒരു സമയത്ത് സെംഗ്ലി തന്നെ ആകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. ദൈവമേ, ആ പയ്യന്റെ മേത്തോട്ട് വല്ലതും വീണോ, ആളിപ്പോ ജീവനോട് ഉണ്ടാവുമെന്നെല്ലാം അവൾ ടെൻഷനായി നോക്കുമ്പോ കൊന്നുപോലെ ഓടിക്കിടന്ന ആ ബുക്കിന്റെ ഇടയിലൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന ആ പയ്യൻ അന്വേഷിച്ച ബുക്ക് കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസത്തില് അതും എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച അവൾ കൗതുകത്തോടെ നോക്കി നിന്നിരുന്നു. അപ്പോഴാണ് അവൾ ആ പയ്യന്റെ മുഖം വ്യക്തമായി കാണുന്നത്. അത് മറ്റാരുമല്ല, ജിങ്ങായിരുന്നു. പക്ഷെ അന്ന് ഇവർക്കിടയിൽ ഒരു കോൺവെർസേഷനോ പരിചയമോ ഒന്നും തുടങ്ങാത്ത ഏറ്റവും ആദ്യത്തെ കൂടിക്കാഴ്ചയാണത്. ആ സമയത്ത് അവന്റെ പേര് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ആ കഥയൊക്കെ സെംഗ്ലി ഇപ്പൊ ബുക്കിൽ എഴുതുമ്പോഴാണ് നമ്മളും അറിയുന്നത്. എന്തായാലും അങ്ങനെ സെംഗ്ലി ജിങ്ങിന്റെ കൂടെയുള്ള ഓരോ മൊമെന്റും മനോഹരമായി അതിൽ എഴുതുന്നുണ്ട്. ജിങ് ഇപ്പോ ആഫ്രിക്കൻ സർവീസിന് പോയ ശേഷം പോലും ജിങ്ങിന്റെ കൂടെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്തിരുന്ന് അവരെ പ്രണയത്തിലാക്കിയ ആ മനോഹര ഇടങ്ങളിലൊക്കെ തന്നെ സെംഗ്ലി ഇപ്പോ ഒറ്റയ്ക്ക് പോയി മെമ്മറീസ് അയവിറക്കിക്കൊണ്ടിരിക്കുന്നു. ഇവൻ ആ ലവ് ലോക്കിന്റെ ആ സ്ഥലത്ത് പോയി തന്റെയും ജിങ്ങിന്റെയും പേരൊരു ലോക്കിൽ എഴുതി സെംഗ്ലി അവിടെ കൊളുത്തിയിടുന്നു. ജിങ് ക്ലാസ് എടുക്കാറുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തൂടെ ഒക്കെ പോകുമ്പോ ജിങ്ങിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. ജിങ് ഇപ്പോഴും അവിടെ നിന്ന് പഠിപ്പിക്കുന്ന കണക്കൊക്കെ അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. ഓരോ നിമിഷവും ജിങ്ങിന് അത്രത്തോളം മിസ് ചെയ്താണ് സെംഗ്ലി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സമയം കടന്നു പോകുന്നു. 6 മാസങ്ങളെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴേ ഒരു കല്യാണം നടക്കാൻ പോവാണ്. ആരുടെ കല്യാണമാണെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം കമന്റ് ഇട്ടോ, ഞാൻ പറയാൻ പോവാണേ. മറ്റാരുടെ അല്ല, ചെങ്ങിന്റെയും വൂവിന്റെയും. ഇവരുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ലല്ലോ എന്ന് നിങ്ങളിപ്പോ ആലോചിക്കുന്നില്ലേ? ആ തീരുമാനം അവരെടുത്തിരുന്നു, കുഞ്ഞിനെ വളർത്താമെന്നത്. വൂവും അവളുടെ ആ ഒരു എടുത്തുചാടിയുള്ള തീരുമാനം തെറ്റാണെന്ന് മനസ്സിലാക്കി കുഞ്ഞിനെ വളർത്താനും കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ അവരുടെ മാരേജ് നടത്താനും തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇന്ന് അവരുടെ കല്യാണമാണ്. വൂവിന്റെ കല്യാണ സമയത്ത് സെംഗ്ലിയും മായും ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം അവരുടെ ഗ്യാങ്ങിൽ ആദ്യമായിട്ട് അമ്മയാവാൻ പോകുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നു. അങ്ങനെ ആ ഒരു ഫസ്റ്റ് പ്ലേസ് എല്ലാം തന്നെ വു അടിച്ചു മാറ്റിയിരിക്കുന്നതിന്റെ ആനന്ദ കണ്ണീരാണ് സെംഗ്ലിയും മായും അവിടെ പൊഴിക്കുന്നത്. ഇതേ സമയം തന്നെ ജിങ് ഇല്ലല്ലോ എന്ന ഒരു സങ്കടം സെംഗ്ലിക്കുണ്ട്. പക്ഷെ കൂട്ടുകാരുള്ളതുകൊണ്ട് ഹാപ്പി ആയിരിക്കാനായി അവൾ നോക്കുന്നു. ജിങ് ആകട്ടെ അവളെ വീഡിയോ കോൾ ചെയ്ത് എന്റെ 6 മാസത്തെ സർവീസ് കഴിഞ്ഞെങ്കിലും 1-2 ആഴ്ച എടുക്കും ഇവിടുത്തെ പ്രൊസീജിയർ ഒക്കെ ഒന്ന് തീരാൻ, അതിനുശേഷം വരാൻ പറ്റൂ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവളൊന്ന് ഹാപ്പി ആവാനായി ഞാനൊന്ന് അവിടെ വരട്ടെ, ഞാനൊരു ആനുവൽ ലീവ് തന്നെ എടുത്തിട്ട് നിന്റെ കൂടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യാൻ പോവാ. ഇത്രയും നാൾ അടുത്തില്ലാത്തതിന്റെ എല്ലാ കുറവും മാറ്റാനായി ഇടം വലം മാറാതെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവുമെന്ന് പറയുന്നു. അവളും ഈ ഒരു കല്യാണ തിരക്കുകൾക്കിടയിൽ ഇങ്ങനെ മാറി നിന്ന് ഫോൺ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആ കോള് കട്ടാവുന്നുണ്ട്. പെട്ടെന്ന് അവൾ ഭയങ്കര അപ്സെറ്റ് ആവുന്നു. എന്തായാലും തന്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ട്, തനിക്ക് മാത്രം ആരും ഇല്ലല്ലോ എന്നുള്ള സങ്കടത്തില് കല്യാണത്തിന്റെ ഭാഗമായി അത്യാവശ്യം കുറച്ച് ഡ്രിങ്ക്സും അടിച്ചിരുന്നത് കൊണ്ട് അവൾ കുറച്ച് ഇമോഷണലായി നേരെ നടന്ന് ലൈബ്രറിയുടെ അവിടേക്ക് പോകുമ്പോ അവളുടെ കൊളീഗ് അവളെ കണ്ടപാടെ ഓടി വരുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലിയുണ്ട്, പ്ലീസ് നീ ഇപ്പൊ വന്ന് ആ ബുക്കൊക്കെ ഒന്ന് ഷെൽഫിൽ എടുത്ത് വെക്കോ എന്നൊക്കെ ചോദിച്ച് നിർബന്ധിച്ച് അവൾക്ക് അപ്പൊ ഒരു ജോലി കൊടുക്കാണ്. അവളപ്പോ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ആ ഡ്രസ്സും ആ ഹീൽസും അതൊന്നും തന്നെ കാര്യമാക്കാതെ ഏണിയിൽ കയറി നിന്ന് അത് സെറ്റ് ചെയ്യാനായി കൊളീഗ് അവളെ ഏൽപ്പിച്ചിട്ട് വേഗം പുറത്തേക്ക് പോകുന്ന സമയം ഒരു മഞ്ഞ ഇല അവളുടെ അടുത്തേക്ക് പറന്നു വരുന്നു. അവൾ ആ ഇല ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ദിവസം സെംഗ്ലിയുടെ കയ്യിൽ നിന്ന് കാശ് തട്ടാനായി ഒരു അമ്മുമ്മ റോഡിൽ വെച്ച് കുറച്ച് സീൻ ഉണ്ടാക്കിയപ്പോ ജിങ് അവിടെ വന്ന് സംസാരിച്ചിരുന്നല്ലോ. ആ സമയം അവളുടെ തലയിൽ ഇതുപോലെ മഞ്ഞ ഇല സ്റ്റിക്ക് ആവുകയും അത് ജിങ് കണ്ട് എടുത്തു കളയുകയും ചെയ്തതാണ് ഇന്ന് അത് കാണുമ്പോൾ അവൾക്ക് ഓർമ്മ വരുന്നത്. പക്ഷെ പെട്ടെന്ന് അത് അവളുടെ കയ്യിൽ നിന്ന് പറന്നു പോകുമ്പോൾ അത് പിടിക്കാനായി അവൾ ശ്രമിക്കുമ്പോൾ ഏണിയിൽ നിന്ന് സ്ലിപ്പായി വീഴാൻ പോവുകയും മുന്നത്തെ കണക്ക് തന്നെ ഷെൽഫ് ഒക്കെ തട്ടി മറിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന അവൾക്ക് ഇത് അന്ന് നോവലിൽ ഞാൻ എഴുതിയ കണക്ക് എന്റെ ലൈഫിൽ നടന്ന കണക്ക് തന്നെ ഉണ്ടല്ലോ. പക്ഷെ അപ്പോ ജിങ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അവൻ ഇല്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ആ ബുക്കുകൾക്കിടയിൽ നിന്ന് അന്നത്തെ കണക്ക് തന്നെ ജിങ് ദേ എഴുന്നേറ്റ് വരുന്നത് കണ്ട് അവൾ സർപ്രൈസ്ഡ് ആവുന്നു. അവന്റെ അടുത്തേക്ക് അവൾ ഓടി ചെല്ലുമ്പോഴേക്കും നീ നോവലിൽ എഴുതിയ കണക്ക് തന്നെ നടന്നു അല്ലേ എന്ന് ചോദിച്ച് നോവലിൽ അവൾ ഇവരുടെ കിസ്സിങ് എങ്ങനെ നടക്കണമെന്നൊക്കെ സങ്കല്പിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് അവൻ അവളെ കിസ് ചെയ്യുമ്പോൾ അവൾക്ക് നാണം വരുന്നുണ്ട്. ഞാൻ ബുക്കിൽ എഴുതിയതൊക്കെ കാണാപ്പാടം പഠിച്ച് എനിക്ക് സർപ്രൈസ് തരാണോ എന്ന് ചോദിച്ച് അവൾ ചിരിക്കുമ്പോൾ അവളുടെ ആ ബുക്ക് അവൻ അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അവൾ രണ്ടാമതായി എഴുതിയ ആ നോവലിന് അവൾ സ്വീറ്റ് ടീത്ത് എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം ഒരു പല്ലിന്റെ പേരിലാണല്ലോ ഇവർ കൂടുതലായി കണ്ടുമുട്ടിയതും പിന്നീട് അതൊരു റിലേഷൻഷിപ്പിലേക്ക് മാറിയതും പല്ലി കമ്പിട്ടും ഒക്കെ. അങ്ങനെ അവളുടെ കയ്യിൽ ഇപ്പോ അവൻ കൊടുത്തിരിക്കുന്ന അവളുടെ തന്നെ ബുക്ക് തുറന്നു നോക്കാനായി അവൻ ആവശ്യപ്പെട്ടത് പ്രകാരം അവൾ തുറക്കുമ്പോൾ അതിലൊരു ഡയമണ്ട് റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന് ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നതിന് മുന്നേ പ്ലാൻ ചെയ്തു വെച്ചതാ, പക്ഷെ അത് ഈ ലൈബ്രറിയിൽ വെച്ച് തന്നെ നിനക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയി തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനായിട്ടാണ് ഞാൻ ഇത്രയും ദിവസങ്ങള് ഇത്രയും മാസങ്ങള് ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നതെന്ന് പറയുന്നവൻ ഈ ലൈബ്രറി തന്നെ സംബന്ധിച്ച് വെറും ബുക്കുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമല്ലെന്നും താനും സെംഗ്ലിയും ആദ്യമായി കണ്ടുമുട്ടിയ ഇടമാണെന്നും പറയുന്നവൻ തന്നെ കല്യാണം കഴിക്കാനായി സെംഗ്ലിയെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ വളരെ സന്തോഷത്തില് അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അവൻ അവൾക്ക് റിംഗ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അവരുടെ ലൈഫിൽ ആദ്യത്തെ കൂടിക്കാഴ്ച നടന്ന അതേ സ്ഥലത്ത് തന്നെ
ഗംഭീരം ഒരു സർപ്രൈസ് ജംഗ്ലിക്ക് നൽകിക്കൊണ്ട് ജിങ് അവളെ അവന്റെ ജീവിതത്തിലേക്ക് ഒഫീഷ്യലായി ക്ഷണിച്ചിരിക്കുന്നു. അങ്ങനെ ഇവരിവിടെ ഹാപ്പിയായി ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇവരുടെ ചുറ്റിനുമുള്ളവര് നമ്മുടെ ജംഗ്ലിയുടെ കൂട്ടുകാര് വൂ മായി ചെങ്ങ് ഡെങ് ഒക്കെ ഹാപ്പി ആയിട്ടുള്ളതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സ്വീറ്റ് ടീത്ത് എന്ന ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്രാമയ്ക്ക് തന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറയുന്നു. തുടർന്ന് നമ്മൾ അടുത്തതായി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഡ്രാമ മിസ്സാക്കാതെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ഇതേ കണക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.